പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യത്തോടെ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാന്തക്കൊണം പിന്നെ ഒരു പ്രാവശ്യമോടെ ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി സ്തോത്രം. ഞങ്ങളെ മുറ്റുമായ നിരക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കുകയും ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യണം. കർത്താവ്, പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. വിശ്വാസത്തിൻ്റെ ബലത്തിനും വർധനയ്ക്കും കാരണമായി തീരുവാൻ പോകുന്നുണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ വീഡിയോ കാണുന്ന ഓരോന്നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ വീഡിയോ, ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുകയാണപ്പാ. പ്രത്യേകമായി ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തിക്കാട്ട്. പ്രാർത്ഥന കണ്ടുപിടിച്ചിരിക്കൽ സ്തോത്രം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കുവൈറ്റിൽ നിന്ന് പ്രിയ ആൻറ്റി ശാന്തകുമാരിയാണ്. പ്രിയ ആൻറ്റി നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. സുഖമായിട്ടിരിക്കുന്നേ? കുവൈറ്റിൽ നിന്നാ ജോയിൻ ചെയ്തിരിക്കുന്നില്ലയോ? ഓക്കെ. അന്നേരം നാട്ടിലെവിടെ ആൻറ്റി ജനിച്ചു വളർന്നേക്കെ? നാട്ടില് കൊല്ലം ജില്ല കടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ ഓക്കെ. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെയൊക്കെ അടുത്ത ഏകദേശം. ഞാൻ പുനലൂരാണ്. കടയ്ക്കൽ. ഓക്കെ. കടയ്ക്കലിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, അവിടെ ദൈവമക്കളും ദൈവസഭകളും ഒരു കാലത്ത് ഒത്തിരി കുറവുള്ള ഒരു സ്ഥലമായിരുന്നു കടയ്ക്കൽ. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ഒത്തിരി ദൈവമക്കളും ദൈവസഭകളും ഒക്കെ ആ സ്ഥലത്തുള്ളതായിട്ട് എനിക്കറിയാം. എനിക്ക് പരിചയമുള്ള ചില ദൈവമക്കൾ കടയ്ക്കൽ താമസിക്കുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവ്, കടയ്ക്കൽ നിന്ന് വിശ്വാസികൾ ഒരു കാലത്ത് കുറവായിരുന്നു, അല്ലയോ? കേട്ടിട്ട് പോലുമില്ല. കടയ്ക്കൽ നിന്ന് ഗൾഫിൽ വെച്ച് സ്നാനപ്പെട്ട ഒരു ദൈവവൈതൽ ഞങ്ങളുടെ ബോംബെ ചർച്ചിലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് കർത്താവിൻ്റെ വേലയിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരു വിശ്വാസിയുമില്ല. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ പല ദൈവമക്കളും ദൈവസഭകളും ഒക്കെ ആ ദേശത്തുണ്ട്. ദൈവം ആ ദേശത്തെ മാനിച്ചിരിക്കുന്നു, ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കടയ്ക്കൽ നിന്നുള്ള ശാന്തകുമാരി ആൻറ്റി കടയ്ക്ക വെച്ചാണോ യേശുവിനെ അറിഞ്ഞത്? അല്ല. അപ്പം ഈ പറഞ്ഞതുപോലെ കുവൈറ്റിൽ വെച്ച അല്ലേ? ദൈവം നമ്മുടെ ഗ്രാമത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന് നമ്മളെ സ്പർശിക്കുവാനിടയായി തീർന്നു. ഒരു കാലത്ത് ആ ഗ്രാമത്തിലേക്ക് യേശുവിൻ്റെ ദാസന്മാർക്കും ഒന്നും ഒരു സാധ്യതയും ഇല്ലായിരുന്നു, ഒരു വഴിയുമില്ലായിരുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ളവരെ ദൈവം ഗ്രാമത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന് സ്പർശിക്കുവാനിടയായി തീർന്നല്ലേ? അപ്പൊ ആ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആന്റിയുടെ കഥ വലിയൊരു കഥയാണെന്നറിയാം. ഒത്തിരി ജീവിതാനുഭവങ്ങൾ ഉണ്ടെന്നറിയാം. ജനിച്ചു വളർന്നതും അവിടെ തന്നെയാണോ? ശരി. അപ്പൊ ആന്റിയുടെ ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ പറയാൻ കേട്ടോ, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. അവിടെ 3 അമ്പലമുണ്ട്. ആ 3 അമ്പലത്തിന്റെ നടുക്കാണ്, ആൽത്രംകൂടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു. അമ്പലം മുറ്റത്താണ് ജനിച്ചു വളർന്നത്. സ്തോത്രം. ശരി. അപ്പൊ ചെറിയ പ്രായം മുതലുള്ള അനുഭവം പറഞ്ഞോ കേട്ടോ, കേൾക്കാൻ ഞങ്ങൾ റെഡിയാ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട്, കുടുംബത്തെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് അനുഭവങ്ങൾ കേൾക്കാം. ഞാനൊരു തട്ടാം കുടുംബത്തിലുള്ളതാണ്. എൻ്റെ അപ്പൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. സ്തോത്രം. സ്വർണ്ണപ്പണി എന്ന് പറയുമ്പോൾ കടയൊക്കെ ഉണ്ടായിരുന്നു, സ്വർണ്ണക്കട ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 3-3.5 വയസ്സ് വരെയും ഞാൻ എന്നെ ജോലിക്ക് ആളെ വെച്ച് നോക്കുന്ന അത്രയും ഇതില് ജീവിച്ചായിരുന്നു. സ്തോത്രം. എൻ്റെ അച്ഛൻ്റെ കുടുംബമല്ല സ്വർണ്ണപ്പണിയാണ്, തട്ടാന്മാരാണ്. അപ്പം ആ അമ്പലത്തിന്റെ നടുവിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സ്തോത്രം. എൻ്റെ അപ്പന് സ്വർണ്ണക്കടയായിരുന്നു. അത് ഒരു സമയം വന്നപ്പോൾ ഒരു സ്വർണ്ണ ചിട്ടിയൊക്കെ നടത്തിയപ്പോൾ അതിന് കടം കയറിയിട്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അവിടെ ഉള്ള വീട്, ഇപ്പോഴും ആ വീട് അവിടെ ഉണ്ട്. ഒരു നല്ല വലിയ വീടൊക്കെ ഉണ്ടായിരുന്നു. ആ വീടെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ സാധനങ്ങളും വിൽക്കേണ്ടി വന്നു. ഞങ്ങൾ എൻ്റെ ഞങ്ങൾ 5 മക്കളാണ്. ഞങ്ങൾ 5 പെൺപിള്ളേരാണ്. അന്ന് എൻ്റെ മൂത്ത 2 പേര് ഉണ്ട്, ഞാനുണ്ട്. എൻ്റെ ഇളയുള്ള ഗർഭിണിയായിരുന്നപ്പോഴാണ് ഈ കടങ്ങളെല്ലാം ഏറിയിട്ട്
എല്ലാം നഷ്ടപ്പെടുന്നത്. സ്തോത്രം. അങ്ങനെ പിന്നെ അച്ഛൻ കൂലിക്കിരുന്ന് സ്വർണ്ണപ്പണി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ 5 പിന്നെ അതിന് ശേഷം അമ്മ വീണ്ടും 2 പ്രസവിച്ച് അതിൽ ഒരാളെ ഏറ്റവും ഇളയത് മരിച്ചുപോയി. അങ്ങനെ അതിലും കുറെ കഷ്ടത ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മ അപ്പൊ ഞങ്ങൾക്ക് വീടും ഇല്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ആഹാരത്തിന് വഴിയില്ലാതെ അലഞ്ഞു ഞങ്ങള് ജോലിക്കാരെ വെച്ച് ഞങ്ങളെ സംരക്ഷിച്ച ആ സ്ഥിതിയിൽ നിന്ന് ഞങ്ങള് ദാസ്യത്തിലേക്ക് ഞങ്ങൾ പോയി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടു. എന്റെ അമ്മയുടെ ലാസ്റ്റ് പ്രസവത്തിന് വയറ്റിൽ കിടന്ന് കുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മ വീട്ടിൽ കിടക്കുന്നു. അച്ഛൻ വയറുവേദനയായിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അച്ഛനെ വീട്ടിൽ കിടക്കുന്നു. സ്തോത്രം. ഞങ്ങൾ 5 പ്രസവിച്ച ആ കൊച്ചു മരിച്ചുപോയി, 6ാമത്തെ മരിച്ചുപോയി. ബാക്കിയുള്ള ഈ 5 പെൺപിള്ളേരും ഉണ്ട്. അപ്പൊ അന്നത്തെ കാലങ്ങളെ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ ഭിക്ഷ എടുത്ത് ഓരോ വീടുകളിൽ പോയിട്ട് കഞ്ഞി മേടിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അപ്പനും അമ്മയും കൊടുക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ എന്റെ അച്ഛനൊരു മാന്യനായിരുന്നു. മാന്യൻ എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ഒരു വിലയുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു ആവാസനോ അങ്ങനെ മദ്യപിക്കുന്ന ആളാണെങ്കിലും അങ്ങനെ മറ്റുള്ളവരുടെ ഒരു ശല്യമോ അല്ലെങ്കിൽ ഒരു പൊതുമദ്യപാനിയോ അങ്ങനെയൊന്നും അല്ല. മദ്യപിക്കുമായിരുന്നു. സ്തോത്രം. വഴക്ക് പറയുന്നത്, ചീത്ത പറയുന്നത് അങ്ങനെയൊന്നും ഉള്ളൊരു മദ്യപാനി അല്ല. സ്തോത്രം. അപ്പം ഈ ജോലിക്ക് പോകും. ഞങ്ങളെ നല്ലതായിട്ട് സംരക്ഷിക്കുമായിരുന്നു. ഈ മക്കളെ നല്ലതായിട്ട് സംരക്ഷിക്കുക, നല്ല ഉപദേശം തരികയും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയും എപ്പോഴും ഞങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി നല്ല ഉപദേശങ്ങൾ തരും. നിങ്ങളെ തെറ്റായ രീതിയിൽ ജീവിക്കരുത്, പട്ടിണി കിടന്നാലും നിങ്ങൾ നല്ല അഭിമാനത്തോടെ ജീവിക്കണം, ജോലി എടുത്ത് ജീവിക്കണം, ഇങ്ങനൊക്കെ പറഞ്ഞൊക്കെ നല്ല ഉപദേശം. ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് ഓർക്കുമ്പോൾ നല്ലതേ ചിന്തിക്കാനുള്ളൂ. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു മാതൃകയിൽ ഞങ്ങൾ ഞങ്ങളെ വളർത്തി വിട്ടു. സ്തോത്രം. അങ്ങനെ മൂത്ത ചേച്ചിയെ ഞങ്ങൾക്ക് വസ്തുവും വക ഒന്നുമില്ല. അപ്പൊ അവിടെ വലിയൊരു ജന്മിയുണ്ട്. സ്തോത്രം. അവിടെ നമ്മളെ അപ്പിയമ്മ എന്ന് പറയുന്ന ആനയൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പൊ അച്ഛനോട് വലിയ ബഹുമാനവും കാര്യങ്ങളൊക്കെ, കാരണം ഇതിലെല്ലാം ഉള്ള മനുഷ്യരായിരുന്നല്ലോ. അപ്പൊ പറഞ്ഞു, മേശ്രി ഒരു കാര്യം ചെയ്യ, ഭാസ്കര മേശ്രി ഒരു കാര്യം ചെയ്യേ, എനിക്ക് എന്റെ വസ്തുവിന് എവിടെയാന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും അളന്ന് എടുത്തൊരു വീട് വെച്ചോളാൻ പറഞ്ഞു. ഒരു നാടൻ കുത്തിക്കോ എന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ ഏറ്റവും വേഗം ഇങ്ങനെ ഒരു വയലിന്റെ പറമ്പത്ത് പോയിട്ട് 2.5 സെന്റ് സ്ഥലം അളന്നെടുത്തിട്ട് അതിനകത്തൊരു ചെറ്റ വെച്ചൊരു മാടം കുത്തിയിട്ട് ഈ 5 മക്കളെ അതിനകത്ത് ഇട്ടിട്ട് അച്ഛൻ വെളിയിൽ കാവലിരിക്കും. സ്തോത്രം. ഞങ്ങളെ അങ്ങനെ അത്രയും കഷ്ടതയിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന അപ്പൊ എന്റെ മൂത്ത ചേച്ചി ഒരാൾ വന്ന് വിവാഹം കഴിച്ചു. ശ്രീധരൻ ഒന്നും കൊടുക്കാവില്ലല്ലോ, ഒരാളൊന്നും ഇഷ്ടപ്പെട്ട് അങ്ങനെ ചോദിച്ചു വിവാഹം കഴിച്ചു. 2ാമത്തെ ചേച്ചിയെ എന്റെ അച്ഛന്റെ പെങ്ങടെ മോൻ തന്നെ കല്യാണം കഴിച്ചു. അപ്പൊ ഞാനായി. അപ്പൊ എനിക്കന്ന് ഞാനും പ്രായമായി വരുന്നു. അപ്പൊ അച്ഛൻ കൂലിക്കിരുന്ന് പണിയുന്ന ഒരു കടയില് നാറുകോലിൽ നിന്ന് ഒരു മനുഷ്യനവിടെ കൂലിവേലയ്ക്ക് വന്നു, സ്വർണം പണിയാൻ വന്നു. അപ്പൊ അന്ന് എനിക്ക് 17 വയസ്സ്. എന്റെ ഇളയ 2 പെൺപിള്ളേര് അതുപോലെ വളർന്നു വരുന്നു. സ്തോത്രം. അപ്പൊ ആ മനുഷ്യനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചു. അപ്പം അച്ഛന് വലിയ താല്പര്യമില്ലാതെ എന്നെ കാട്ടി പ്രായത്തിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. നാഗർകോവില് ഊരും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ നിർബന്ധിച്ചു. മേശ്രീ 2 മക്കൾ പിന്നെയും താഴോട്ടിരിക്കുന്നു, ഇതിനെ കെട്ടിച്ച് വിടാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് താല്പര്യമില്ല. അപ്പൊ 17ാമത്തെ വയസ്സിൽ എന്നെ വിവാഹം കഴിക്കാൻ ആലോചിച്ചു. ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതങ്ങനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 19ാമത്തെ വയസ്സിൽ വീണ്ടും അത് തന്നെ വന്നു. അങ്ങനെ ആ മനുഷ്യനായിട്ട് വിവാഹം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ടൊരു താല്പര്യമോ ഒന്നും അല്ലാതെ വിവാഹം കഴിഞ്ഞു. 2 മക്കളായി എനിക്ക്. അനീഷും വിനീഷും 2 മക്കളെ ദൈവം എനിക്ക് തന്നു. അപ്പൊ ഈ മനുഷ്യനും മദ്യപാനിയായിരുന്നു. അതിന് വീട് അങ്ങനെ ശരിക്കൊരു എന്താ പറയുക കരുതലോടെ നോക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അപ്പൊ ഞാൻ കൂലിവേലയ്ക്ക് ഞാൻ ഇറങ്ങുമായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിലെ കൂലിവേലയ്ക്ക് ഇറങ്ങുമായിരുന്നു, പോകുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഞങ്ങള് ആഹാരത്തെ ഒത്തിരി അലഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പൊ എന്റെ 8 വയസ്സിൽ വരെ എന്നെ വീടുകളിൽ ജോലിക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഓർക്കുന്നു, പത്തനംതിട്ട ഒരു വീട്ടില് 8 വയസ്സ് 8 വയസ്സ് 9 വയസ്സുള്ള സമയത്തൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടുവേലയ്ക്ക് നിർത്തിയതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അത്ര ഒരുപാട് കഷ്ടതയിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ എനിക്ക് 2 ആൺമക്കളായി. ഈ ഭർത്താവ് പിന്നെ എന്റെ അച്ഛന്റെ സംരക്ഷണത്തിൽ പിന്നെ ഞാൻ കഴിയുന്ന ഞാൻ കുടുംബത്തിൽ തന്നെയാണ്. അപ്പൊ ഒരു കട്ടയെ കെട്ടി ഒരു ചെറിയ വീടാക്കി. പിന്നെ അത് അങ്ങനെ ജീവിക്കുന്ന അവസരത്തിൽ 2000-ലെ ഈ 1990 ഇങ്ങനെ ഇവിടെ യുദ്ധം നടന്നു കഴിഞ്ഞിട്ട് ഈ കുവൈറ്റിൽ ആളെ എടുക്കുന്ന സമയത്ത് എന്റെ നേരെ മൂത്ത ചേച്ചി കുവൈറ്റിൽ വന്നിട്ട് കുവൈറ്റിലുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പാസ്പോർട്ട് എടുത്തിട്ട് കോപ്പി അയച്ചതാ, ഞാൻ വിസ എടുത്തതിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് അയച്ചു കൊടുത്ത് പക്ഷെ വിസയൊന്നും വന്നില്ല. 2 വർഷമായപ്പോ ചേച്ചി തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ കുവൈറ്റിലേക്ക് വന്നില്ല. അപ്പൊ പാസ്പോർട്ട്
ഈ കുവൈറ്റില് ആ ചേച്ചി നിന്ന വീട്ടിൽ ഡ്രൈവർ കയ്യിൽ, കോഴിക്കോട്ടുള്ള ഡ്രൈവർ കയ്യിൽ കൊടുത്തിരുന്നു. ഇപ്പൊ ചേച്ചി പിന്നെ കുവൈറ്റിൽ വന്നില്ല. പിന്നെ ആ കാര്യം ഞങ്ങളങ്ങ് വിട്ടു. അപ്പൊ ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനും എന്നെ കൊണ്ടുവരാനല്ലേ ഒരുങ്ങിയത്. സ്തോത്രം. അപ്പൊ ഈ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരു വിസ വരുന്നു. ഒരു വിസ പോസ്റ്റ്മാൻ കൊണ്ട് തന്നു. അപ്പൊ നോക്കിയപ്പോ എനിക്ക് എന്റെ പേരിൽ ഒരു വിസ വരുന്നു. അപ്പൊ ഞാൻ വരില്ല, എനിക്ക് തന്നെ പോകാൻ പേടിയാണ്, വരാൻ പേടിയാണ്. നാട്ടിൽ പോലും ഞാൻ ഒരു കാര്യത്തിനും തന്നെ എങ്ങും പോകത്തില്ല. അത്ര ഒരു ധൈര്യം ഇല്ലാത്ത ഒരാൾ, എപ്പോഴും എന്റെ ഉള്ളിൽ അതൊന്നും കഴിവില്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. പേടിയാണ് എപ്പോഴും. ഒരാളുടെ 2 പേര് 3 പേര് കൂടെ നിർത്തി ഞാൻ അങ്ങനെ പോകത്തില്ല. ആരെങ്കിലും കൂട്ടുണ്ടെങ്കിലേ പോകത്തുള്ളൂ. തൊട്ടടുത്ത് നമുക്കൊരു ബസ് കയറി അടുത്ത പോയിന്റിൽ ഇറങ്ങണമെങ്കിൽ പോലും ഞാൻ കയറത്തില്ല. നടന്നു പോയാലും ബസ്സിൽ കയറത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പൊ എന്നോട് ചേച്ചി പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, നീ പോ, പിന്നെ നമുക്ക് കിടക്കാടൊന്നും ഇല്ലാത്തതാണല്ലോ, 2 സെന്റ് സ്ഥലം മേടിച്ചിട്ട് നീ പോരെ, അവിടെ കുഴപ്പമൊന്നുമില്ല, കുവൈറ്റിയുടെ വീട്ടിലല്ലേ, ഞാൻ നിന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ചേച്ചി എങ്ങനെ. അപ്പൊ എനിക്ക് ഒട്ടും മനസ്സില്ല. കരഞ്ഞു ഞാൻ പോലെ ഇതിനെ ഉന്തി തള്ളിയിട്ട് അവിടെ നിന്ന് കുവൈറ്റിലേക്ക് വിടുക. അപ്പൊ 1993 കുവൈറ്റിലേക്ക് വരിക ഞാൻ. അപ്പൊ അന്ന് എനിക്ക് 27, 28 വയസ്സേ ഉള്ളൂ. സ്തോത്രം. വരുമ്പം ഇന്ന് എനിക്ക് 61 വയസ്സുണ്ട്. 60 വയസ്സ് കഴിഞ്ഞേ. സ്തോത്രം. അന്ന് എനിക്ക് 29 വയസ്സിന്റെ 28 വയസ്സ് സമയത്ത്. സ്തോത്രം. ഒരു 40 വർഷത്തെ മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ? 33 വർഷത്തെ മുമ്പിലത്തെ കാര്യം. 33. ശരി. 33 കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞൊന്നും വരില്ല, ഡേറ്റും കാര്യങ്ങളൊക്കെ. 33 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്നും അറിയാത്ത പേടിച്ച് ഭയന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുവൈറ്റിലേക്ക് വരിക. അപ്പൊ എന്റെ മൂത്ത മോന് അന്ന് 8.5 വയസ്സും 7.5 വയസ്സ്, ഇളയ മോന് 6.5 വയസ്സ്. 1.5 വയസ്സിന്, 1 വയസ്സോ 1.25 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ രണ്ടുപേർക്കും. അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയാ, നമ്മളെ നെഞ്ചിന്ന് പറിച്ച് ഇട്ടിട്ട് വരുന്നത് പോലെ ആണ് ഞാൻ എന്റെ അമ്മയുടെ കൊടുത്തത്. അപ്പം എനിക്ക് വീടില്ല, ഒന്നുമില്ല. അപ്പൊ അപ്പൊ എന്റെ അച്ഛൻ അങ്ങ് മരിക്കുകയും ചെയ്തു ആ സമയത്ത്. അച്ഛന്റെ നല്ല സമയത്ത് തന്നെ 53-ാമത്തെ വയസ്സിൽ തന്നെ എന്റെ അപ്പൻ മരിക്കുകയും ചെയ്തു. അപ്പോഴാണ് പിന്നെ ഇങ്ങനെയൊക്കെ വരേണ്ടി വന്നത്. സ്തോത്രം. അപ്പോ അങ്ങനെ അങ്ങനെ എയർപോർട്ടിൽ വന്നു. കുവൈറ്റ് എയർപോർട്ടിൽ വരുന്നത് തന്നെ അന്ന് പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് വരുന്നത്. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ചെന്നിട്ട് 110 രൂപ വെച്ചിട്ട് 30,000 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് കുവൈറ്റ് ടിക്കറ്റ് എടുത്ത് കയറി വരികയാണ്. സ്തോത്രം. ഒന്ന് ആലോചിക്കാൻ തന്നെ പലിശ മാസം എത്ര പോകണമെന്ന്. അപ്പൊ പലിശയ്ക്ക് എടുത്തിട്ട് കുവൈറ്റിൽ വന്നിറങ്ങി എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നപ്പം ഒരു വൈകുന്നേരം വരെ എയർപോർട്ടിൽ തന്നെ ഇരുത്തിയിരിക്കും, ആരും വരുന്നില്ല കൊണ്ടുപോകാൻ. അപ്പൊ കുറെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് ഭാഷ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കരഞ്ഞ് എന്താണ് നടക്കുന്നത്, ലോകം കണ്ടിട്ടില്ലാത്ത ഞാൻ കുവൈറ്റിൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക. നമുക്ക് എനിക്ക് എപ്പോഴും തേളേടി വരും, പേടി ദേവൊക്കെ വിറയ്ക്കും. ഇങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ഭാഷ അറിയാത്തവര് ആണ് കൂടെ ഉള്ള, ശ്രീലങ്കക്കാര് അങ്ങനെയൊക്കെയുള്ള എന്ത് ജാതിയാന്ന് നമുക്ക് അന്നൊന്നും അറിയില്ലല്ലോ. കുറെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോണ്ട് രാത്രി ആയപ്പോണ്ട് ഒരു പോലീസ് വണ്ടി വന്നിട്ട് ഈ പെണ്ണുങ്ങളെ എന്നെ കൂടെ കേട്ടിട്ട് ഒരു പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ട് ജയിലിൽ കൊണ്ടുവന്ന് കയറ്റി. എന്താ തമ്പുരാനെ, ജയിലിൽ കൊണ്ടുവന്ന് കയറി അങ്ങോട്ട് കയറ്റിയിട്ട് പാസ്പോർട്ടും മേടിച്ച് നമ്മളെ വേവും എല്ലാം അങ്ങ് മേടിച്ചിട്ട് അവര് പൂട്ടി ചാവി എടുത്തിട്ട് എല്ലാവരും ഞാൻ അങ്ങോട്ട് കയറിയപ്പോണ്ട് കുറെ മനുഷ്യർ ഇങ്ങനെ ഒരു ഹാളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുക. സ്തോത്രം. ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ കിടക്കുക പെണ്ണുങ്ങള്. അപ്പൊ അവര് കുറെ ഉണ്ട്. അങ്ങറ്റം ഒരു ആൾക്കാർ ഇങ്ങനെ ഷീറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ അടിങ്ങി ആൾക്കാർ കിടക്കുന്നു. എന്നെ ഇവിടെ എന്തിനു കൊണ്ടുവന്നോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ അഴി പിടിച്ചിട്ട് ഇങ്ങനെ നിലവിളിക്കുക. ആ അവസ്ഥയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഞാൻ നിലവിളിക്കുക. എന്താണെന്ന് ആരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഭാഷ അറിഞ്ഞൂടാ. കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ആദ്യമായിട്ട് ദേശം വിട്ടു വരുന്നത്, പട്ടിണിയും പരുവട്ടവും അങ്ങനെയൊക്കെ ആയി വരുന്ന ആ അവസ്ഥകള് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അങ്ങനെ ഞാൻ ഈ അഴി പിടിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നപ്പോ ഒരു സ്ത്രീയെ വീണ്ടും കൊണ്ടുവന്ന് കയറ്റുന്നു, ജയിലിലോട്ട് കൊണ്ടുവന്ന് കയറ്റുക. അപ്പൊ അവര് നല്ല ടിട്ടോപ്പില് നല്ല തന്റെയോടായിട്ട് ഒരു സ്ത്രീ കയറി വരുന്നു. തലയിൽ ഇങ്ങനെ അത് തുണിയൊക്കെ ഇട്ട് നല്ല വെച്ചിട്ട് നല്ലൊരു സ്ത്രീ കയറി വരുന്നു. അപ്പൊ അവരെ അതുപോലെ തന്നെ കൊണ്ടുവന്ന് കേട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞോട് നിന്നപ്പോ എന്നോട് ചോദിച്ച മലയാളത്തിൽ എന്നോട് ചോദിച്ചാൽ എന്തിനാ കരയുന്നതാണ്. മലയാളി എന്ന് കേട്ടപ്പോ എനിക്കൊരു ആശ്വാസമായി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്തിനാന്ന് അറിയില്ല, എന്നെ ഇവിടെ ജയിലിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു കരയണ്ട, ഇത് ഇവിടെ ജയിലിൽ നമ്മളെ കൊണ്ട് അടയ്ക്കാൻ ഇട്ടിരിക്കുന്നതല്ല, നമ്മുടെ ഖഫീൽ വരാത്തത് കൊണ്ടാണ്, അവരെ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല, അവർ വരാത്തത് കൊണ്ടാണ്. അവർ വരുമ്പം അവര് ഇപ്പൊ പോലീസ് അന്വേഷിക്കും, അവരെവിടെയാന്ന് വെച്ചാൽ അവർ അഡ്രസ് തേടി പിടിച്ച് അവരിപ്പോ അന്വേഷിച്ച് കൊണ്ടുവന്നിട്ട് അവരെ കൂട്ടത്തിൽ വിടുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ എന്നിട്ട് എനിക്ക് സമാധാനം വരുന്നില്ല. ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ രാത്രിയായി, ഒരു പകലും കഴിഞ്ഞിട്ട് രാത്രിയായി. അപ്പൊ എന്നിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞ് അവർ ഈ അഴിയുടെ അടിയിൽ കൂടി ഓരോരുത്തർക്കും ഭക്ഷണമൊക്കെ കൊണ്ടു തരും. പക്ഷെ എനിക്കിതൊന്നും കഴിക്കാൻ
തോന്നുന്നില്ല. അപ്പൊ അവരൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നു. അവരെന്നോട് പറഞ്ഞ്, ഞാൻ എന്റെ അള്ളാഹിനോട് ഒതു കൊടുക്കാം, നിന്നെ ഇവിടുന്ന് നിന്റെ കഫീൽ ഒന്ന് കൊണ്ടുപോയതിനു ശേഷം എന്നെ കൊണ്ടുപോകാവോ, അപ്പൊ അതൊരു നിനക്കൊരു ആശ്വാസമാവുമല്ലോ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞു. എന്നെ സമാധാനപ്പെടുത്തി. അവിടുന്ന് ഞാനൊരു സംരക്ഷണം അനുഭവിക്കുന്നുണ്ടായിരുന്നു. കുവൈറ്റിൽ വന്നിറങ്ങി ആ ജയിലിൽ നിന്ന് എനിക്കൊരു സംരക്ഷണ വലയം എനിക്ക് തന്നു. സ്തോത്രം സ്തോത്ര 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 ജിബാര ബഷര ബരവ സ്തോത്ര സ്തോത്രം. ഞാനത് ഇപ്പോഴും ഞാനത് ഓർക്കും. അങ്ങനെ മൂന്നാമത്തെ രാത്രിയില് പോലീസ് വന്നിട്ട് എന്റെ പാസ്പോർട്ട് കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഈ പടമുള്ളവർ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോഴത്തേനും ഇവരെന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി അവരുടെ ദൈവത്തിന് ഒരു നന്ദിയും പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ടുപോകണം, അപ്പൊ നിനക്കൊരു ആശ്വാസമാകുമല്ലോ, ഞാൻ പോവുകയാണെങ്കിൽ പിന്നെയും നീ ഇവിടെ നിന്ന് കരയുമല്ലോ. സ്തോത്രം. അപ്പൊ അങ്ങനെ എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഞാൻ കോച്ചിയുടെ വീട്ടിൽ വന്നു. കോച്ചിയുടെ വീട്ടിൽ വന്നു പറഞ്ഞിട്ട് ഒരു ഭാഷ അറിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാവയെ പോലെ അവിടെ കയറി ചെന്നു. ചെന്നപ്പോഴത്തേനെ അവർ കുളിക്കാനൊക്കെ തന്നു. അവിടെ എത്തി. അപ്പൊ മെഡിക്കലിനൊക്കെ പോകണം. അപ്പൊ അവിടെ ചെന്ന് കയറിയപ്പോ തന്നെ ഓരോരുത്തർ അവർക്ക് പറഞ്ഞു തന്ന്, ആ വീട് കൊള്ളത്തില്ല, ഈ വീട്ടിലൊരു മനുഷ്യൻ നിൽക്കത്തില്ല, അതുകൊണ്ട് അവിടെ ഒരു ഫിലിപ്പിനി പെണ്ണുണ്ട്, ആ പെണ്ണിവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരാളെ എടുത്തതാണ് അടുത്തേക്ക്. അപ്പൊ ഇതും കൂടെ ഈ പേടിയും കൂടെ വന്നു. അപ്പൊ എന്നെ മെഡിക്കലിന് കൊണ്ടുപോകണം. 3 പ്രാവശ്യം മെഡിക്കലിന് കൊണ്ടുപോയിട്ട് എനിക്ക് മെഡിക്കൽ ശരിയാവില്ല, എന്റെ മെഡിക്കൽ ഫിറ്റ് ആവുന്നില്ല. അപ്പൊ എനിക്ക് എന്തോ രോഗം, എനിക്കെന്തോ നെഞ്ചുവേദന, എനിക്കറിയില്ല, എനിക്ക് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. മെഡിക്കലിന് പോകുമ്പോഴൊക്കെ മെഡിക്കൽ ശരിയാവത്തില്ല. അപ്പൊ ഇങ്ങനെ എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം ഒരു മലയാളി ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ ഒരു നഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചുകൊണ്ടുവന്ന് റൂമിലോട്ട് കയറ്റിയിട്ട് പറഞ്ഞു, എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് ഒരു അസുഖവും ഇല്ല, പക്ഷെ എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. സ്തോത്രം. അപ്പൊ കൊണ്ടുവന്നിട്ട് എന്നോട് എന്റെ വീട്ടിലെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല, നിങ്ങൾ ചുമ്മാ അതിങ്ങനെ പറഞ്ഞു നിലയ്ക്കുന്നതാണ്, നിങ്ങൾക്ക് പ്രയാസമാണ്, നിങ്ങളുടെ ബോഡി നല്ല ആരോഗ്യമുള്ള ബോഡിയാണ്, ഒരു അസുഖവും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ബലപ്പെടുത്തി. അങ്ങനെ എന്റെ മെഡിക്കലൊക്കെ ഫിറ്റായി. ഞാൻ ആ വീട്ടില് ഒരാളെ നിൽക്കൂല എന്ന് പറഞ്ഞ വീട്ടില് ഞാൻ അവിടെ നിൽക്കുക. അപ്പൊ വീട്ടിനകത്ത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പുറത്തൊന്നും ഇറങ്ങാക്കത്തില്ല, ജയില് പോലെ. അവരെവിടെയെങ്കിലും പുറത്ത് പോകാൻ തന്നെ ജനലിന്റെ കർട്ടൻ പോലും പിടിച്ചിങ്ങനെ മാറ്റി അടച്ചിട്ടിട്ടേ പോകത്തുള്ളൂ. ഒന്ന് മാറിക്കിടന്ന് വരുമ്പോഴേ ആ മനുഷ്യനോട് ചോദിക്കും, ഇതാരും മാറ്റിയെന്ന് ചോദിക്കും. അങ്ങനെ വീടിനകത്തൊരു ജയിലിൽ നമ്മൾ കിടക്കുന്നത് പോലെ 4.5 വർഷം ഞാൻ ആ വീട്ടിൽ നിന്നു. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യത്തെ ശമ്പളം 27 ദിനാറാണ്. ഈ 27 ദിനാർ എനിക്ക് ലെറ്റർ എഴുതാൻ, എനിക്ക് 2ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു. എനിക്ക് ലെറ്റർ ഒന്നും അങ്ങനെ എഴുതാൻ അറിയില്ല, അങ്ങനെ വായിക്കാൻ എനിക്ക് അറിയില്ല. അപ്പൊ അവിടെ ഒരു ഡ്രൈവറെ കൊണ്ടുവരും, മാസത്തിൽ ഒരിക്കൽ കൊണ്ടുവരും, ലെറ്റർ എഴുതി ഞാൻ പറയും, പുള്ളി എഴുതും. ആരെങ്കിലും കൊണ്ട് ആ പുള്ളി എന്നെ വീട്ടിൽ നിന്ന് വരുന്ന ലെറ്റർ വായിക്കും. മാസത്തില 2 മാസം കൂടുമ്പോഴേക്കായിരിക്കും ലെറ്റർ വരുന്നത്. കുഞ്ഞുങ്ങളെ ഓർത്തൊക്കെ ആദ്യം കയറിയിട്ട് ഇങ്ങനെ കിട്ടുന്നത് 27 ദിനാർ. ഇത് ഞാൻ അമ്മയ്ക്ക് ഈ ഡ്രൈവറെ കൊടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ അമ്മ അത് പറയും, മക്കളെ ഇത് പലിശ കൊടുക്കാൻ പോലും തികയത്തില്ല, എന്റെ കുഞ്ഞുങ്ങള് അത് പട്ടിണിയാണ്, സഹോദരങ്ങളെ വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ 4.5 വർഷം, ഒരു 2 വർഷം കഴിയുമ്പോൾ പിന്നെ ഒരു 30 ദിനാറാക്കി, പിന്നെ 40 ആക്കി. അങ്ങനെ 4.5 വർഷമായിട്ട് ഒരു നാട്ടിൽ വിടൂല. ഈ 4 വർഷം ഞാൻ ഇവിടെ നിൽക്കുക, ആ വീട്ടിൽ നിൽക്കുക. ആ വീട്ടിൽ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നോട് ആ മാമയ്ക്ക് നല്ല സ്നേഹമാണ്. എന്നെ പോലെ ചെറുപ്പക്കാരിയായിരുന്നു. എനിക്ക് അതിനകത്ത് വളരെ സ്വാതന്ത്ര്യം. ആഹാരത്തിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. അവർ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെ അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകും, അവരെ അടുത്തിരുത്തും, വേറൊരാളോട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ എന്റെ സ്വഭാവം എല്ലാം മാറിയല്ലോ, മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്താ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിലക്കാരിയെ പോലെ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന, അവരുടെ കയ്യിൽ ഒതുങ്ങിയ വിശ്വസ്തതയുള്ള ഒരു വേലക്കാരിയുടെ അവർക്ക് അതിനെ എന്നെ വിട്ടുകളയാൻ അവർക്ക് മനസ്സ് തോന്നില്ല. അങ്ങനെ ഈ പെരുന്നാളൊക്കെ വരുമ്പം 4.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കയറി. ഇനി എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ മനുഷ്യനെ വിടത്തൂല്ല. ടിക്കറ്റ് തന്നെ എന്നെ വിട്ടില്ലെങ്കിൽ നാട്ടിൽ കയറാൻ പറ്റത്തില്ല, ഈ മനുഷ്യൻ വിടത്തില്ല. അങ്ങനെ ഒരു റംദാൻ സമയത്ത്, ഇവിടെ പെരുന്നാൾ സമയത്ത് ഞാൻ നല്ലതായിട്ട് ഫുഡൊക്കെ വെക്കും. അപ്പൊ ഇവർ പറഞ്ഞു തരുന്നൊക്കെ ഞാൻ ജോലിയൊക്കെ ആത്മാർത്ഥത്തോടെ ചെയ്യും, ഫുഡൊക്കെ ആത്മാർത്ഥത്തോടെ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് അവർ നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം അത് കേൾക്കുമ്പോൾ. പിന്നെ എത്ര നമുക്ക് അത് ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ വരും, വന്നിട്ട് എന്റെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നെ നല്ലതാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും, അതുപോലെ എല്ലാവർക്കും യൂണിഫോം എനിക്ക് ഇവിടെ യൂണിഫോം ഇട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും തലയിൽ തുണി ഇടണമായിരുന്നു, എനിക്ക് തലയിൽ തുണിയൊന്നും ഇടണ്ട. എനിക്ക് അവർ നിൽക്കുന്ന പോലെ നല്ല രീതിയിൽ. അപ്പൊ ഇവിടുന്ന് ഞാൻ പോയി കൊട്ടി അങ്ങനെ വല്ലാണ്ട് അവസ്ഥയിൽ പോയതാണ്. അവിടെ ചെന്ന് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മളെ ശരീരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറും.
അപ്പൊ ഈ അവിടെ വരുന്നവരൊക്കെ ഇപ്പൊ ചോദിക്കും ഇത് മാമയാണോ ഇത് വേലക്കാരിയാണോ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ എന്നെ അത്ര നല്ല സ്നേഹമായിരുന്നു, അവർക്ക് നല്ല വിശ്വസ്തതയായിരുന്നു എന്നോട്. അങ്ങനെ ഞാനങ്ങനെ ഈ അങ്ങനെ ഈ റംസാൻ സമയത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കരയും. എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വെളിയിൽ വന്നിരുന്നു ഇങ്ങനെ ഉച്ചത്തിൽ അവർ കേൾക്കാൻ വേണ്ടി കരയും. അപ്പൊ ഒരു ദിവസം എന്റെ മാമയുടെ മേഡത്തിന്റെ അമ്മ വന്നിട്ട് ചെന്തില കരയെന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഈ ബാബ എന്നെ നാട്ടിൽ വിടുന്നില്ല, ഞാൻ വന്നിട്ട് ഇപ്പൊ 5 വർഷമാകുമ്പോൾ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കാണാം, ഇല്ല ഞാൻ മരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് ടിക്കറ്റ് എടുത്തു തരാം, ടിക്കറ്റിന്റെ പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് 255 KD, അന്നത്തെ പൈസ എന്നാലും ചോദിക്കേ, 255 KD എനിക്ക് അവര് തന്നിട്ട് പിന്നെ ആ അമ്മ എനിക്ക് തന്നിട്ട് പറഞ്ഞു നീ പോയി ടിക്കറ്റ് എടുക്കുക. അപ്പൊ അവിടെ സ്ഥലത്തൊരു ഒരു ട്രാവൽസ് ഉണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കുന്ന. അപ്പൊ അവിടുത്തെ ഇളയ കുഞ്ഞിനെ കൂടെ പറഞ്ഞു വിട്ട് ഞാനാണ് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. ആദ്യം ടിക്കറ്റ് 255 KD എനിക്ക് തന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെയും തിരിച്ച് പിന്നെ 2 മാസം നാട്ടിൽ നിന്നിട്ട് തിരിച്ച് ആ വീട്ടിൽ തന്നെ വീണ്ടും വന്നപ്പോഴത്തേന് എനിക്ക് ശമ്പളം കൂട്ടി തന്നു, 50 KD ആക്കി. അപ്പോഴത്തേന് ഞാനിങ്ങനെ നല്ലതായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞു, അവിടെ ബന്ധുക്കളൊക്കെ വന്നിട്ട് പറയും ഈ നിന്റെ ഇന്ത്യക്കാരി ഈ വേലക്കാരി നല്ലതാണല്ലോ, അവിടെ സൗകര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ മുഖാന്തരമായി എന്റെ നേരെ മുത്ത ചേച്ചി ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ ചേച്ചിയെ ഞാൻ കൊണ്ടുവന്നു അവരുടെ ബന്ധുക്കളെ വീട്ടിലേക്ക്. എന്റെ ഒരു അനിയത്തിയെ ഞാൻ കൊണ്ടുവന്നു. അപ്പൊ ഇവർക്ക് 2 പേർക്കും ആ വീടും പൊരുത്തപ്പെട്ടില്ല, എവർക്കും അവിടെ പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നത് എന്റെ ഇവളെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാണ് അവരുടെ അപ്പൊ അവർ 2 പേർക്കും അവിടെ നിൽക്കാൻ പറ്റിയില്ല. അനിയത്തി ഇങ്ങ് പോയി നാട്ടിലേക്ക് 2 വർഷം എന്നിട്ട് തിരിച്ചു വന്നു. ചേച്ചി അവിടെ വേറെ വീട്ടിലേക്ക് പോയി. പിന്നെ 7.5 വർഷം ഞാൻ ആ വീട്ടിൽ നിന്നു. അപ്പൊ ചേച്ചി ഇവിടെ പുറത്തുണ്ടല്ലോ, അപ്പം ഞാൻ ചേച്ചി ഇങ്ങനെ പുറത്ത് ഉണ്ടെന്ന് പറയുമ്പോ നമ്മളിലെ ജയിലിൽ കിടക്കുന്നില്ലേ അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ ചേച്ചി പുറത്ത് വന്നപ്പോഴത്തേന് എനിക്ക് ആഗ്രഹം ഇനി പുറത്ത് വരണം. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു എനിക്കും ചേച്ചി പുറത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ബാബയോട് എനിക്ക് റിലീസ് പുള്ളി തരത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നാട്ടിൽ കയറിപ്പോ ഞാൻ റിലീസ് തരത്തില്ല. അപ്പം അങ്ങനെ ഒരു വേലക്കാരി അവർക്ക് കിട്ടത്തില്ല, അവർക്ക് അത്രയ്ക്ക് പുള്ളിക്കാരനും ഒരു തരത്തില്ല. അപ്പൊ ഞാൻ ഈ മാമയുടെ ചെന്ന് കാല് പിടിക്കുന്നത് ഞാൻ പറഞ്ഞു, അമ്മ നിന്റെ വീട്ടിൽ ഇത്രയും വർഷം ഞാൻ നല്ലതായിട്ട് നിന്നില്ലേ, ഇനി എനിക്ക് റിലീസ് തരാൻ ബാബയോട് പറയാൻ ഞാൻ പിന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിക്കാരൻ അപ്പൊ അവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി, പുള്ളിക്കാരി എന്നിട്ട് ബാബയോട് പറഞ്ഞു അവൾ ഇത്രയും നാൾ നമ്മളോട് നന്നായിട്ട് നിന്നില്ലേ, ഇനി അവർക്ക് റിലീസ് കൊടുത്തേരെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ പുള്ളി ഒരാൾക്കും കൊടുക്കാത്തൊരു മനുഷ്യനാണ്. റിലീസ് തന്നു. എന്നെ അവിടെ നിന്ന് ആദരിച്ചു വിടുമെന്നോ കേട്ടിട്ടില്ലേ, വളയൊക്കെ ഇട്ട് ആദരിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. കൂറ്റി എന്നെ 2.25 പൗണ്ട് വള ഊരി എന്റെ കയ്യിലിട്ട് കുറെ കുഞ്ഞു മോതിരങ്ങൾ ഊരി എന്റെ വിരലിലിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നീ എന്റെ സഹോദരിയായിരുന്നു, സഹോദരി പോലെയാണ്, ഞാൻ വേലക്കാരിയായിട്ട് കണ്ടിട്ടില്ല, നീ എനിക്ക് എപ്പോഴും ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ വിസ ക്യാൻസൽ ചെയ്യുന്നില്ല, നീ പോയി പുറത്ത് പോകുന്നത് നല്ല സേഫ്റ്റി അല്ല, ഇവിടെ നിനക്ക് ഇവിടെ ഇത്രയും നാൾ സുരക്ഷിത ഉണ്ടായിരുന്നു, അകത്ത് പുറത്തു പോകുന്നത് അത്ര സേഫ്റ്റി അല്ല, അതുകൊണ്ട് നീ പോയിട്ട് എന്റെ വീട് പോലെ ആയിരിക്കത്തില്ല വേറൊരു വീട്, അപ്പൊ നീ ഇപ്പൊ പോയിട്ട് വേറെ നല്ലൊരു വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മാറ്റിത്തരാം. അപ്പൊ അത്രയും സേഫ്റ്റിയോട് കൂടി ഞാൻ പുറത്തേക്ക് വന്നു. അപ്പൊ എന്റെ ചേച്ചി ഇവിടെ ഉണ്ട്, അവള് വിസയില്ലാതെ നിൽക്കുകയാണ്, പുതുമ പോന്ന് കയറിപ്പാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പൊ പുറത്ത് വന്നപ്പോഴത്തേന് ഞാൻ ആദ്യം പോണത് ഒരു ചോക്ലേറ്റ് കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടെ ചെന്നപ്പോ അവിടെ ഒരു വിശ്വസ്തത, അവിടെ എന്നെ ഇഷ്ടപ്പെട്ടപ്പോഴത്തേന് അവര് പറഞ്ഞു അവർ വിസ തരാന്ന് പറഞ്ഞു, ഒരു കമ്പനിയിലേക്ക് ഒരു വിസ തരാം, ബഹ്റൈനിൽ പോയിട്ട് ആ വിസ ചേഞ്ച് ആക്കി ഇവിടെ വരണം. അപ്പം ഞാൻ 2 പ്രാവശ്യം ഞാൻ സമ്മതിച്ചിട്ട് ആ വിസയ്ക്ക് പോകാൻ സമയമാകുമ്പോൾ ഞാൻ പറ്റത്തില്ല എന്ന് പറയും, എനിക്കെന്തോ തോന്നാൻ വേണ്ടാന്ന് പറയും. അപ്പൊ 2 പ്രാവശ്യം അങ്ങനെ ആയി. പിന്നെ 3ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേന് അവർ എന്റെ പൈസ കട്ട് ചെയ്തു, ഞാൻ അവർക്ക് പൈസ ചെലവുണ്ട് സ്റ്റാമ്പിങ് എടുക്കാം. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ സീ പാലസില് കുവൈറ്റിലെ രാജാവ് ഇരിക്കുന്ന മന്ത്രിസഭയില്, അത് രാജാവ് ഇരുന്ന് മന്ത്രിസഭ കൂടുന്ന കോട്ടുണ്ടല്ലോ, അതിനകത്ത് ജോലിക്ക് പോയി. പോലീസ് കാമ്പടിയോടുകൂടി നമ്മൾ അതിനകത്തോട്ട് കയറ്റുന്നത്, ഇവിടുത്തെ യൂണിഫോം ഒക്കെ ഇട്ട് സ്തോത്രം പോലീസ് തോക്കുമായിട്ടാണ് നമ്മളെ ആ ഇതിനകത്ത് കയറ്റുന്നത്, ആ ഹോളിനകത്ത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ, ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട്. അവര് ആ ചിറ്റികളൊക്കെ സ്വർണത്തിന്റെ പടിയുള്ള ചിറ്റിയല്, അവര് പോണ ബാത്റൂം, കാലൊക്കെ വെക്കുന്ന ആ സ്റ്റെപ്പൊക്കെ സ്വർണ്ണ കളറിലുള്ള ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു. സ്തോത്രം. തോക്കും കൊണ്ട് ആൾക്കാർ നമ്മളെ അവിടെ നിൽക്കും, പോലീസ് നമ്മളവിടെ ക്ലീൻ ചെയ്യുമ്പോഴത്തേന്. ക്ലീൻ ചെയ്യാനൊന്നുമില്ല, വെറുതെ ഒന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കാൻ. അവിടെ പോയി ഒരു 6 മാസം അവിടെ ജോലി ചെയ്തു. അപ്പൊ ശമ്പളം കുറവാണ്, 60 ദിനാറേ തരത്തുള്ളൂ.
എനിക്കതുകൊണ്ട് പറ്റത്തില്ല. അപ്പം അവിടെ കുറെ നാൾ നിന്നാ അവർ വിസ അടിച്ചു തരും. അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്തോത്രം ഇവിടെ ഒരു മലയാളി അബ്ബാസിയിൽ വന്ന് ഒരു മലയാളി വീട്ടിൽ ജോലിക്ക് കയറി. ഒരു ആദ്യമായിട്ട് മലയാളി വീട്ടിലേക്ക് ജോലിക്ക് വരുന്നതാണ്. അവിടെ വന്നപ്പോ അവിടെ വന്ന് ഒരു കൊച്ചുണ്ട്. അപ്പൊ ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ക്രിസ്ത്യാനി കുടുംബത്തിലേക്ക് ഞാൻ ചെന്ന് കയറുന്നതാണ്. സ്തോത്രം. അപ്പൊ ഈ സാക്ഷി എപ്പോഴെങ്കിലും കേട്ടാൽ അവർക്ക് മനസ്സിലാവും. സ്തോത്രം. കയറി ചെല്ലുന്നിടത്ത് ദൈവത്തിന്റെ ഒരു കൃപയാ. എല്ലാവർക്കും ഒരു പ്രീതി തോന്നാൻ തക്കണ ഒരു ദയുള്ള ഒരു ആത്മാവിന്റെ ഉള്ളിൽ ദൈവം തന്നു. അല്ലെങ്കിൽ എന്നൊരു ദയ പോലെ കാണാൻ തക്കണം അവരുടെ ഹൃദയത്തിൽ ദൈവം തോന്നിച്ചു. ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ ചെന്നു. അപ്പൊ നോക്കുമ്പോണ്ട് അവര് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ എടുത്തുകൊണ്ട് പോകണു. ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. ബൈബിളാണെന്ന് എനിക്കറിയില്ല. ഒരു ബുക്ക് എടുത്തുകൊണ്ട് പോകണു. സ്തോത്രം. എന്ന് റൂം അടച്ചിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ജൂലി എന്തോ ഈ പ്രാർത്ഥിക്കുന്നേ, എന്തോ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടാ. അപ്പൊ മിക്ക ദിവസങ്ങളിലും പുള്ളിക്കാരി ഭക്ഷണം കഴിക്കത്തില്ല. എനിക്ക് വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഉപവാസമാണെന്ന് പറയും. അപ്പൊ അവിടെ ഒരു വിഗ്രഹം കാണുന്നില്ല, ഒന്നുമില്ല. അവര് പോയി കട്ടിന്റെ അടിവശത്ത് പോയി ഇങ്ങനെ മുട്ടുമേ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരുന്നതാക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ ജൂലി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പൊ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വിവരങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചു എന്താണെന്നൊക്കെ. അപ്പൊ അവരങ്ങനെ രക്ഷയെ പറ്റിയോ മറ്റൊന്നും എന്നോട് പറഞ്ഞില്ല. അവര് മർത്തോമക്കാരായിരുന്നു. ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, ആന്റിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ബൈബിൾ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബൈബിൾ മേടിച്ചു തന്നു. സ്തോത്രം. എനിക്കൊരു ബൈബിൾ മേടിച്ചു തന്ന്. അപ്പൊ ഇതിനു മുമ്പ് എന്റെ മോന്, എനിക്ക് 2 ആമക്കളെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്റെ കുടുംബം മൊത്തം മദ്യപാനത്തിന്റെ കുടുംബമാണ്. മദ്യപാനത്തിന് എല്ലാവരും ആവാസന്മാരോ വഴക്കാളിയോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ മദ്യം എന്ന് പറയുമ്പോൾ അവർക്കതൊരു ഒരു ഫാഷനാണ്. അത് അവർക്കില്ലാത്തവര് മദ്യം കുടിക്കാത്തവര് ആണത്വം ഇല്ലാത്തവന്മാരാണ് അവര്, അല്ലെങ്കിൽ കഴിവില്ലാത്തവരാണ് അവർ. ഈ കട്ടിൽ കുടിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആണത്വം, അവരെ ഉള്ളു ശബരിയുള്ളവര്, അവരെ ഉള്ളു ആണുങ്ങൾ എന്നുള്ള ചിന്തയിലാണ് ഉള്ളത്. അപ്പൊ ഞങ്ങളുടെ കുടുംബം, ഞാൻ പറയാം, എന്റെ അപ്പന് മദ്യപാനിയാരെന്ന് പറഞ്ഞല്ലോ. സ്തോത്രം. അപ്പൊ എന്റെ ചേട്ടന്മാര്, എന്റെ അനിയൻ, ഞാൻ എല്ലാരും അവിടെ അതൊരു പാവമോ അല്ലെങ്കിൽ ഒരു തെറ്റോ ഇതായിട്ടൊന്നും അവർക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ എന്റെ മക്കളെ ഇട്ടിട്ട് വന്നു. എന്റെ സഹോദരങ്ങളുടെ വീട്ടിലാണല്ലോ അവർ നിൽക്കുന്നത്. എന്റെ അമ്മയാണ് നോക്കുന്നത്. അപ്പൊ എന്റെ മൂത്ത മോൻ മദ്യപാനിയായി. അവന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ശരിക്കും ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സിസ്റ്ററെ. കാരണം എനിക്ക് കിട്ടുന്ന പൈസയൊന്നും എനിക്ക് കൊടുക്കാൻ, ഞാൻ ആദ്യം പറയാൻ മറന്നുപോയത്, അങ്ങനെ ഈ കിട്ടുന്ന പൈസ അമ്മ കൊണ്ടുവന്ന് പലിശ കൊടുക്കാനേ ഉള്ളൂ. സ്തോത്രം. ഇവർക്ക് നല്ലൊരു വസ്ത്രം കൊടുക്കാനോ അവർക്ക് ആഹാരം കൊടുക്കാനോ ഒന്നും പറ്റില്ല. സഹോദരങ്ങളുടെ വീട്ടിൽ കിടക്കും. ഈ മദ്യപിക്കുന്നവരുടെ വീട്ടിന്റെ അവസ്ഥ അറിയാമല്ലോ. അവർ വീട്ടിൽ വെളിയിൽ വഴക്കില്ലെങ്കിലും വീട്ടിനകത്ത് പ്രശ്നങ്ങൾ കാണും. വീട്ടിനകത്ത് ഭാര്യ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് സ്വൈര്യത ഉണ്ടാവില്ല. അവർ കിടക്കുന്നത് വെളിയിൽ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും പോയി കിടക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് പോണ സമയത്ത്, അന്ന് ആ ഫസ്റ്റ് ഞാൻ അവിടുന്ന് പോണ സമയത്ത് എന്റെ കയ്യിൽ ഇച്ചിരി കുവൈറ്റ് വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു 4.5 വർഷം നിന്നിട്ട് പോയെന്ന് പറഞ്ഞ സമയത്ത്, ഈ 4.5 വർഷം എന്ന് പറയുമ്പോൾ ഒരു 3 വർഷം വരെ എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. അപ്പൊ അവിടെ ഒരു മലയാളി ഫാമിലി ഒരു കട നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ പിന്നെ സ്തോത്രം സബാനാസർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരോടെ താമസിക്കുമ്പോൾ ഞാൻ അവിടെ കൊച്ചുങ്ങളെയും കൊണ്ട് മുട്ടായി മേടിക്കാൻ കടയിൽ പോകുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും മലയാളി ആയിരുന്നു. അപ്പൊ അവിടെയാണ് ലെറ്റർ വരുന്നത്. പിന്നെ അവിടെയാണ് ലെറ്റർ വരുന്നത്. അപ്പൊ അവരാണ് ഇത് പൊട്ടിച്ച് വായിക്കുന്നത്. അപ്പൊ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ എന്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതും, മക്കളെ അങ്ങനെ കൊച്ചുങ്ങൾക്ക് അങ്ങനെ ഇല്ല, ഡ്രസ് ഇല്ല, അവർക്ക് യൂണിഫോം ഇല്ല, കിട്ടുകൊണ്ട് അങ്ങനെ നടക്കുന്ന കീറിപ്പോയി ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ഉള്ളതും ഒക്കെ ഊറ്റി അങ്ങോട്ട് കൊടുക്കും, അയക്കും. അങ്ങനെ അപ്പൊ ഇവരെന്നോട് ചോദിച്ച്, ഇവരെ ലെറ്റർ വായിക്കുന്നത്, ഇവരെന്നോട് ശാന്ത, നിങ്ങൾ ഇങ്ങനെ ഈ പൈസ അയച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒന്ന് നീതി, എന്തിനാണ് നീ പോയിട്ട് വന്നത്, എന്തെങ്കിലും നിനക്കൊരു നീതി വേണ്ടേ, ഇനി മുതൽ നീ ഇങ്ങനെ പൈസ അയക്കണം, എന്തായാലും അവർക്ക് തികയത്തില്ല, ഇനി ആ പൈസ ഇനി കൊണ്ടുപോകാം, ഞങ്ങളുടെ കൊണ്ടുതാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു സഹായം അവിടെ ദൈവം ഒരുക്കി. ആ ഭാര്യയും ഭർത്താവും കൂടെ എന്റെ പൈസ മേടിച്ചിട്ട് അവരെനിക്കൊരു അക്കൗണ്ട് എടുത്തിട്ട് കുറച്ച് പൈസ അവര് എന്റെ അക്കൗണ്ടിലിട്ട് എന്റെ കുറച്ച് പൈസ വീട്ടിലേക്ക് അയച്ചു. പക്ഷെ കൊച്ചുങ്ങൾ പട്ടിണിയാണ്. കൊച്ചുങ്ങൾ എന്നെ അങ്ങ് മറന്നു. ഞങ്ങള് സഹോദരങ്ങൾ നല്ല സ്നേഹമാണ്. നമ്മൾ 5 സഹോദരങ്ങളും പണമില്ലെന്നേ ഉള്ളൂ, പക്ഷെ സഹോദര സ്നേഹമാണ്. പക്ഷെ നമ്മൾ കുറെ നാള് നമ്മളായിട്ടൊരു ബന്ധമൊന്നും ഇല്ലായിരിക്കുമ്പോഴത്തേന് അവർക്കും നമ്മളെ മറന്നൊരവസ്ഥയായിപ്പോയി. കുവൈറ്റിൽ വന്ന് കിടക്കുന്നു, എങ്ങനെ അവിടെ കിടക്കുന്നു, ഏത് വിധത്തിൽ കിടക്കുന്നു, ഇതൊന്നും അവരും അറിയുന്നില്ലല്ലോ. സ്തോത്രം. അവർ വിചാരിക്കും നമ്മളുടെ സുഖമായിട്ട് കഴിച്ച് നമുക്ക് ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ വന്നപ്പോ ഞാൻ ആ പൈസ 40,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് നാട്ടിൽ പോണ സമയത്ത് എന്റെ അക്കൗണ്ടില് ഇച്ചിരി സ്വർണ്ണം കാര്യത്തിലും കഴുത്തുണ്ടായിരുന്നു. അപ്പൊ ഞാനന്ന് ചെല്ലുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, ഈ കൊച്ചുങ്ങൾ ഭയങ്കര കഷ്ടതയാ, അവർക്ക് നീ എവിടെയെങ്കിലും ഒന്ന് സേഫ്റ്റി ആക്കിയിട്ട് പോ നിന്റെ എന്ന് പറഞ്ഞപ്പോ ഈ 40,000 ഞാൻ എന്ത് വസ്തു മേടിക്കുക, എന്തോ ചെയ്യാനാ. അപ്പൊ എന്റെ ഒരു ബന്ധു തന്നെ പറഞ്ഞ പാരിപ്പള്ളിയിൽ അവിടെ ഈ കോളനി പോലൊരു സ്ഥലമുണ്ട്. അങ്ങനെ
ഈ രാജീവ് ഗാന്ധി പദ്ധതി പ്രകാരം വെച്ചു കൊടുത്ത ഒരു കോളനി, അവിടെ ഈ പിന്നെ ഒരു മുറിയും ഒരു കുഞ്ഞടുക്കളയും ഒരു ബാത്റൂമായിട്ട് അത് അവിടെ ഒരാൾ കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്. അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് ഇവർ പൈസ കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്. അത് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ എന്റെ ഇരുന്ന ഈ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ഈ 40,000 45,000 50,000 രൂപ കൊടുത്ത് ആ ഒരു കോളനി അതൊന്ന് 2 സെന്റോ കൊണ്ടുണ്ടത് മേടിച്ചിട്ടാണ് ഞാൻ എന്റെ മക്കളെ അവിടെ ആക്കി, അമ്മയെ അവിടെ ആക്കി, ഭർത്താവ് കൊണ്ട് ഭർത്താവിനെ അവിടെ ആക്കിയിട്ട് വരുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ബൈബിള് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ബൈബിൾ അവർ മേടിച്ചു തന്നു. ആ ബൈബിൾ മേടിച്ചു തന്ന് അവിടെ കുറച്ച് ദിവസം ഇങ്ങനെ അപ്പൊ ഞാൻ ബൈബിൾ കൊണ്ടുവച്ച് വായിക്കും. ഒരിക്കലൊന്നും മനസ്സിലാവില്ല, പക്ഷെ ഞാൻ ആ ബൈബിൾ വായിക്കും. കൊണ്ടുവച്ച് ബൈബിൾ വായിക്കും. അങ്ങനെ കുറെ ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു സ്ഥലത്ത് പാർട്ട് ടൈമിന് പോയപ്പം അവിടെ തെന്നി വീണ് എന്റെ ഈ കാലിന്റെ മുട്ട് പൊട്ടിപ്പോയി. മുട്ടിന്റെ ചിരട്ട പൊട്ടിയിട്ട് ഞാൻ 3 മാസം ഞാൻ ഈ കാല് പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ തന്നെ കിടക്കേണ്ടി വന്നു. അപ്പൊ അവിടെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഒത്തിരി നടന്ന് ജോലിക്ക് പോകണം, എനിക്ക് ജോലിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ബൈബിളാണ് എന്റെ ആശ്രയം. ഈ ബൈബിൾ എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്ന, ഈ ബൈബിളിനകത്ത് ദൈവം ഉണ്ട്, ദൈവം ഈ ബൈബിളിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്റെ ഈ കാല് അങ്ങോട്ട് ഇങ്ങോട്ട് ചലിപ്പിക്കാനൊക്കത്തില്ല, നിൽക്കാനൊക്കത്തില്ല. ഈ മേള് തൊട്ട് താഴെ വരെ വലിയ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഒരു വടി എന്റെ കയ്യിലുണ്ട്. അപ്പൊ കൂടെ താമസിക്കുന്നവരൊക്കെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ മാത്രമേ അവിടെ കാണത്തുള്ളൂ. അപ്പൊ ഈ ബൈബിള് ഞാൻ എന്തോ ഈ കാലൊക്കെ ഇങ്ങനെ വേദന എടുക്കുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് ഈ മുട്ടിൽ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങ് ദൈവമാണെന്ന് പറയാൻ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഒരു ദൈവത്തിന്റെ ബന്ധം ഞാൻ പറയുന്നത്. എനിക്ക് രക്ഷ എന്താണെന്ന്, യേശുവിന്റെ മാർഗം എന്താണെന്നും എനിക്കറിയില്ല. അതിനകത്ത് ദൈവം ഇവർ പറഞ്ഞില്ലേ ദൈവം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, അല്ലാണ്ട് എനിക്ക് അതിന്റെ ഒരു വാക്യം പറയാനോ ഒന്നും എനിക്കറിയില്ല. ബൈബിള് വായിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നു, അത്ര തന്നെ. എനിക്ക് അക്ഷരം വായിക്കാൻ എനിക്ക് ദൈവം കൃപ തന്നു, പക്ഷെ ബൈബിള് വായിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് കാലിന്റെ പ്ലാസ്റ്ററൊക്കെ എടുത്ത് ഞാൻ പിന്നെ ഇവിടെ ജോലിയിലൊക്കെ ആയി. പക്ഷെ എനിക്ക് നാട്ടിൽ പൈസ അയക്കാൻ എനിക്ക് പൈസ ഇല്ല. അപ്പൊ ഇവിടെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് വിസ അടിക്കണം, റെന്റ് കൂലി കൊടുക്കണം, നമ്മുടെ ചെലവ്. അന്ന് കിട്ടുന്ന ആകെ 60 ദിനാറാണ് ഒരു വീട്ടിൽ ജോലിക്കായി കിട്ടുന്നത്. ഈ 60 ദിനാർ പലിശക്ക് എടുത്തായിരിക്കും വിസ അടിക്കുന്നത്. 30 ദിനാർ പലിശ കൊടുക്കും, 30 ദിനാർ റെന്റ് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ ഒരു പൈസയും നിവൃത്തിയില്ല. അന്നൊന്നും ഇതുപോലെ പാർട്ട് ടൈമും ഇല്ല, ഒന്നുമില്ല. ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടി ഞാനങ്ങ് പോയി. ഭ്രാന്തി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ മനസ്സ് എന്താ പറയാ, എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. മോൻ മദ്യപാനി അങ്ങനെ ആയി. സ്തോത്ര സഹോദരങ്ങളൊക്കെ അങ്ങനെ വിളിയും ഒന്നുമില്ല, അവരെന്നെ ഓർക്കുന്നില്ല. അത്രയും സ്നേഹത്തോടെ കഴിഞ്ഞ സഹോദരങ്ങള് അവര് ഓർക്കുന്നില്ല. ഞാൻ ഇവിടെ പോയിട്ട് വന്നിങ്ങനെ കിടക്കുന്നു. ഞാൻ ഈ റോഡേക്ക് നടന്നു വരുന്നത് ഇല്ല, സമതല തെറ്റി നമുക്കെല്ലാം അതെങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കുമെന്നറിയില്ല. എന്റെ മുന്നിൽ ഒരാൾ വന്നാൽ എനിക്ക് കാണാൻ എനിക്ക് തിരിച്ചറിയത്തില്ല. ആ ക്രമത്തിൽ നിരാശ കൊണ്ടാണ് ഞാൻ എന്തിനാ വന്ന 2 വർഷം നിന്നിട്ട് ഒരു 2 സെന്റ് സ്ഥലം മേടിച്ചിട്ട് ഞാൻ തിരിച്ചു പോകാൻ വന്നതാണ്. വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല, മക്കളില്ല, ഭർത്താവ് എന്റെ ഇടയിൽ വെച്ച് മരിച്ചുപോയി, മക്കളെ വിളിയില്ല, മക്കൾ ഇങ്ങോട്ട് വിളിയില്ല, അങ്ങനെ ഒരു ബന്ധമില്ല, എല്ലാം നഷ്ടപ്പെടുന്നത് ശൂന്യത എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എന്താ പറയാ, അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എന്റെ കൂടെ താമസിക്കുന്ന ഒരു സഹോദരി, കത്തോലിക്ക സഹോദരി, അപ്പൊ അവള് പള്ളിയിൽ പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നു. മാലിയ പള്ളിയിൽ പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോഴത്തേന് ഞാനും പറഞ്ഞു ഞാനും വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ അവർ ഈ കത്തോലിക്കക്കാരും മെഴുതിരിയൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കത്തിക്കുമല്ലോ മാതാവ് ഇരിക്കുന്നിടത്ത്. അപ്പൊ ആദ്യമായിട്ട് പോവുക. അപ്പൊ ഞാനും കുറെ മെഴുതിരിയൊക്കെ മേടിച്ച് അവരുടെ കൂട്ടത്തിൽ പോയി ആ മാതാവിന്റെ അടുത്ത് കൊണ്ടുവന്ന് മെഴുതിരിയെ കത്തിച്ച് മുട്ടുമേ നിന്ന് ഇങ്ങനെ കരഞ്ഞു, മക്കളെ ഓർത്ത് ഇങ്ങനെ കരയോ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയും. അപ്പൊ ആദ്യത്തെ ആഴ്ച അവര് വന്നു, പിറ്റേ ആഴ്ച 2 ആഴ്ച അവർ വന്നു പള്ളി. ഇപ്പൊ എനിക്കൊരു ആശ്വാസം അങ്ങനെ പോകുമ്പോ. എനിക്ക് നമ്മളെ ഭാരങ്ങളെ ഇറക്കി വെക്കാൻ കിട്ടുന്ന ഒരു അത്താണി പോലെ എനിക്കൊരാശ്വാസം. ഇവര് പിന്നെ വരൂല്ല. ആ സഹോദരിമാർ പോയിട്ടുണ്ട്, ഈ സാക്ഷ്യം കേട്ടവർക്ക് മനസ്സിലാവും. അവര് പിന്നെ വരൂല്ല. അപ്പൊ അവിടെയും ഉണ്ട് ഒരു മുസ്ലിം സഹോദരി, ഞങ്ങൾ താമസിക്കുന്നിടത്തോട് മുസ്ലിം സഹോദരി. അപ്പൊ ഈ കത്തോലിക്ക സഹോദരി 2 ആഴ്ച ഞങ്ങളുടെ കൂടെ വന്നിട്ട് പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം കിട്ടിയ കിടന്ന് ഉറങ്ങാനുള്ളതാണ്, അതുകൊണ്ട് നീ തന്നെ പൊയ്ക്കോന്ന് പറഞ്ഞു. ഒരാഴ്ച ഞാൻ തന്നെ പോയി. എനിക്ക് വഴി അറിഞ്ഞിടാ, എനിക്ക് ടെൻഷനായി, വത്സല ഡ്രൈവറോടെയൊക്കെ ചോദിച്ച് ആകെ പ്രശ്നമായി. അങ്ങനെ പിറ്റേ ആഴ്ച അപ്പൊ ഒരാഴ്ച ഞാൻ പോയപ്പോൾ ഈ കുർബാന കൊടുക്കുമല്ലോ, കുർബാന കൂടാതെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അകത്തോടെ ഞാൻ കയറി ചെന്നപ്പോ എല്ലാവരും വലിയ ചെന്ന് ഞാൻ നാക്ക് നീട്ടി കൊടുക്കുന്നു, പള്ളിയിലെ ചെന്ത വായിൽ വെച്ച് കൊടുക്കുന്നു. ഞാനും ചെന്ന് നാക്ക് കിട്ടിക്കൊണ്ട് ചെന്ന്. അപ്പൊ എന്റെ ഇവിടെ സിന്ദൂരമുണ്ട്, പൊട്ടുണ്ട്, കുറെ കാതിലുണ്ട്, മേക്കാതുണ്ട്, സ്വർണ്ണം അല്ലെങ്കിലും കുറെ വരവൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെതായ എല്ലാ മോഹങ്ങളും എന്നിലുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് ഇവിടെ പൊട്ടുമൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ നാക്ക് കിട്ടി. അപ്പൊ എന്നോട് ചോദിച്ച് മാമോദിസ മുങ്ങിയതാണോന്ന് ചോദിച്ചു. അപ്പൊ അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. എന്നാ മാറിയിരിക്കാൻ പറഞ്ഞു. പുള്ളി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മാറ്റി. അപ്പൊ ഞാൻ ഇറങ്ങുന്ന വാതിൽ ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ യേശുവിന്റെ ആളല്ലാഞ്ഞിട്ടാണല്ലോ എന്നെ അവര് തഴഞ്ഞു കിട്ടത്. എനിക്ക് കരച്ചില്ലോ, ഇവിടെ ഒന്ന് കരഞ്ഞു.
യേശുവിന്റെ സ്വന്തം അല്ലാത്തതുകൊണ്ടാണ് അവർ തഴഞ്ഞു വിട്ടതെന്ന് പറഞ്ഞു, എന്നെ തള്ളി മാറ്റിയത്. അങ്ങനെ അത് ഞാൻ എപ്പോഴും ഓർക്കും അത്. അങ്ങനെ ഞാൻ അപ്പൊ ഈ പിന്നെ 3-ാമത്തെ ആഴ്ച പോകാനായിട്ട് ഇവർ വിളിച്ചിട്ട് വരില്ല. അവിടെ വഴക്കായി, പെണ്ണുങ്ങൾ തങ്ങളിൽ വഴക്കായി. ഞങ്ങളെ കൊണ്ടുപോയതാണ് അബദ്ധമായത്, ഇപ്പൊ ഞങ്ങൾക്ക് സമാധാനം ഇല്ലതുണ്ട്. അപ്പം ആ മുസ്ലിം സഹോദരി എന്നോട് പറഞ്ഞു, നിനക്ക് യേശുവിനോടാണോ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ പറഞ്ഞു എനിക്ക് യേശുവിനോട് പ്രാർത്ഥിക്കണം. എന്നാണ് ഒരു കാര്യം, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം, ഒരു പ്രാവശ്യം വഴി കാണിക്കൂ, പിന്നെ ഞങ്ങളെ ശല്യം ചെയ്യരുത്, ആ ഒരു പ്രാവശ്യം വഴി കണ്ടുപിടിച്ചോണം, തന്നെ പൊയ്ക്കോണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ അബ്ബാസിക്കുള്ളിൽ അത് ഞാൻ കാണുകയാണ്. ഞാൻ അന്ന് മലയാളി വീട്ടിൽ പോകണമെങ്കിൽ അബ്ബാസിക്കുള്ളിലല്ല ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ അതുവഴി വേറെ ഈ അപ്പുറത്തോട്ടാ പോണത്. സ്തോത്രം. അബ്ബാസിക്കുള്ളിൽ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഈ മുസ്ലിം സഹോദരി പറഞ്ഞു, ഒരാഴ്ച ഞാൻ നിന്റെ കൂടെ വരും, ഞാൻ യേശുവിനെ വിളിക്കുന്നൊരിടത്ത് കൊണ്ടുപോകാം, അവിടെ പോയി നീ പിന്നെ തന്നെ പറ്റുവാണോ, ഞങ്ങളെ ഇവിടെ വഴക്കിടാനോ പിന്നെ വഴി കാണിച്ചു വരാനോ പറയല്ലോ. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് 10 പ്രാവശ്യം പോലെ വഴി അറിഞ്ഞൂടാ, ഈ പറയുന്ന 10 പ്രാവശ്യം പോലെ എനിക്ക് വഴി അറിഞ്ഞൂടാ. അപ്പൊ ഞാനെന്തോ സമ്മതിച്ചിട്ട് അന്ന് ഈ കത്തോലിക്ക സഹോദരിയും വന്നു, ഈ മുസ്ലിം സഹോദരി എന്റെ കൂടെ വന്നു. ഇമ്മാനുവേൽ സഭയില്, നമ്മുടെ ശമുവേൽ പാസ്റ്റർ സഭയില്, മിനിസ്ട്രി, സ്തോത്രം, ആ സഭയിൽ കൊണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു കയ്യടി കാണുന്നു, ആദ്യമായിട്ട് പ്രാർത്ഥന കാണുന്നു, ആദ്യമായിട്ടൊരു യേശുവിനെ ആരാധിക്കുന്ന കാണുന്നു. ആ പള്ളിയിൽ പോയി അങ്ങനെ കൊണ്ട് നമ്മൾ ഒന്നും അറിയുന്നില്ല, എന്താണ് പറയുന്നല്ലോ. ആ മെഴുകുതിരി കത്തിക്കുന്ന അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയില്ല. ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥങ്ങളൊന്നും എനിക്കൊന്നും അറിയില്ല, എന്താണെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോണ്ട് അവിടെ അന്ന് ഒരു വലിയ ഹാളിനകത്തുനിന്ന് കുറേ ജനം എന്ന് പറഞ്ഞാൽ വെളിയിൽ വരെ ജനം. ഇതെന്തോ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോണ്ട് ഭയങ്കര ആരാധന, ഭൂതങ്ങൾ അലറി വിളിക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്ന, രോഗികൾ സൗഖ്യമാകുന്ന, ഇങ്ങനെ ഭയങ്കര ആരാധന, പാട്ടന്യ ഭാഷ പറയുന്നത്, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുമല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് പാസ്റ്റർ ഇങ്ങനെ ശുശ്രൂഷയെ കഴിഞ്ഞിട്ട് പാസ്റ്റർ വന്ന് ഇരിക്കുമ്പം പിന്നെ തളർന്നു വന്നിരുന്നപ്പോ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പാസ്റ്ററിനൊന്നും അറിയില്ല, എന്തോന്ന് പറയാനും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മതം മാറണമെന്ന് പറഞ്ഞു, എനിക്ക് മതം മാറണം എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്നെ എനിക്ക് നോക്കിയിട്ട് പറഞ്ഞു, അന്ന് ഇതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് കുറി അല്ല പൊട്ടും ചിന്തൂരവും ഒക്കെ ഇട്ട് ലോകത്തിൻ്റെതായ എല്ലാ മുഖത്തിലും ആണ് ചെല്ലുന്നത്. അപ്പൊ ചെന്നിട്ട് അന്ന് എനിക്ക് 43 വയസ്സ്, 43 വയസ്സിന്റെ ഇടയിലുള്ളത്, സ്തോത്രം. അപ്പൊ ഞാൻ ഓടി ചെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മതം മാറണമെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മതം മാറലല്ല സഹോദരി, ഇതൊരു മനംമാറ്റത്തിന്റെ ഇതാണ്, ഇത് മതം മാറുന്നതല്ല ഇത്. അതുകൊണ്ട് സഹോദരി കാര്യം ഞാൻ നമ്പർ ഞാൻ തന്നിട്ട് പോകും, ഞങ്ങൾ വിളിക്കാന്ന് പറഞ്ഞു, സ്തോത്രം. അങ്ങനെ എന്റെ നമ്പർ അവിടെ കൊടുക്കുക, അവരുടെ നമ്പർ കൊടുത്ത് എന്റെ നമ്പർ കൊടുത്ത് പിറ്റേ ആഴ്ച അന്ന് തന്നെ ആ ദിവസം തന്നെ വൈകുന്നേരം ആയപ്പോണ്ട് ഞങ്ങളുടെ എന്റെ താമസിക്കുന്ന റൂമിൽ 2 പേര് വന്നു. ഒരു തോമസ് എന്ന് പറഞ്ഞ ഒരു ബ്രദറും ചർച്ചിലുള്ള ഒരു ആന്ധ്ര സഹോദരി, നമ്മുടെ യൂത്ത് സിസ്റ്റർ എന്ന് പറഞ്ഞ ആന്ധ്രയിലുള്ള നമ്മുടെ ചർച്ചിലെ ഇവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരുന്നു, പ്രഭാറാവ് പാസ്റ്റർ. ആ പാസ്റ്റർ വൈഫ് ആയിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ മേടുകളെല്ലാം കൂടെ ഒരുമിച്ചല്ലേ താമസിക്കുന്നത്. അപ്പൊ എല്ലാം 3-4 പേര് ഒരു റൂമിലൊക്കെ അല്ലേ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ കയറി വരുന്നത്, ഞാനിങ്ങനെ ഇവരെയും വിളിച്ച് അകത്തോട്ട് കയറ്റിയിട്ടില്ല. അവര് പുറൂർക്ക് തുടങ്ങി, വീട്ടിൽ വീണ്ടും നമുക്ക് കുഴപ്പമായി ഇവിടെ. ഞാൻ അവരെ വിളിച്ചിവിടെ കൊണ്ടുവന്നിരിക്കില്ല. അപ്പൊ ഞാൻ അവിടെ ഈ പള്ളിയിൽ പോയെങ്കിലും ഞാൻ ഒരു എന്താ പറയാ, ഒരു അമ്പലം പോലെയായിരുന്നു എന്റെ ആ റൂമിന്റെ ഭിത്തി. ഞാനുള്ള ദൈവങ്ങളുടെ പടം എല്ലാം വെച്ചിട്ടുണ്ട്, വിളക്കുണ്ട്, ഗുരുവായൂരപ്പന്റെ പടമുണ്ട്, മാതാവിന്റെ എന്താ പറയാ പിന്നെ രൂപമുണ്ട്. ഈ മാതാവിന്റെ രൂപത്തിന് പിന്നെ ഒരു കഥയുണ്ട്, സ്തോത്രം. എന്റെ മോന്റെ 17-ാമത്തെ വയസ്സില് അന്ന് എന്റെ ചേച്ചി, ഇടയ്ക്ക് ഞാൻ വിട്ടു പോകുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണം. 17-ാമത്തെ വയസ്സില് അവന് മഞ്ഞപ്പിത്തം, അവനെ ഞാൻ പറഞ്ഞില്ലേ മദ്യപാനിയായിരുന്നു, അവന് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് അവന്റെ കരളില് ബാധിച്ച് അവൻ മരിച്ചു എന്ന് പറഞ്ഞു. അവൻ മൂത്രം ഒഴിക്കുന്നതൊക്കെ ബ്ലഡ് ആയിരുന്നു. അവന് നല്ല വണ്ണമുള്ള കുഞ്ഞ്, അവൻ ശരീരത്തെ മൊത്തം അത് ബാധിച്ച് അവൻ ബ്ലഡാണ് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് വന്ന്, അന്ന് ഞാൻ പറഞ്ഞു എന്റെ നേരെ മുത്ത് ചേച്ചി ഇവിടെ ഉണ്ട്, അവള് പൊതുമാപ്പിന് കയറിപ്പായിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു പിന്നെ ഇത്രയും പെട്ടെന്ന് കയറുക, അവന് നിനക്ക് ജീവനോടെ കാണി കയറി വരാം. അപ്പൊ എനിക്ക് വിസ തീരാറായി, എന്റെ വിസയും തീരാറായി. എനിക്ക് വിസ അടിക്കാൻ കയറിയപ്പോ പിന്നെ എനിക്ക് പോയിട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ ചേച്ചിക്ക് അന്ന് പൊതുമാപ്പിട്ടിരിക്കുക, ചേച്ചിക്ക് പൊതുമാപ്പിന് കയറിയും പോകണം. അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അനീഷിന് കൂടുതലാണ്, അനീഷിന് എനിക്ക് ജീവനോടെ കാണാൻ കയറുക, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്. ഡോക്ടർ പറഞ്ഞു എന്ത് സംഭവിക്കും, പറഞ്ഞ് കയറുക, നിനക്ക് നിന്റെ കുഞ്ഞാണ് വലുത്, കയറുക എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന. ഇവിടെ ചേച്ചി പറഞ്ഞൊരു കാര്യം, ഞാൻ പോവുകയല്ലേ, ഞാൻ കയറി ചെന്ന് നോക്കട്ടെ, ചെന്നിട്ട് പിന്നെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നീ വരണ്ട, നീ വിസയൊക്കെ അടിച്ചിട്ട് വന്നാൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളിവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ട് ഇവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേണ്ട ശാന്തയെ, നമുക്ക് പൈസയൊന്നും വേണ്ട, നീ കയറുക, അവന് വളരെ സീരിയസ് ആണ്, അവന് നിന്നെ കാണണമെന്ന് പറയുന്നു പറഞ്ഞു. അങ്ങനെ അതിന്റെ ഇടയിൽ വെച്ച് ഞാൻ വിസ അടിച്ചു. അതൊക്കെ ഒരു അത്ഭുതകരമായിട്ട് ദൈവം ചെയ്തു. അപ്പൊ ഒരു മാതാവിന്റെ ഒരു ഇത്രയുള്ള ഒരു രൂപം, എന്നിട്ടൊരു വെഞ്ചരിച്ചൊരു പടവും ഒരാൾ എന്റെ തന്നിട്ട് പറഞ്ഞ്, ഇത് ഏതോ മടത്തിൽ നിന്നാണ് ബെഞ്ചരിച്ച് കിട്ടിയതാണ്, ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതും കൊണ്ട് നാട്ടിൽ പോയി.
ഇത് ഞാൻ ഇവിടെ മോന് അസുഖം എന്ന് പറഞ്ഞപ്പോ ഇതും കൊണ്ടാണ് ഞാൻ നാട്ടിൽ പോയത്. ഇതും കൊണ്ട് നാട്ടിൽ പോയിട്ട് ഇതിന്റെ മുമ്പിൽ ഇരുന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഒച്ചത്തി പ്രാർത്ഥിക്കും. അപ്പൊ ഈ കൊന്ത ചൊല്ലാനൊക്കെ എനിക്ക് അപ്പൊ ഒന്ന് പച്ചവെള്ളം പോലെ അറിയാം. മറ്റുള്ള ക്രിസ്ത്യാനികൾ പറയുന്നതിനെക്കാട്ടി കൊന്തയൊക്കെ ഇങ്ങോട്ട് അതിപ്പോൾ എനിക്കറിയില്ല കേട്ടാ. എല്ലാം മണിയാട്ടൊക്കെ പറയും. സ്തോത്രം. എന്നിട്ട് ഞാനത് അത് റോഡ് സൈഡാണ്, വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത് ആ സമയത്ത്. വണ്ടി ഇങ്ങനെ റോഡിന് മുറ്റത്ത് ബസ്സുകൾ ഇങ്ങനെ പോകും. അപ്പം ഞാനിങ്ങനെ ഉച്ചതിരുന്നിന് കൊന്ത ചൊല്ലുക, എന്നിട്ട് അത് വായിക്കുക. അപ്പൊ എന്റെ മക്കൾ ഇങ്ങനെ പേടിച്ചിട്ട് വന്നിട്ട് അമ്മ അത് പതുക്കെ വായിക്കമ്മ, പതുക്കെ ആൾക്കാരൊക്കെ ബസ്സിൽ നോക്കുന്നമ്മ. എനിക്കൊരു നാണമോ എനിക്കൊരു ഇതാ ഒന്നുമില്ല. എനിക്ക് ഒരു ആവേശം, എന്താ പറയുക, ഒരു ആവേശമാണ്. സ്തോത്രം. ഞാനിങ്ങനെ മുട്ടുമേ ഇരുന്ന് ദൈവത്തിനോട് യേശുവിനോട് പറയാം, യേശുവേ എന്റെ അവിടെ വേറെ വിഗ്രഹങ്ങളുണ്ട്, വേറെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ യേശുവിനോട് പറഞ്ഞാൽ യേശു പിടിവെക്കുമെന്ന് പറഞ്ഞില്ലേ. ഞാനിങ്ങനെ മുട്ടുമേ ഇതിന്റെ മുട്ട് കഴിച്ചാലും മടക്കൂല. ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നിലവിളിക്കും, എന്റെ യേശുവേ എന്റെ കുഞ്ഞിന് ജീവൻ കൊടുക്കണേ, ജീവൻ കൊടുക്കണേന്ന്. സ്തോത്രം. അവന് 2 വർഷം അവന് ബെഡിൽ നിന്ന് അവനെ അനക്കിക്കൂടാ. അവനെ മൂത്രം ഒഴിക്കുന്നത് പാത്രമോ കുപ്പിയോ കൊണ്ടുവച്ചിട്ട് ആണ് മൂത്രം എടുക്കുന്നത്. ആ കണക്കിന് അത്രയ്ക്ക് അവന് കൂടുതലായിപ്പോയി. ഞാൻ ഇവിടെ നാട്ടിൽ കയറി ചെന്നപ്പോ എല്ലാ ആഴ്ചയിലും അവനെ കൊണ്ട് ചെക്കപ്പ് ചെയ്യണം, കൊണ്ട് അവന്റെ ബ്ലഡും അവനെ മൊത്തം ഇതാക്കണം. കൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ വെടിയിരുന്ന് ഇങ്ങനെ യേശുവിനോട് പ്രാർത്ഥിക്കും, യേശുവേ എന്റെ മോനെ പിടിവിക്കണമേ, യേശുവേ എന്റെ മോനെ പിടിവിക്കണമേ. ഇതേ എനിക്ക് പറയാൻ അറിയാവൂ. സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ, 3-ാമത്തെ ആഴ്ച എന്നപ്പോ 2 വർഷം വരെയും ബെഡേ നനയിക്കൂടെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് എന്റെ മോന് ദൈവം സൗഖ്യം കൊടുത്തു. സ്തോത്രം. ദൈവത്തിന്റെ കരുതല്. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഒരുപാട് മുമ്പേ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നു. എന്റെ ദൈവം എന്നെ കണ്ടിരുന്നു. ആ 5 മക്കളില് നടുവത്തായി എന്നെ ദൈവം കണ്ടിരുന്നു. ഒരു കഴിവും ഇല്ലാതെ എല്ലാരെയും ബേക്കിൽ പോയി പമ്മി നിൽക്കുന്ന, ഒരു ഡ്രസ് എടുത്താലും 10 പേരുടെ ചോദിക്കുന്നത് കൊള്ളാമോ, ഇതെടുക്കട്ടെ. അങ്ങനെ ഒരു സ്വയം ഒരു എന്താ പറയാ, തീരുമാനമില്ലാത്തൊരു വ്യക്തി, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തി. യേശുവിനെ സ്വീകരിക്കാൻ എനിക്ക് ആരുടെ അനുവാദം ഞാൻ ചോദിച്ചില്ല. എന്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ മാർഗത്തിൽ വരെ ഒരു വ്യക്തിയോട് ഞാൻ അനുവാദം ചോദിച്ചില്ല. അതെനിക്ക് ദൈവത്തിന്റെ ഒരു വലിയ സംരക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. സ്തോത്രം. അപ്പൊ ഞാൻ വിട്ടു എന്ന് ഓർമ്മിച്ചോണം. അങ്ങനെ അങ്ങനെ ചെല്ലുന്ന സമയത്താണ് 2ാമത്തെ യുദ്ധം അവിടെ വരുന്നത്. 2ാമത്തെ യുദ്ധം വന്ന് എനിക്ക് 6 മാസം അവിടെ നിൽക്കേണ്ടി വന്നു. ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല. അപ്പൊ കൊണ്ടുപോയത് ഒക്കെ തീർന്ന് ഈ മോൻ എനിക്ക് ജോലിക്ക് പോയി 2 വർഷം ശരീരം അനങ്ങിക്കൂടാ എന്ന് പറഞ്ഞവൻ ആ പറഞ്ഞിടത്തുനിന്ന് എന്റെ ഈ അനീഷ് മോൻ എനിക്ക് ജോലി എടുത്ത് കൊണ്ടുവന്ന് തന്നു. സ്തോത്രം. അവൻ പോയിട്ട് ഈ 17-18 വയസ്സിൽ അവൻ പോയി ആശാരി പണിക്കാരുടെ കൂടെ പോയി കൈപ്പണിക്ക് കൂടെ പോയിട്ട് വൈകിട്ടാകുമ്പോൾ 100 രൂപ 200 രൂപ കൊണ്ടുവന്ന് എനിക്ക് തരുമായിരുന്നു. സ്തോത്രം. അപ്പൊ അവിടെ ഞാൻ എന്റെ ദൈവത്തിന്റെ സ്നേഹം കണ്ടു. സ്തോത്രം. അപ്പൊ അത് അവിടെ ദൈവം അവനെ വിടുവിച്ചു, അവന് സൗഖ്യം കൊടുത്തു. അപ്പൊ ഈ വിഗ്രഹങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ടേ, ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്. തിരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് വെച്ചില്ല, മറ്റേന്റെ കൂട്ടത്തിലെല്ലാം വെച്ചിട്ടുണ്ട്. സ്തോത്രം. മറ്റേന്റെ കൂട്ടത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്റെ വേർപാടും കാര്യങ്ങളൊന്നും അറിയില്ല. യേശുവിനെ വിളിക്കുന്നെങ്കിലും ഒരു വേർപാടും ഒന്നും അറിയില്ല. അപ്പൊ ഇവര് വന്ന് നോക്കിയപ്പോൾ ഭിത്തിയിൽ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന, പിന്നെ എന്റെ കൂട്ടത്തിൽ യേശുവിന്റെ പടവും ചെറിയൊരു പടമുണ്ട്, മാതാവിന്റെ വിഗ്രഹവും ഉണ്ട്, വലിയൊരു പടവും ഭിത്തിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഗുരുവായൂരപ്പന്റെ പടമുണ്ട്, പിന്നെ വിളക്കുണ്ട്, ചന്ദനത്തിരിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇവരൊന്നും ഇതെല്ലാം ഞാൻ നോക്കിയിട്ട് അടുത്തുകൊണ്ടിരുന്ന് ഇതൊക്കെ എന്താണ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ആദ്യമൊന്നും വചനം എന്നെ പഠിപ്പിക്കുന്ന എങ്ങനെ യേശുവിനെ രക്ഷയെ പറ്റി പറഞ്ഞു. ദൈവം പാപികളെ തേടി വന്ന രക്ഷയെ പറ്റി നമ്മളോട് യേശുവിന്റെ മാർഗം എന്താണെന്നും യേശു ആരാണെന്നും നമ്മൾ എങ്ങനെയാ യേശുവിനെ വിളിക്കേണ്ടതെന്നും യേശു എന്താണെന്നുള്ള മാർഗം എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധയോടെ കേൾക്കും ഞാനത്. ലുദിയുടെ ഹൃദയം വചനം പറഞ്ഞപ്പോ തുറന്നും പറഞ്ഞതുപോലെ ദൈവം എന്റെ ഹൃദയത്തെ തുറന്നു തരിക, എനിക്കിത് കേൾക്കാൻ തക്കണം, അനുസരിക്കാൻ തക്കണം. ഞാനിത് ഇങ്ങനെ ഹൃദയം തുറന്ന് കേൾക്കുവര് പറയുന്നത്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആകുമ്പോൾ ഈ ബ്രദറും ഈ സിസ്റ്ററും വേറൊരു സിസ്റ്ററും കൂടെ അവിടെ വന്ന് എന്നെ ഇങ്ങനെ വചനം പഠിപ്പിക്കുകയാണ് ജോലി. എന്നെ വചനം പഠിപ്പിക്കുക എന്താ, ശാന്ത യേശുവിനെ സ്വീകരിച്ച ശാന്ത നേരത്തെ ചെയ്തു കൊണ്ടുവരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല, ആ ദൈവത്തെ പിന്നെ വിളിക്കാൻ പാടില്ല, ശാന്ത സംസാരിച്ച വേണ്ടാത്ത സംസാരങ്ങളുണ്ട്, നോട്ടമുണ്ട്, നമ്മളെ ചിന്തിച്ച ചില പാപങ്ങളുണ്ട്, പ്രവർത്തിച്ച പാപങ്ങളുണ്ട്. ഇതെല്ലാം ഓരോന്നോരോന്ന് എനിക്ക് പറഞ്ഞു വരുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് അവര് പറയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വഴിയിലും പോയിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തരും. എന്നിട്ട് ശാന്തയ്ക്ക് എപ്പോഴാണ് ഈ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് കളയാൻ മനസ്സ് വരുമെന്ന് വെച്ചാൽ അപ്പോഴെന്നോട് പറയണം, ഞങ്ങളോട് പറഞ്ഞാൽ മതി, എടുത്ത് കളയാൻ ഇഷ്ടമല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ എടുത്ത് കളഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ മനസ്സിനകത്ത് അതെവിടെ ഇരിക്കട്ടെ, അത് സാരമില്ല. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത, അതെവിടെ അതിപ്പോ അവിടെ ഇരിക്കുന്നതിന് ഇപ്പൊ എന്താ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. ആ ഒരു അത്രയും ഇതൊന്നും എന്റെ ഉള്ളിൽ കയറിയില്ല. അപ്പൊ ഇവരിങ്ങനെ നിരന്തരം വന്നിരുന്നു. അപ്പൊ നമ്മുടെ ഈ സഭ എന്ന് പറയുമ്പോൾ ഈ മാനുസഭ
അന്ന് വലിയ സഭയായിരുന്നു കേട്ടോ, ഒത്തിരി ജനമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഓരോ ദിവസം വൈകുന്നേരം പ്രയർ ഉണ്ട്. വലിയ ഈ നഴ്സുമാർ പോണ വലിയ ബസ്സിനകത്ത് 2-3 വണ്ടിയൊക്കെ ഇവിടുന്ന് ബസ് ചെയ്യുന്ന സാൽമയിൽ ഓരോ വീടുകളിലൊക്കെ ഒത്തിരി ജനമായിരുന്നു. ശമൂവേൽ പാസ്റ്റർ സഭ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും നമുക്കൊരു മനസ്സിനകത്തൊരു വിഷമം തോന്നത്തില്ല. ഞാൻ എല്ലാം തകർന്ന അവസ്ഥയിലാണ് അവിടെ കയറി ചെല്ലുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളങ്ങ് മറന്നു. ഇവർക്ക് നല്ല സ്നേഹമുള്ള ഒരു കുടുംബത്തിലേക്ക് എന്നെ കൊണ്ടുചെന്നണക്കായി ചെന്ന്. അപ്പം ഭയങ്കര സ്നേഹമാണ് നമ്മുടെ ഈ സഭയിലുള്ള എല്ലാവർക്കും. ഒരു കരുതലാണ്. അത് പറയുമ്പോൾ തന്നെ എന്റെ മേലും ഒരുക്കുക. ഒരു പ്രത്യേക ഞാൻ അനുഭവിക്കാത്തൊരു സ്നേഹമായിരുന്നു. ആ ദൈവ സ്നേഹമായിരുന്നു നമ്മുടെ സഭയിലുള്ള ഓരോ വ്യക്തിയേക്കും നമ്മളെങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഈ രാജഭാഷയ്ക്ക് എന്നും ഉപവാസമാണ് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ ആ വരുന്ന സമയത്ത് ഒരു സിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ക്യാൻസർ വന്നിട്ട് അവര് മരിച്ചു പോകുന്നു പറഞ്ഞിട്ട് ഡോക്ടർ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്, ഇനി അവർക്ക് 6 മാസം അവർ ജീവനോടെ ഇരുന്നാലും കൊള്ളു, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ സാക്ഷ്യം കേൾക്കാൻ പറ്റുമോ ഓർക്കും, സ്തോത്രം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രയർ ഉണ്ട്. അപ്പൊ ഈ രാജഭാഷ പറഞ്ഞു, ഞങ്ങൾ രാജഭാഷനെ വിളിക്കുന്ന ശമൂവേൽ പാസ്റ്ററിനെ, സ്തോത്രം, പറഞ്ഞ് ഞങ്ങൾക്ക് നമുക്കൊരു എന്തായാലും ഡോക്ടർമാര് തഴഞ്ഞു, ദൈവം തഴഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം ഉപവാസം വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് വണ്ടിയിൽ എല്ലാവരും പോവും. ഓരോ സ്ഥലങ്ങളും സാൽമയെന്നും മങ്കഫിന്നും ഒക്കെ ഓരോരുത്തരുണ്ട്. എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും വരും. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ദൈവവചനം കേട്ടോണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. വന്നിട്ട് കുറച്ച് ദിവസം 1-2 ദിവസമൊക്കെ ആയുള്ളൂ. അപ്പൊ ഈ ഫാസ്റ്റിംഗ് പ്രയറിന് എല്ലാ ദിവസവും ഇവിടുന്ന് പോകുമ്പോഴത്തേന് ഈ സഹോദരി ഒരു കട്ടിലിൽ അസ്ഥി പഞ്ചരായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കട്ടിലിൽ കിടപ്പുണ്ട്, സ്തോത്രം. അവർക്ക് വേദന സഹിക്കാൻ വയ്യാതെ അവര് ആത്മഹത്യ ചെയ്യാൻ വരെ അവര് ഒരുങ്ങും. ബാത്റൂമിലൊക്കെ തന്നെ ബാത്റൂം പിള്ളേരെ കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ കിടക്കുന്നതാണ്, സ്തോത്രം. അവിടെ ചെന്നിട്ട് എല്ലാ ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. അപ്പൊ ഞങ്ങളോട് എല്ലാം പറയും, ഒരു വാക്ക് ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പൊ പറയും, ഒരു വാക്ക് പ്രാർത്ഥിക്ക്, സ്തോത്രം, ദൈവമേ ഈ സഹോദരിയെ വിടുവിക്കണേന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു വിശ്വാസം ഞാൻ കണ്ടു. ആ സഹോദരിയെ ദൈവം രക്ഷിച്ചു, സ്തോത്രം. മരിക്കാൻ വേണ്ടിയിട്ട് കട്ടിലിൽ ഇട്ടിരുന്ന സഹോദരി ഇന്നും ജീവിച്ചിരിക്കുന്ന, ആരോഗ്യത്തോടെ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവർ ഓരോ വർഷം എഴുന്നേറ്റ് സാക്ഷ്യം പറയും, സ്തോത്രം, ഞാൻ മരണത്തിന്റെ വഴി പോയി, ദൈവം എന്നെ ജീവിപ്പിച്ചത്. അപ്പൊ ഞാനിത് ഈ അത്ഭുതങ്ങളെല്ലാം ഞാൻ കണ്ടു വന്നിട്ട് ദൈവം ആരാണ്, ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്, എന്റെ ഉള്ളിൽ വിശ്വാസം. എനിക്ക് പിന്നെ വേറെ ഒരു ചിന്തയില്ല. പിന്നെ എനിക്ക് മറ്റുള്ള ഭാരങ്ങളൊക്കെ അങ്ങ് മാറി എന്റെ ജീവിതത്തിൽ നിന്ന്, സ്തോത്രം. എനിക്ക് സന്തോഷമായി. ആ പാട്ട് പാടുന്ന വായിക്കുന്ന ബൈബിൾ ക്ലാസ് ഉണ്ട്, ഇതിനെല്ലാം പോയി ഞാൻ എന്റെ ഹൃദയത്തിനകത്ത് യേശു എന്ന രക്ഷകൻ അങ്ങനെ ജീവിച്ചു, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഞാൻ എല്ലാവരും ഭാഷമാർ നിർബന്ധിക്ക് സ്നാനപ്പെടാൻ, ഞാൻ അങ്ങോട്ട് നിർബന്ധിക്കും, എനിക്ക് സ്നാനപ്പെടണം, സ്തോത്രം. അപ്പൊ ഭാഷകൾ സമാധാനപ്പെടുന്നത് കുറച്ചുകൂടെ അറിഞ്ഞിട്ട് എല്ലാരും ഭാഷ പെട്ടെന്ന് സ്നാനപ്പെടുത്തുന്നത്. പക്ഷെ എന്നോട് അങ്ങനെ പറഞ്ഞില്ല ഏട്ടാ. എന്നോട് പറഞ്ഞ് സമാധാനപ്പെട്, കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പിന്മാറി പോകുന്നതല്ല. എന്റെ കോലം അതായിരുന്നു. കാരണം ഞാൻ ലോകത്തിന്റെ അതെല്ലാം മോഹത്തിന് കാതിലുമേക്ക അത് വലിയ കമ്മല് മാല അത് ഇതൊക്കെ ഇട്ട് ചിന്തൂരമൊക്കെ ഇട്ട് അങ്ങനെ നടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞാൻ. ദൈവവചനം ഇങ്ങനെ കേട്ട് വന്നപ്പോ എനിക്ക് ലോകമോഹം എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അഴിയാൻ തുടങ്ങി, ഓരോന്ന് അഴിയാൻ തുടങ്ങി. സ്തോത്രം. ആ ദൈവവചനം എന്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ, സ്തോത്രം, പുതിയൊരു ആത്മാവ് നിന്റെ ഉള്ളിൽ ഞാൻ ആക്കുമെന്ന് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞില്ലേ. ഞാനിങ്ങനെ എന്റെ ഓരോ തെറ്റുകുറ്റങ്ങൾ ദൈവത്തിന് എല്ലാവരും ചെന്നിരുന്ന് ധനത്തിനും ഒക്കെ എനിക്കറിയില്ല ആരും പ്രാർത്ഥിക്കുമെന്ന് അല്ല, ഞാൻ പറയാം, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചെന്നിന്റെ പാവത്തെ ഏറ്റു പറയും. എന്റെ കർത്താവേ, ഞാൻ ആ വഴി പോയിട്ടുണ്ട്, ഞാൻ ഈ വഴി പോയിട്ടുണ്ട്, ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മോട്ടിച്ചിട്ടുണ്ട്, എന്റെ കർത്താവേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ ഓരോ തെറ്റുകളും ദൈവത്തിനെ ചെന്നിരുന്ന് ഏറ്റു പറയും, സ്തോത്രം. അപ്പൊ അങ്ങനെ ആ സഹോദരി വിടുവിക്കപ്പെട്ടതിന്റെ അന്ന് അവർക്ക് സൗഖ്യം കൊടുത്തു. അപ്പൊ അവരുടെ ഭർത്താവ് സ്നാനപ്പെട്ടതിന്റെ അന്നാണ് ഞാൻ സ്നാനപ്പെടുന്നത്, സ്തോത്രം. അപ്പൊ ഞാൻ എന്റെ മക്കളോട് വിളിച്ചു പറഞ്ഞു, മക്കളെ ഞാൻ മതം മാറാൻ പോകണം, അതൊക്കെ ഞാൻ പറയാൻ അറിയാവോ എന്നൊക്കെ. മതം മാറാൻ, ക്രിസ്ത്യൻ മതം സ്വീകരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മക്കൾ പറഞ്ഞു, അമ്മ മാത്രം മതം മാറാൻ പോകണം, ഞങ്ങളെ വേണ്ടേ? സാധാരണ എല്ലാ മക്കളും എതിർക്കുന്നതാണ്. എന്റെ 2 മക്കളും ചോദിച്ചാൽ ഞങ്ങളെ വേണ്ടേ, ഞങ്ങളെ വെച്ച് കൊണ്ടുപോകണില്ലേ, ഞങ്ങളതിൽ ചേർക്കണ്ടേ? ഇങ്ങോട്ട് അവര് എന്നോട് പറയാം. അല്ലാണ്ട് അവര് വേണ്ടെന്ന ഒന്നും പറഞ്ഞില്ല. അതും ദൈവത്തിന്റെ വലിയൊരു ദാനമാണ് കേട്ടോ. നമ്മൾ ഒരുവൻ ക്രിസ്തുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ദൈവം മറ്റുള്ളവരെ അടുപ്പിക്കുമെന്ന് വചനത്തിലുണ്ട്. നീ എങ്ങനെ അടുക്കുന്ന ദൈവം നോക്കും. നീ എങ്ങനെയാ ദൈവം കാര്യം സാധിക്കാനാണോ നീ വന്നത്, സ്തോത്രം. നിനക്കൊരു രോഗസൗഖ്യം കിട്ടിയിട്ട് പോകാനാണോ, അതേ നീ എന്തെങ്കിലും അല്ലാതെ കിട്ടാൻ മന്തി വന്ന്, എനിക്കറിയില്ല. സഭയില് സഹായിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല, സ്നേഹിക്കുന്നവരുണ്ടെന്ന് അറിയില്ല, കരുതുന്നവരുണ്ടെന്ന് അറിയില്ല, ഒന്നും അറിയാതെ ദൈവത്തിനെ കണ്ടുമുട്ടാൻ ഞാൻ ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുപോയതാണ്, സ്തോത്രം. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. 2006 ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ ദൈവത്തിന്റെ അരുമ പൈതലായി മാറി. എനിക്കൊരു പ്രത്യേക സംരക്ഷണം എന്റെ ദൈവം എനിക്ക്
അത് ഞാൻ എപ്പോഴും തിരിച്ചറിയുന്നത്. സ്തോത്രം. ഞാനത് എപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ എന്റെ ഹൃദയം ഉറങ്ങി വന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ അപ്പൊ അങ്ങനെ ആയിരുന്നു. 2009 എന്റെ ഈ അനീഷുമായി ഞാൻ ഇവിടെ കൊണ്ടുവന്നു. നമ്മള് എനിക്ക് നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് ഞാൻ തൃപ്തനാവുന്ന വചനം പറയുന്നില്ലേ. എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും എന്നെ ദൈവം കൊണ്ടുവന്ന് ആക്കിയ ആലയത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സ്തോത്രം. എന്നെ ദൈവം, ഞാൻ ഒരു എന്താ പറയാ, ഒരു പരദേശിയെ പോലെ ഞാൻ ഇവിടെ അലഞ്ഞപ്പോ എന്നെ ദൈവം കൈക്ക് പിടിച്ച്, സ്തോത്രം, അവന്റെ രാജ്യത്തിൽ അവന്റെ ആലയത്തിലേക്ക് എന്നെ കൊണ്ടുചെന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉത്തമഗീതം 2-ാം അധ്യായത്തിൽ 4-ാം അധ്യായം ഒരു വാക്യമുണ്ട്. ഞാൻ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അങ്ങനെ വാക്യമുണ്ട് അല്ലെ. സ്തോത്രം. അതെ, എന്റെ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവുന്ന വീഞ്ഞിന്റെ ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. സ്തോത്രം. അവൻ എന്റെ മേൽ പിടിച്ചിരുന്നത് സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. അത് എനിക്ക് എന്റെ സഹോദരങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടപ്പോ, എന്റെ നാട് നഷ്ടപ്പെട്ടപ്പോ, എന്റെ മക്കളെ സ്നേഹം നഷ്ടപ്പെട്ടപ്പോ ഞാൻ കൊതിച്ചത്. സ്തോത്രം. ഇന്ന് എനിക്കൊന്നുമില്ലല്ലോ, എല്ലാവരും എന്നെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോ എന്നെ കൊണ്ടുവന്ന് ദൈവം ആക്കിയത് ഒരു ഒരു കൂട്ടിനകത്തായിരുന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ സ്നാനമേറ്റു. 2006 ഞാൻ സ്നാനപ്പെട്ടു. സ്തോത്രം. മോനെ ഇവിടെ 2009 ഇവിടെ ഞാൻ കൊണ്ടുവന്നു. അവനും ഇവിടെ അപ്പൊ എനിക്ക് എന്റെ വെപ്രാളം, എനിക്ക് എന്റെ മക്കള് ദൈവത്തെ അറിയണം, മക്കള് ദൈവത്തെ അറിയണം. അപ്പൊ എനിക്ക് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. യേശുപ്പാ, ഞാൻ അറിഞ്ഞ സത്യം എന്റെ മക്കളെ അറിയിക്കണേ യേശുപ്പാ, ഞാൻ അറിഞ്ഞ സത്യം എന്റെ മക്കളെ അറിയിക്കണേ യേശുപ്പാ. ഇത് നിരന്തരം എനിക്ക് വേറൊന്നും, ഒരു വിദ്യാഭ്യാസം പ്രാർത്ഥിക്കത്തില്ല, അവർക്ക് വീടില്ല, ധനമില്ല, ഇതൊന്നും എനിക്കില്ല. ദൈവമേ, ഞാൻ അറിഞ്ഞ സത്യം എന്റെ മക്കളെ അറിയിക്കണേ, ഇതിൽ നന്മയുണ്ടപ്പാ, ഇതിൽ നീതി ഉണ്ടപ്പാ, ഇത് എന്റെ മക്കളൊക്കെ അതില്ലാതെ നടക്കപ്പ, ഞാനും അതില്ലാതെ നടന്നത്. ഇത് സത്യത്തിന്റെ മാർഗമാണല്ലോ, ഇത് നീതിയുടെ മാർഗമാണല്ലോപ്പാ, ഇത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നല്ലോ. എന്റെ മക്കൾ അറിയണേ, എന്റെ സഹോദരങ്ങൾ അറിയണേ യേശുപ്പാന്ന് വേണ്ടി ഞാനിങ്ങനെ എല്ലാവരും മറ്റുള്ള ഞാൻ ചെന്നിരുന്ന് ഇങ്ങനെ കരച്ചില്ല. ഇതേ ഞാൻ പറയുന്നത്. ചെന്നിരുന്നിട്ട് എവിടെ പോലും ഞാൻ ഇതേ പറയുള്ളൂ. ഞാൻ പ്രാർത്ഥനയ്ക്ക് എല്ലാം പിഴക്ക് എന്റെ മക്കൾ സത്യം അറിയണേ, എന്റെ മക്കൾ സത്യം അറിയിക്കണേ യേശുപ്പാ. എന്നിട്ട് ഞാൻ എങ്ങനെയാ 7.5 വയസ്സിൽ 6.5 വയസ്സിൽ ഇട്ടിട്ട് വന്നത്, ആ രൂപം എന്റെ മനസ്സിലുള്ളത്. ആ രൂപം ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങൾ കൊടുക്കും. അപ്പൊ ഈ സൺഡേ സ്കൂള് പിള്ളേര് കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ ഇങ്ങനെ ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ മക്കൾ തെരുവിൽ ഇങ്ങനെ ഇതെല്ലാം ഉണ്ടോ, അതെല്ലാം അറിയാം, ഒന്നും അറിയില്ല. അപ്പൊ ഇതൊക്കെ കാണാൻ എനിക്ക് കൊതിയോ. നമ്മുടെ ദൈവമേ, ക്രിസ്തീയ ജീവിതം ഇങ്ങനെയാണല്ലോ, നമ്മളെ മക്കളൊക്കെ എങ്ങനെ വളരുന്നത്, ഇതൊക്കെ കണ്ടുപിടിച്ച് വളരാൻ അവർക്ക് കൃപ കൊടുക്കണേ. അങ്ങനെ 2009 ഞാൻ അവിടെ കൊണ്ടുവന്ന്, അവനൊന്ന് മദ്യപാനിയാണ്, മദ്യപിക്കുന്നവനാണ്. സ്തോത്രം. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അവനെ നിർബന്ധിച്ച് ഞാൻ നിർബന്ധിച്ച്. അവൻ മാനസാന്തരപ്പെട്ടിട്ടോ അവൻ ദൈവത്തെ അറിഞ്ഞിട്ടോ ഒന്നുമല്ല ചെയ്തത്. സ്തോത്രം. അങ്ങനെ ചെയ്യാനല്ല ഞാൻ പറഞ്ഞു, പക്ഷെ എന്റെ ആവേശം ഒന്ന് അതായിരുന്നു. സ്തോത്രം. എനിക്കതായിരുന്നു, എന്റെ മക്കൾ ദൈവത്തെ അറിയണം. പക്ഷെ എനിക്കൊരു പിന്നെ ഒരു വിശ്വാസം കൂടെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനാണ് പൂർണ്ണമായിട്ട് ദൈവത്തെ അറിഞ്ഞത്. എന്റെ മക്കളെ നീ അറിഞ്ഞ സത്യം നീ നിന്റെ മക്കളോട് അറിയിക്കുന്ന വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവട്ടെ, കണ്ടിട്ടുണ്ടോ? സ്തോത്രം. നീ അറിഞ്ഞ സത്യം നീ നിന്റെ മക്കളോട് അറിയിക്കുക. ഈ വാക്യന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ വരും. അപ്പൊ നീ പറഞ്ഞിട്ടില്ലേ, ഞാൻ അറിഞ്ഞ സത്യം എന്റെ മക്കളോട്, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി പ്രവർത്തിക്കേണ്ട അങ്ങാണ്. സ്തോത്രം, സ്തോത്രം. അവരെ നീതിയുടെ മാർഗത്തിൽ നടത്തേണ്ടത്, അവരുടെ തെറ്റുകളെ തിരുത്തേണ്ടത്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാം എന്റെ അപ്പനാണ്. എന്റെ അപ്പ അങ്ങനെ ചെയ്യണേ, അങ്ങനെ ചെയ്യണേ, ഞാൻ ഇങ്ങനെ പറയും. അവൻ 2009 ഇവിടെ കൊണ്ടുവന്ന് അവനോട് സ്നാനപ്പെട്ടു. പക്ഷെ അവൻ തിരിച്ച് വീണ്ടും അവൻ ലോക ജീവിതത്തിലേക്ക് തന്നെ അവൻ വീണ്ടും നാട്ടിൽ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. തിരിച്ച് അവൻ നാട്ടിൽ പോയി വീണ്ടും പഴയ രീതിയിലുള്ള മദ്യപാനത്തിൽ ആയി. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെ താമസിച്ചിരുന്ന ചങ്ങനാശ്ശേരിയിലുള്ള ഒരു മുസ്ലിം കൊച്ച് ഇവിടെ ഹോം നേഴ്സായിട്ട് ജോലിക്ക് വന്ന് അത് എന്റെ കൂട്ടത്തിൽ ഇങ്ങനോട് താമസം ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ ഒരു ദിവസം ഞാൻ നാട്ടിൽ പോണ സമയത്ത് അപ്പൊ ആ കൊച്ച് ഒരു ദിവസം ഞങ്ങൾ എന്റെ കൂടെ പ്രയറിന് വന്നു. നമ്മുടെ സഭയിൽ ജോലിയില്ലാതെ വന്നപ്പോ എന്റെ കൂടെ ഞാൻ വരുന്ന ചേച്ചി, ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ഒക്കെ പോയിട്ടുണ്ട് എന്നുകൊണ്ട് അവൾ എന്റെ കൂടെ പ്രയറിന് വന്നു. പ്രയറിന് വന്ന് കുറെ ദിവസമൊക്കെ വരുമായിരുന്നു. അപ്പൊ ഒരു ദിവസം അപ്പൊ എന്റെ ഈ പ്രാർത്ഥനയും എന്റെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞ്, ചേച്ചി നാട്ടിൽ പോകുമ്പോ എന്റെ വീട്ടിലൊന്ന് പോണേ, എന്റെ പപ്പായ്ക്ക് വാപ്പയ്ക്ക് സുഖമില്ലായിരിക്കുന്നതാണ്, കാല് വയ്യാതിരിക്കുന്നതിന് വാപ്പയ്ക്ക് പോയിന്ന് പ്രാർത്ഥിക്കണേ, ചേച്ചി ഒന്ന് പോണേ, അവിടെ ഒന്ന് പോണേന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഇവിടുന്ന് പോയപ്പോ ലൈവിന് ഇവിടുന്ന് പോയപ്പോ ഞാൻ എന്റെ അന്ന് ഭർത്താവ് ഉണ്ടായിരുന്നു. എന്റെ ഭർത്താവിനെയും മക്കളെയും ഈ എന്റെ അനീഷിനെയും വിനീഷിനെയും എന്റെ ചേച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവ്, ഇങ്ങനെ കുറെ പേര് സ്ഥലവും കാണാം, അവരുടെ വീട്ടിലും പോകാൻ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോയി അവരെയൊക്കെ ചെന്ന് കണ്ടു കേട്ടു. അപ്പം ഈ പെൺകൊച്ചിന്റെ ഏറ്റവും വളരെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ട് അവരുമായിട്ട് ഒരു സഹകരണമായി. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, അപ്പനും അമ്മയെ എന്റെ മക്കളെ വിളിക്കും, ഭർത്താവിനെയൊക്കെ വിളിക്കും. അങ്ങനെ ഇരുന്ന് ഞാൻ തിരിച്ചു വന്ന് ഞാൻ വന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോണ്ട് എന്റെ ഭർത്താവ് മരിച്ചു. പെട്ടെന്നായിരുന്നു മരണം. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇവർ ഈ മരണത്തിനൊക്കെ ഇവര് പോവേ, ഇവര് ആ കുടുംബമായിട്ടൊരു സഹകരണമായി. ഈ ഇളയ പെങ്കൊച്ചും എന്റെ ഈ ഇളയ മോനുമായിട്ട് ഒരു പ്രേമത്തിലായി. സ്തോത്രം. അപ്പൊ ഇവിടെ കൽവിവാഹത്തിന് ഒരുങ്ങിയപ്പോഴത്തേന് ഇവള് പറഞ്ഞില്ല, എനിക്കൊരു ചെറുപ്പമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് സ്നേഹമാണ്, ഞാൻ അവരുടെ ജീവിക്കണം വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കി. അവരുടെ സമുദായം ഭയങ്കരമായിട്ട് ഇളവി.
പിന്നെ ഇവന്റെ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമുദായത്തിന് അവരെ പുറന്തള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി, കേസായി. അവരുടെ ആൾക്കാരെ ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അതൊരു വശത്ത് അങ്ങനെ, ഇവിടുന്ന് പാർട്ടിക്കാരും ഒക്കെ ആയിട്ട് വളരെ. അപ്പൊ ഞങ്ങൾ കഴിവതും പ്രാർത്ഥിച്ചു നോക്കി. ഈ പെങ്കൊച്ചിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അന്ന് അവന് ചെറിയ പ്രായമാണ്, അങ്ങനെ 21 വയസ്സങ്ങാണ്ട് ഉണ്ടപ്പോഴും. സ്തോത്രം. അപ്പം മൂത്തമ്മ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ പറഞ്ഞില്ല, അവനിങ്ങനെ മദ്യത്തിന് അടിമ ആളാണ്. അവനെ വീട്ടിൽ കൊണ്ടുവന്ന് അവര്, അപ്പൊ ഇളയ മോന്റെ വിവാഹം ആയല്ലോ, അവന് ജീവിതം ആയല്ലോ. അപ്പൊ ഇവനിങ്ങനെ മൂത്തമ്മൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്റെ സഹോദരിമാരൊക്കെ പറഞ്ഞു, നീ ഇവിടെ ബന്ധുക്കോസ് വിശ്വാസം കൊണ്ട് ഇവിടെ ഇരുന്നോ, നിന്റെ ഇളയ മോൻ പോയി ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് അവൻ ജീവിക്കുന്നു, ഇവൻ നാണ്ട് ഇവിടെ ഇങ്ങനെ അനാഥയെ പോലെ ഇവിടെ നടക്കുന്നത്, ഇവിടെ പറ്റത്തില്ല. ഞങ്ങൾ പോയിട്ട് എവിടെന്നെങ്കിലും ഒരു ഹിന്ദു മതത്തിൽ പെൺകൊച്ചിനെ അവന് വിവാഹം കഴിച്ചു കൊടുക്കും. അതുകൊണ്ട് നീ ഇവിടെ വരിക, 1-2 മാസം നിൽക്കും, നീ കയറിപ്പോ, നീ നിന്റെ കാര്യങ്ങൾ നോക്കും. അവന്റെ കഷ്ടതയാണ്, അവൻ തകച്ചെറുക്കാൻ അവളുടെ ഇവിടെ അടിച്ചു കിടക്കുന്നത്, അവന്റെ കഷ്ടതയാണ് ഞങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവര് പോയിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട്, ഞങ്ങൾ ഇവിടെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾ പോവുകയാണ്. ഒരു സാമ്പത്തികമൊന്നും ഇല്ലാത്ത, ഒരു അപ്പനുമില്ല, ഒരു ചെയ്യാത്തൊരു അമ്മയുടെ 2 മക്കൾ, ഇരട്ട 2 പിള്ളേർ. അതിലെ ഞങ്ങൾ ഒരു പെൺകൊച്ചിനെ ഇവന് വേണ്ടിയിട്ട് ആലോചിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പെണ്ണ് കാണാൻ പോവുകയാണ്, നീ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാനത് മുടക്കും, നീ നിന്റെ വിശ്വാസം പറയും, അതവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുകയാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യട്ടെ? ശാന്തം വേണ്ട, ഒന്നും പറയണ്ട, പിന്നെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിന്റെ ഹൃദയം നിറവേറുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു, ഞാനൊന്നും മിണ്ടത്തില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പെണ്ണ് കാണാൻ ചെന്ന്, ഒരു ചെറിയ വീട്, 2 പെൺകൊച്ചുങ്ങൾ. അത് ഈ മൂത്ത കൊച്ചത് ഇരട്ടകളാണ്. അപ്പൊ പിന്നെ അവര് വിദ്യാഭ്യാസം അങ്ങനെ വലിയ പണക്കാരോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല. അവർ എന്താ ബ്രാൻഡ് ഓഫീസിലൊക്കെ പോയി ജീവിക്കുന്ന സാധുക്കളായ, ഞങ്ങളെപ്പോലെ സാധുക്കളായ കുഞ്ഞുങ്ങൾ. അവർക്ക് ഒന്നുമില്ല, ഒരു ചെലവിനോ കാര്യങ്ങളോ സ്ത്രീധനോ ഒന്നും തരാനില്ല. പാവപ്പെട്ട ഒരു അന്ന് ഇറങ്ങിപ്പോയി കൊണ്ടുവന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പൊ എനിക്ക് കണ്ടിട്ട് സന്തോഷം, ഇഷ്ടപ്പെട്ട്. അപ്പൊ പിന്നെ അവര് അനിയത്തിമാർക്കും എന്റെ ചേച്ചിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ വായിന്ന് ഇങ്ങനെ വന്ന്, ഞാൻ ക്രിസ്ത്യൻ മതമാണ്, ഈ മതം സ്വീകരിക്കാമെങ്കിൽ, ഈ വിശ്വാസം സ്വീകരിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ മോളെ കല്യാണം കഴിച്ചോളാം, എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ദേഷ്യം വന്നു. ഇവര് പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾക്ക് അതൊന്നും മാറാൻ പറ്റത്തില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു, നീ അന്നേ പറഞ്ഞില്ലേ, നീ ഇത് മുടക്കാനാണ് വന്നത്, ആ കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ടാണ് നീ ഒരുങ്ങുന്നത് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ കുഞ്ഞിനെ തരുകയാണെന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിന് തരുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പൈസയും നിങ്ങളെന്ന് എനിക്ക് വേണ്ട, നിങ്ങൾ കല്യാണ ചെലവ് പോലും ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു. ഒന്നും നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെ പറഞ്ഞു, എപ്പോ പറഞ്ഞു, ഏത് രീതിയിൽ പറയുന്നത് എനിക്കറിയില്ല. ഞാനത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. സ്തോത്രം. അപ്പൊ പിന്നെ അവര് സമ്മതിച്ചില്ല. അവർ പറഞ്ഞില്ല, ഞങ്ങൾ പാവങ്ങളാണെങ്കിലും ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട്, ഞങ്ങളത് വിട്ട് പോകില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നു. എന്റെ അനിയത്തിമാരെന്നെ, അപ്പൊ ഞാൻ ഈ അനിയത്തിമാരെ വീട്ടിൽ അപ്പോഴും നിൽക്കുന്നത് കേട്ടാ. അവിടെയാണ് ഈ വിശ്വാസം കൊണ്ട് നടക്കുന്നത്. അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഈ ബൈബിള് വായിക്കുന്നത്, ഈ വിശ്വാസത്തിന് വേണ്ടി വേർപെട്ട് നിൽക്കുന്നത്. അമ്പലത്തിൽ പോകത്തില്ല, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആചാരങ്ങളിൽ ഞാൻ പങ്കെടുക്കത്തില്ല, അവരുടെ ഓണം മറ്റുള്ള കാര്യങ്ങള് ഇതിലൊന്നും ഞാൻ കൂട്ടാളി യാവത്തിൽ നിന്നൊക്കെ മാറും. അപ്പൊ ഇവിടേക്ക് ഇവരെന്നെ ഇങ്ങനെ ഇവിടേക്ക് ഞാൻ ഒറ്റപ്പെടുന്നുണ്ട്. ഞാൻ അവിടെ എല്ലാം ഒറ്റപ്പെടുന്നുണ്ട്. പിന്നെ മക്കളോടും ഞാൻ അതുപോലെ പറയും. അവരും അതുപോലെ നിൽക്കും. ഇപ്പൊ എവിടെയെല്ലാം ഞാൻ അവിടെ എല്ലാം ഒറ്റപ്പെടുന്നുണ്ടെങ്കിലും എന്റെ ഉള്ളിൽ എനിക്കൊരു സംരക്ഷണ വലയുണ്ട്. സ്തോത്രം. എനിക്കൊരു എന്താ പറയുക, ഒരു ധൈര്യമുണ്ട്. ഞാൻ എവിടെ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നു, അവിടെ ദൈവം എനിക്ക് അനുകൂലമായിട്ട് വരും. സ്തോത്രം. അങ്ങനെ അപ്പോൾ ഈ പെൺകൊച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അനിയത്തിയുടെ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അമ്മ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പിന്നെ ഈ വിശ്വാസം സ്വീകരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ 1 വർഷം വെയിറ്റ് ചെയ്യ്, 1 വർഷം നീ ഏതെങ്കിലും അവിടെ ബന്ധുക്കോസ് ആരാധന ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോകാൻ പറഞ്ഞു. അപ്പൊ ഈ 1 വർഷം ദൈവത്തെ ആരാധിച്ചിട്ട് ഈ ദൈവത്തിന്റെ രക്ഷകനായി സ്വീകരിക്കാൻ നിനക്ക് താല്പര്യമുണ്ട്, ഈ മാർഗത്തിൽ വരാൻ നിനക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവിടെ ഒരു ചെറിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിന്റെ അടുത്ത്. ഈ കൂട്ടായ്മയിൽ ആ പെങ്കൊച്ചു പോയിട്ട് അവള് 1 വർഷം ആയപ്പോഴത്തേനും വിളിച്ച് പറഞ്ഞ്, എനിക്ക് ഈ വിശ്വാസത്തിൽ നിൽക്കാൻ താല്പര്യമാണ്. അപ്പൊ അവിടെ ദൈവം അനുകൂലെങ്കിൽ പ്രതികൂലം ആര്? അപ്പൊ അമ്മയും എല്ലാവരും അനുകൂലപ്പെട്ടു. സ്തോത്രം. എല്ലാവരും ഇവിടെ അനുകൂലമായി. അപ്പൊ ഇവിടുന്ന് സ്തോത്രം കുവൈറ്റിൽ നിന്ന് എല്ലാവരും വന്നായിരുന്നു. ഒരുവൻ ക്രിസ്തുലവൻ പുതിയ സൃഷ്ടി, ഞാൻ നിന്നെ അനാഥരായി ഒരിക്കലും വിടുകയില്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? സ്തോത്രം. നമ്മൾ പലരും എന്റെ ഈ സാക്ഷി ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്ന് അവന്റെ നാമത്തിനെ ഉയർത്താൻ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മളെ മനുഷ്യനെ ഭയക്കരുത്, യേശുവിനെ അറിയുന്നെങ്കിൽ. സ്തോത്രം. നമ്മള് സഹോദരങ്ങൾ നമ്മളെ വെറുക്കുമെന്നോ, എനിക്ക് ഒന്നുമില്ലായ്മയല്ലോ. കാരണം ഞാൻ എന്റെ സഹോദരങ്ങളെ വീട്ടിൽ അവിടെ തിണ്ണയില പോയി കിടക്കുന്നേ, അവിടെ ബൈബിൾ വായിക്കുന്നേ, അവിടെ വിശ്വാസത്തിൽ മാറി നിൽക്കുന്നേ, അവിടെ ഞാൻ സ്തോത്രം പറയുന്നേ. ഇതിന്റെ ഇടയിൽ എനിക്ക് കുറെ ദർശനങ്ങൾ ദൈവം എന്നെ കാണിച്ചു.
സ്തോത്രം. ഇതിന്റെ ഇടയിൽ ഞാൻ ഓർപ്പിച്ചോണേ, ഇതിന്റെ ഇടയിൽ ഞാൻ ശത്രു എന്നെ അതേപോലെ തന്നെ ഭയപ്പെടുത്തുകയും ചെയ്തു. നിന്റെ മക്കളെ ഞാൻ നശിപ്പിക്കും, സ്തോത്രം, എന്റെ മക്കളെ കൊല്ലും, ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങള്, ഭീഷണികൾ, നേരിട്ടുള്ള ഭീഷണികൾ വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. സ്തോത്രം. പിശാചിന്റെ സ്തോത്രം. ഞാനിങ്ങനെ സ്വപ്നം കാണാം, ഞാൻ ഈ വിഗ്രഹങ്ങൾ, നമ്മളെ ഹിന്ദുക്കൾ വിഗ്രഹങ്ങളാണല്ലോ, കല്ലിലുണ്ടാക്കിയ വിഗ്രഹങ്ങളാണല്ലോ. ഈ വിഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മൾ അതാണല്ലോ വെച്ച് പൂജിക്കുന്നത്, അമ്പലത്തിലും അതാണല്ലോ. അപ്പൊ ഞാനത് ഈ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി കളയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ കാലുകൊണ്ട് ഞാൻ ചവിട്ടി കളയുന്നത്. അപ്പൊ എന്റെ സഹോദരങ്ങൾ വന്ന് പറയാം, നിനക്ക് ശാപം കിട്ടും ശാന്തേ, നീ ചെയ്യുന്ന ശാപമാണ്, നീ ഇതല്ലേ സേവിച്ചു വന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, ഞാനിപ്പോ സേവിക്കുന്ന എന്റെ ദൈവത്തെയാണ്, ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്, കല്ലും മണ്ണും ഒന്നും അല്ല എന്റെ ദൈവം എന്നൊക്കെ എനിക്ക് അങ്ങനെ ഒരു ധൈര്യം എന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒരു ദർശനം ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളവിടെ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞ ആ ക്ഷേത്രത്തില് എന്റെ സഹോദരങ്ങൾ തന്നെയാ. ഇതിങ്ങനെ അവിടെ ഒരു ഇടനാഴിയുണ്ട്, ഇങ്ങനെ അമ്പലത്തിലോട്ട് കയറി പോണത്. സ്തോത്രം. 2 വരിയും കൈവരിയൊക്കെ വെച്ചിട്ട്. അപ്പൊ അവിടെ എന്നോട് പറഞ്ഞു, നീ ഒരു തട്ടത്തിനകത്ത് പൂ തന്നിട്ട് പറഞ്ഞ് ഈ പൂ കൊണ്ടുവന്ന് അമ്പലത്തിനകത്ത് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ വയ്യെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാനത് ഈ പൂ മേടിക്കുന്നുണ്ട്. ഞാൻ ഇത് മേടിച്ചിട്ട് മനസ്സോടെ ഞാൻ അതിങ്ങനെ നടന്നു കയറിയിട്ട് നമ്മൾ കാലെടുത്ത് മരപ്പടിയാണല്ലോ, ഇങ്ങനെ മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പടി, ആ പടി അപ്പുറത്തോട്ട് ചവിട്ടി, അതിനകത്ത് ചവിട്ടിക്കൂടാ, അത് നമ്മൾ കാലെടുത്ത് അപ്പുറത്ത് വെക്കണം. അപ്പൊ അങ്ങനെ കാലെടുത്ത് അപ്പുറത്തോട്ട് വെക്കാൻ ഒരുങ്ങിയതും അവിടെ നോക്കുമ്പോൾ ഇരുട്ടിനകത്ത് ഇങ്ങനെ കൊച്ചു കൊച്ചു വിഗ്രഹങ്ങളും പാമ്പിന്റെ തലയുള്ളതും ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ. അപ്പൊ ഞാൻ അതേ സ്പീഡിൽ കാലിന് ബേക്കിലെടുത്തിട്ട് ഞാൻ പറയാം, ഇതെന്റെ ദൈവമല്ല, എന്റെ ദൈവം എന്താ. അപ്പൊ ഒരു തേര് വന്നിട്ട് എന്റെ ബേക്കിൽ വന്ന്, ഞാൻ ആ തേരിലിരിക്കുക. ആ തേരിന്റെ സ്പീഡൊന്നും എന്റെ ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. സ്തോത്രം. എന്നെ ബേക്കിലോട്ട് ഇങ്ങനെ കൊണ്ടുപോവാ. സ്തോത്രം. കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുക, അപ്പൊ ആൾക്കാരെല്ലാം ഇങ്ങനെ നിൽക്കും. ഞാൻ മേഘലോകത്തോട് നോക്കിയിട്ട് കണ്ട എന്റെ ദൈവം നിൽക്കുന്നത്. അപ്പൊ വെണ്മ വസ്ത്രം ധരിച്ചിട്ട് ഉടല് കാണുന്ന, മുഖം കാണുന്നില്ല, ഉടല് മാത്രം കാണുന്നത്. അപ്പൊ ഞാൻ എന്താ കണ്ട, എന്റെ ദൈവം നിൽക്കുന്നുണ്ട്, അവൻ വെണ്മയാ, നോക്ക് സ്തോത്രം വേണ്ട, അവൻ നിൽക്കുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദർശനങ്ങളെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ അതിന് മുമ്പിട്ട് ഒരു സംഭവം നടന്നു നമ്മുടെ ചർച്ചിൽ. അവിടെ അങ്ങനെ ഇതിനിടയിൽ പിന്നെയും കാര്യങ്ങളുണ്ട്. ശമുവേൽ പാസ്റ്റർ നാട്ടിൽ ചെന്നപ്പോ, അപ്പൊ അവിടെ പാസ്റ്റർ പറഞ്ഞാൽ അവിടെ വിശ്വാസികളൊന്നും അങ്ങനെ അധികം ഇല്ലായിരുന്നു. സ്തോത്രം. നാട്ടിൽ ചെന്നപ്പോ എന്നോട് ഒരിക്കൽ വിളിച്ച് പറഞ്ഞ, ഞാനിവിടെ പോയിട്ടില്ലായിരുന്നു, ഇവിടെ ശാന്തേ, ഇവിടെ എന്റെ ഒരു ഉപ്പാപ്പന്റെ വകയിൽ ഒരു ചർച്ച് ഇവിടെ ആഴാന്തക്കുഴി, നിലമേല് ആഴാന്തക്കുഴി, പിന്നെ നമ്മുടെ കടക്കിലും നിലമേലും ഇടയ്ക്ക് ഇങ്ങനെ വരും. ആഴാന്തക്കുഴി സ്ഥലത്ത് വർഷങ്ങളായിട്ട് അവിടെ ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി, അതിങ്ങനെ കിടക്കാൻ ഉപ്പാപ്പനെ കൊടുക്കാണ്ടിരിക്കുകയാണ്. ഇവിടെ ശാന്ത മാത്രമേ ഉള്ള വിശ്വാസത്തിൽ നിൽക്കിട്ടുള്ളത്. ശാന്ത ഇത് ഞാൻ മേടിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മേടിച്ചോ പക്ഷേ എനിക്ക് ദൈവത്തെ ആരാധിക്കണ്ടേ, എനിക്ക്. സ്തോത്രം. അങ്ങനെ ശമുവേൽ പാസ്റ്റർ ആ ചർച്ച് മേടിച്ച് അത് പുതുക്കി പണിത് അവിടെ അതും ദൈവം എന്നെ കാണിച്ചു. എങ്ങനെ ആലയത്തിന് ഒരു കലം കയറി ഇങ്ങനെ പോണതും ആ ഒരു വഴിയൊക്കെ എന്നെ ദൈവം കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം. എനിക്ക് ചർച്ച ഉണ്ട് അവിടെ. ദൈവം എനിക്കും എന്റെ കുടുംബത്തിനും യോശുവ പറയും, ഞാനൊരു കുടുംബങ്ങളെ യഹോവയെ സേവിക്കും. സ്തോത്രം. എന്റെ കുടുംബത്തിൽ ഞാനൊരു മക്കളും അവിടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവിടെ പാസ്റ്റർ ഉണ്ട്. സ്തോത്രം. നിന്നെ അനാഥരായി ഞാൻ വിടത്തില്ല. നമ്മൾ ദൈവത്തിനോട് നിന്ന അവൻ നമുക്ക് മുന്നമേ എല്ലാം കരുതി വെച്ച വിവാഹത്തിന് സ്തോത്രം സമ്മതമാണെന്ന് പറഞ്ഞു. ഇവിടുന്ന് കുവൈറ്റിൽ നിന്ന് എല്ലാവരും വന്നു. കുവൈറ്റിൽ നിന്ന് എല്ലാം നമ്മൾ രാജപാസ്റ്റർ, കുവൈറ്റിലെ എല്ലാ മുഖ്യ ഫാമിലികളും എവിടെയോ കിടന്നൊരു പുഴുവായ എന്നെ, ഒരു കഴിവില്ലാതിരുന്ന എന്നെ. അപ്പൊ അപ്പോഴും ഞാൻ നിൽക്കുന്ന എന്റെ സഹോദരങ്ങളുടെ വീട്ടിലാണേ. ഈ മോന്റെ വിവാഹം നടക്കണം. സ്തോത്രം. പെന്തിക്കോസ് വിവാഹം നടത്തണം. സ്തോത്രം. അവിടെ ഒരു ടൗൺ ഹാള് 600, 750 പേര് കൊള്ളുന്ന ഒരു ടൗൺ ഹാളിൽ വെച്ചാണ് വിവാഹം നടക്കുന്നത്. സ്തോത്രം. ആ ടൗൺ ഹാള് നിറച്ച് ജനമായിരുന്നു. സ്തോത്രം. ആ ടൗൺ ഹാള് നിറച്ച്, ആദ്യമായിട്ട് ആ ദേശത്ത് ഒരു ബെന്തിക്കോസ് കല്യാണം ആ അമ്പലത്തിന്റെ നടുവില്, അതൊരു കാവിന്റെയൊക്കെയും ഒരു വലിയൊരു കാവൊക്കെ ഉണ്ട് അവിടെ. സ്തോത്രം. അതിനകത്ത് അവിടെ ടൗൺ ഹാൾ എന്ന് പറയുന്ന ഹാളിനകത്ത് ക്രിസ്ത്യൻ പാട്ടൊക്കെ വെച്ചിട്ട്, സ്തോത്രം, ആഡംബരം എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ക്രിസ്തുവിന്റെ നാമത്തില് അവിടെ ആരാധനയോടുകൂടി ഒരു ക്രിസ്ത്യൻ ബെന്തിക്കോസ് കല്യാണം. സ്തോത്രം. എങ്ങനെ നടന്നു? എനിക്ക് ഒരു കഴിവെങ്കിലും ഉണ്ടാവും. എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് അവിടെ ഉണ്ട്, അതിന്റെ സഹോദരങ്ങളുണ്ടാ, എനിക്ക് എന്തെങ്കിലും എനിക്ക് ഈ കൂറ്റി കിടക്കുന്ന വിശ്വാസികളാണെങ്കിൽ ആരെങ്കിലും വിശ്വാസത്തിലുണ്ട്? അവിടെ ആരുമില്ല, ഒരാളും സപ്പോർട്ടില്ല. സ്തോത്രം. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സ്തോത്രം. RSSന്റെ ബുദ്ധിമുട്ടുകൾ, അവിടെ RSS ആണല്ലോ, പിള്ളേരൊക്കെ ഉള്ള ഇടാണല്ലോ ഇവിടെ. അപ്പൊ അവിടെ നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞൊരു ഇത് കേട്ടായിരുന്നു. RSS പിള്ളേരവിടെ കാവല് നിന്നിട്ട്, സ്തോത്രം, കാവല് നിന്നിട്ട് വേറെ വെളിയിൽ നിന്ന് ഒരാൾ കയറി അവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആൾക്കാർ തന്നെ അവിടെ കാവല് നിന്നിട്ട് ആ വിവാഹം ഇവിടെ അനുഗ്രഹത്തോടു കൂടി നടന്നു. സ്തോത്രം. നമ്മുടെ ശമുവേൽ പാസ്റ്റർമാരൊക്കെ വേറെ പാസ്റ്റർമാരൊക്കെ വന്ന്, സ്തോത്രം. അപ്പൊ എന്റെ മോന്റെ കുറവുകളെ
ഞാൻ എൻ്റെ ദൈവത്തിന്റെ അങ്കിളിൽ കൊടുത്തു. കർത്താവേ സ്തോത്രം, ഞാനേ നിന്നെ പൂർണ്ണമായിട്ട് അറിയിച്ചുള്ളൂ. എന്റെ മക്കളെ എന്തെങ്കിലും കുറവുകളപ്പ നീ ക്ഷമിക്കണം, നീ അവരെ യഥാസ്ഥാനപ്പെടുത്തണം, നിന്റെ രക്തത്താൽ നീ അവരെ വീണ്ടെടുക്കണേ അപ്പ. ഞാൻ മാത്രമേ നിന്നെ പൂർണ്ണമായിട്ട് അറിയിച്ചുള്ളേ. സ്തോത്രം. അങ്ങനെ കല്യാണം നടന്നു. എല്ലാവർക്കും ഡ്രാഫ്റ്റ് കൊടുത്തു. 10-600 ഡ്രാഫ്റ്റ് ഒക്കെ അടിച്ചു. അന്ന് എന്തോന്നും എനിക്ക് അറിയില്ലെന്നൊന്നും കേട്ടാ. രാജഭാഷ അതെല്ലാം ചെയ്തു. ഓരോ കുഞ്ഞുങ്ങളെ നിർത്തി എല്ലാവരുടെ കരങ്ങളിൽ അത് കൊടുപ്പിച്ചു. സ്തോത്രം. അവിടെ ഒരു സുവിശേഷത്തിന്റെ ഒരു വിത്തിടാൻ സ്തോത്രം അവിടെ വഴി തുറന്നു. പോയിട്ടുള്ള എല്ലാവരും ഉണ്ടാകുന്നു. അത് ആൾക്കാരെല്ലാം വലിയ ഇവിടുത്തെ ആൾക്കാരല്ലേ, എല്ലാവരുടെയും നല്ല വണ്ടിയും കൂടിയ വണ്ടിയൊക്കെ അല്ലേ അവിടെ ഉള്ളത്. അവിടെയൊക്കെ വല്ലവരൊക്കെ വന്ന് ഇങ്ങനെ നിന്നു ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കാത്തവരൊക്കെ ഇങ്ങനെ കയറി വരും. അഗസ്ത്യൻ പാട്ട് കേൾക്കുന്നു. സ്തോത്രം. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. നമ്മൾ വിളിക്കാത്ത ആൾക്കാർ, ചന്തയിൽ പോണവര്, അവിടെ ഫാമില് ജോലി എടുക്കുന്നവരൊക്കെ ഇങ്ങനെ കയറി വരിക. സ്തോത്രം. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു. അങ്ങനെ ആ കല്യാണം നടന്നു. സ്തോത്രം. അർച്ചന എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. സ്തോത്രം. ഇന്ന് അവള് ദൈവത്തിന്റെ കൃപയാണ് ഞങ്ങളോടൊപ്പം. എന്നിട്ട് ആ മോന് തന്നെ 8 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. സ്തോത്രം. അവന് 6 വർഷം ഒരുമിച്ച് അവര് ജീവിച്ചിട്ടും 1 മാസം പോലും അതിന്റെ ഒരു സൂചന പോലും തരാതിരുന്നു. സ്തോത്രം. അപ്പൊ അവനാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് പറഞ്ഞ് അവനാണ് ഈ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവനാണ് അതിന്റെ തകരാറ്, അവൻ ചികിത്സിക്കണം, എങ്കിലും അവന് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും അവനെ ഇവിടെ കൊണ്ടുവരാൻ ദൈവം എനിക്ക് വഴി തുറന്നു. വീണ്ടും എന്റെ ചർച്ചിലും തന്നെ ഒരു ഫാമിലി അവരുടെ ഒരു കമ്പനിയിൽ ജോലിക്ക് അവനെ ഇവിടെ കൊണ്ടുവന്ന് 2 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവൻ ദൈവകൃപയിലേക്ക് വന്നു. സ്തോത്രം. അങ്ങനെ അവൻ തിരിച്ചുപോയി. അതേ മാസം അവള് ഗർഭിണിയായി. സ്തോത്രം. അതേ മാസം അവള് ഗർഭിണിയായി. 6 വർഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്ന അവൾക്ക് 2 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയപ്പോ അതേ വർഷം അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി. സ്തോത്രം. ഇപ്പം വിശ്വാസത്തോടെ പറയും, എനിക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരും. കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും യേശുവിനോട് ഇഷ്ടമാണ്. യേശുവിനെ മറുത്ത് പറയത്തില്ല. ഭയങ്കര സ്നേഹമാണ്. അതിന് പ്രാർത്ഥനയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം. പിന്നെ ആ ബലഹീനത ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ ആ ഒരു ബലഹീനത ദൈവം എടുത്ത് പൂർണ്ണമായി ഞാൻ മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അങ്ങനെ അത് കഴിഞ്ഞ് ഇളയ 2 കുഞ്ഞുങ്ങളായി. എസ്തേറും ലുദിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവൂല്ലോ എന്ന് പറഞ്ഞെടുത്ത് അവൻ മദ്യപിച്ച് മരണത്തിന്റെ വക്കിൽ പോയവൻ. ഇതിന്റെ ഇടയിലൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ നടന്നു. അവന്റെ ഒരു കാല് വണ്ടി ആക്സിഡന്റ് വന്നിട്ട് മുറിഞ്ഞ കാലിനകത്ത് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഈ പ്ലാസ്റ്റർ തിരുന്ന കാല് പഴുത്ത്, ആ മുറിവ് കയറി പഴുത്തിട്ട് അസ്ഥിയിൽ പഴുപ്പ് കയറിയിട്ട് കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. ഈ അനീഷ് മോനെ കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. അതിപ്പോഴും അവന്റെ ആ കാലിന്റെ അസ്ഥിയൊക്കെ ഇങ്ങനെ ഒരു കാലിന്റെ പാദത്തെ അസ്ഥിയൊന്നുമില്ല, അതൊക്കെ ദ്രവിച്ചു പോയായിരുന്നു. അവിടെ ഒരു ഇഞ്ചക്ഷൻ 900 രൂപയ്ക്കാണ് അന്ന് ഞാൻ എടുക്കുന്ന ആ ഒരു ഇഞ്ചക്ഷനൊക്കെ. അതൊക്കെ ഞാൻ ഓർക്കും. ആ വഴിയിലൊക്കെ ദൈവം എന്നെ നടത്തിയത്, ജീവനുള്ള ദേശത്ത് തന്നെ നിർത്തിയിരിക്കുന്നത്, ഈ ഒരു കഴിവില്ലാത്ത എന്നെ ആ വഴിയിലൊക്കെ നടത്തി. അങ്ങനെ അവ ഇവിടെ വന്നിട്ട് ഈ കൊറോണ സമയം ആയപ്പോഴത്തേനും സ്തോത്രം തിരിച്ച് ഇവിടുന്ന് പോയി അവൻ. അപ്പൊ ഇളയ കുഞ്ഞുമായി. അപ്പൊ ഇവിടുന്ന് പോയി രണ്ടാമതും കുഞ്ഞുമായി. പിന്നെ അവൻ തിരിച്ചു വന്നില്ല. അപ്പൊ അതിന് മുമ്പിട്ടൊരു സംഭവം നടന്ന്, നമ്മുടെ ചർച്ചിൽ ഒരു ആരാധന നടക്കുന്ന സമയത്ത് ഒരു പെൺകൊച്ചിന്റെ ദേഹത്ത് പിശാച് കയറിയിട്ട് പറഞ്ഞ്, നിന്റെ മക്കളെ ഞാൻ നശിപ്പിക്കും, ഈ ദേശത്ത് നീ യേശുവിനെ കൊണ്ടുവന്നത്, ഇവിടെ യേശു വേണ്ട, ഇവിടെ ഞങ്ങൾ മതി, അവിടെയുള്ള ശക്തിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് അത് ശിവനൃത്തവും അയ്യപ്പൻ ഇരിക്കുന്ന പോലൊക്കെ ഇരുന്നും ഒക്കെ കാണിച്ചിട്ട് നാക്കൊക്കെ നീട്ടിയൊക്കെ കാണിച്ച് ഓരോന്നൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ നശിപ്പിക്കും, നിനക്ക് ഈ ദേശത്ത് ഞാൻ വസ്തുവൊക്കെ തരത്തില്ല, നിന്നെ ആ ദേശത്ത് തന്നെ നിർത്തത്തില്ല, ഇവിടെ യേശു വേണ്ട, ഇവിടെ ഞങ്ങൾ മതി, നിന്റെ തലമുറയെ ഞാൻ നശിപ്പിക്കും, നീ പ്രാർത്ഥിച്ച് നിന്റെ മോനെയും കൊണ്ടുവരും, ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ചു. സ്തോത്രം. ആ വെല്ലുവിളിയുടെ നടുവിലൊക്കെ നിൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ എനിക്ക് ശക്തി വന്നു. സ്തോത്രം. ഭയന്നു പോവാൻ നിൽക്കാൻ എനിക്ക് ശക്തി വന്നു. അതിന്റെ ഇടയിൽ വളരെ ശോധനകളും വളരെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാട് കടന്നുപോയി. ഒന്നും എനിക്ക് പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ. പക്ഷെ അവിടെ ദൈവത്തിന്റെ ധൈര്യം എനിക്ക് തന്നു. സ്തോത്രം. പതറിപ്പോവാൻ നിൽക്കാൻ, ഉറച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം തന്നു. സ്തോത്രം. ക്ഷീണിച്ചിരിക്കുമ്പോ 2 ദിവസമൊക്കെ ക്ഷീണിച്ചിങ്ങനെ നമ്മള് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ വരുമല്ലോ. സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥ വന്നിങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടു കൂടി നമ്മളെ ശക്തീകരിച്ച് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. നമ്മൾ ചാടി എഴുന്നേൽക്കും. സ്തോത്രം. തട്ടി എഴുന്നേൽപ്പിക്കും നമ്മളെ. സ്തോത്രം. നീ ഇങ്ങനെ തളർന്നു പോരെന്ന് പറഞ്ഞിട്ട്. സ്തോത്രം. അങ്ങനെ ഈ കൊറോണ സമയത്ത് തന്നെ മോൻ ഇവിടെ തിരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾക്ക് ആ 2 സെന്റ് ആ പാരിപ്പള്ളി കിടക്കുന്നത് ആരും താമസമൊന്നും ഇല്ലാതെ, നമ്മുടെ സ്ഥലം അല്ല, ഞങ്ങളുടെ സ്ഥലം കിടക്കില്ലല്ലേ, ഇവിടെ ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ കറപ്പിലാണ് അന്ന് അത് മേടിച്ചിട്ടുന്നത്. അതങ്ങനെ അവിടെ കിടക്കുക, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായത് അങ്ങനെ കിടക്കുക. അവിടെ പിള്ളേരുടെ താമസിക്കത്തൊന്നുമില്ല. നമ്മുടെ സ്ഥലമല്ല, ഒരു കോളനിയാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു അന്നത്തെ സാഹചര്യത്തിൽ അന്ന് മേടിച്ചതേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ അതങ്ങനെ കിടക്കുന്നു, കിടക്കാടമില്ലാതെ അങ്ങനെ കിടക്കുന്നു. അങ്ങനെ ഈ കൊറോണ വന്ന സമയത്ത്, കൊറോണ കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ പോയി.
എനിക്ക് അപ്പോഴും അപ്പൻ്റെ നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല, വീടൊന്നും ആയിട്ടില്ല, പരേടവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഓർക്കുക, ദൈവമേ എനിക്ക് 10-60 വയസ്സാവാറായി, 58 വയസ്സ് ആവാറായി. അപ്പ ഇനി ഇത്രയും ചെറുപ്രായത്തിൽ ഞാൻ ഇവിടെ വന്ന് ഇത്രയും നാൾ ഉണ്ടാക്കാത്ത ഇനി എനിക്ക് എന്ന് ഉണ്ടാക്കാൻ പറ്റും? വീണ്ടും ഞാൻ എന്റെ സഹോദരങ്ങളെ വീട്ടിന്റെ തിണ്ണയിൽ പോയി ഇരിക്കണമല്ലോ അപ്പ, സ്തോത്രം. എന്നുകൊണ്ട് ഞാൻ ഈ കട്ടിൽ, ഇപ്പൊ സൃഷ്ടി കണ്ട ഈ കട്ടിലിൽ കയറിയിരുന്നും കൊണ്ട് ഞാൻ കരഞ്ഞ ദൈവത്തിനോട്, സ്തോത്രം. അപ്പൊ ഇതിന് ഞാൻ ബൈബിൾ വായിക്കുവേ, ബൈബിള് ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇങ്ങനെ വിട്ടുപോകാ എല്ലാം ഞാൻ വായിച്ചിട്ട് ഞാൻ എന്റെ ഓരോ ഭാഗത്തിന്റെ എന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും, അവരെ എന്റെ ദൈവത്തിന്റെ ആത്മാവരെ ഉള്ളിലാക്കും, ഇങ്ങനെല്ലാം പറഞ്ഞ് എന്റെ ദൈവത്തിന്റെ കൃപയിൽ വരെ നയിക്കും, ഇങ്ങനെല്ലാം പറഞ്ഞ് ഞാൻ എഴുതിയിടും ഓരോന്നും. അപ്പൊ ഞാൻ എസ്രയുടെ പുസ്തകം, നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ എസ്ര ആലയം പണിയുന്നു അല്ലെ, സ്തോത്രം. നെഹമ്യാവ് മതിൽ പണിയുന്നു. അപ്പൊ എസ്ര ആലയം പണിയുന്നപ്പോ അതിന്റെ 3-ാം അധ്യായത്തില് ആലയമൊക്കെ പണിതിട്ട് അവരിങ്ങനെ ആരാധന കൂടിയിട്ട് ലാസ്റ്റില് 11 മുതൽ 13 വാക്യം വരെയുള്ള 3-ാം അധ്യായത്തിന്റെ അവർ കൂടി സന്തോഷം, അവർക്ക് ആ ആലയം പണിത് കഴിഞ്ഞിട്ട് അവരെല്ലാരും വന്ന് സന്തോഷിക്കുന്ന ഒരു സന്തോഷം ബഹുദൂരം കേട്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ അവിടെ എഴുതിയിട്ട് എനിക്ക് എഴുതാനൊന്നും ശരിക്കും അറിയില്ല കേട്ടാ, ഞാൻ ഇങ്ങനെ എന്റെ അക്ഷരത്തിൽ എഴുതിയിട്ട് എനിക്കും എന്റെ മക്കൾക്കും ദൈവം ഒരു ഭവനം തരും, അന്ന് ഇതുപോലെ ബഹുദൂരം എന്റെ സന്തോഷം കേൾക്കും. സ്തോത്രം, സ്തോത്രം. അത് എന്നാ എഴുതിയിട്ട 2010 സ്തോത്രം ഞാൻ എഴുതിയിട്ടത്. അത് പിന്നെ നമ്മള് ബൈബിളൊക്കെ എടുക്കുമ്പോൾ അത് കാണുന്നെങ്കിൽ അതിന് വലിയ വില കൊടുത്തില്ല, അതങ്ങ് വിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് ഇടുമായിരുന്നു. സ്തോത്രം. ഇപ്പൊ ഈ മോനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ നിരാശപ്പെടുത്തി, മോൻ വന്നിട്ട് അവനൊന്ന് തിരിച്ചു പോയി, ഇനി ഞാൻ എന്നാ കർത്താവേ ഇനി ഒരു വീടൊക്കെ, ഇനി വീണ്ടും ഞാൻ പിന്നെ പരിഹാസിയായല്ലോ, ഇനി വീണ്ടും ഞാൻ നാട്ടിൽ ചെന്നിട്ട് എന്റെ സഹോദരങ്ങളുടെ അടുത്ത് തന്നെയല്ല വീണ്ടും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ, അപ്പൊ എനിക്ക് പരിഹാസം വന്ന് തുടങ്ങി. കാരണം ഇത്രയും നാളുകൂടെ യേശുവിനെ വിളിച്ചുകൊണ്ട് കിടക്കുന്ന നമുക്കൊരു കിടക്കാടമില്ല, മോന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതൊരു പരിഹാസമായിരുന്നു. സ്തോത്രം. നമ്മുടെ കുടുംബത്തിലേ ഒരു പ്രശ്നമില്ല, ഇത് മാത്രമേ ഇങ്ങനെ ഇതിനെ വിളിച്ചിട്ട് എനിക്ക് ശാപമാണ്, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമുക്ക് കേട്ടായിരുന്നു. അപ്പൊ പിന്നെ സ്തോത്രം. അങ്ങനെ ഇവിടെ ഞാനിങ്ങനെ ഇരുന്ന് കരഞ്ഞു, തമ്പുരാനെ എനിക്ക് ഇനി നടക്കൂലല്ലോ ശോപ്പാ, ഞാൻ ഇനി വീണ്ടും അതേ പഴുവത്തിൽ പോകണമല്ലോ. സ്തോത്രം. അങ്ങനെ പറഞ്ഞു. കുറച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ലൈസാമ എന്ന് പറയുന്ന സിസ്റ്റർ എന്നെ വിളിച്ച്, സ്തോത്രം. അതൊക്കെ നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരെ ഞാൻ ഹൃദയങ്ങളോട് കൽപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ. അപ്പൊ കോരശ് രാജാവിന്റെ ഹൃദയത്തെ കൽപ്പിച്ച ദൈവം, സ്തോത്രം. സ്തോത്രം. അത് അന്ന് ആ ആലയം പണിയുമ്പോഴും മതില് പണിയുമ്പോഴും ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവം കൽപ്പിച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങൾക്കും. സ്തോത്രം. അപ്പൊ അതാണ് ഞാനിങ്ങനെ എഴുതിയിട്ടത്. ദൈവം എനിക്ക് ഇതുപോലെ സ്വർഗ്ഗത്തിൽ നിന്ന് കൽപ്പിക്കും, അല്ലാണ്ട് ആരുകൾ തരും അങ്ങനെ എന്നാലും എനിക്കങ്ങ് എഴുതിയിടാൻ തോന്നി, ഞാൻ അങ്ങനെ എഴുതിയിട്ടു, പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ലൈസാമ എന്ന് പറഞ്ഞ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശാന്തേ, അപ്പൊ എനിക്ക് എന്റെ സഭയിൽ എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. സ്തോത്രം. ഭയങ്കര കരുതലാണ് കേട്ടോ. എനിക്ക് എന്തോ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലുള്ള നേരത്തെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ ഇടുമ്പോൾ തന്നെ ആദ്യം വരുന്ന പേര് ചേച്ചിയും ചേച്ചിയുടെ മക്കളും. അപ്പൊ എന്റെ മക്കളുടെ പേര് ഇവരുടെയൊക്കെ എല്ലാവർക്കും നാവിലങ്ങ് വഴക്കി ദൈവം കൊടുത്തു. സ്തോത്രം. അനീഷ് മിനീഷ് ഇതിങ്ങനെ എല്ലാവരുടെ നാവിലുണ്ട് അത്. സ്തോത്രം. ലൈസാമിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശാന്തയ്ക്ക് ഒരു 5 ലക്ഷം രൂപ തോമസ് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എപ്പം തരാം ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല. തോമസ് എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ശാന്തയോടും പറഞ്ഞേരേ, ഞാൻ വീട് വയ്ക്കാൻ 5 ലക്ഷം. ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല, ഞാൻ ദൈവത്തിനോട് നിന്ന് കരഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. എന്റെ സങ്കടം ഇനി എനിക്ക് നടക്കൂലല്ലോ, ഒരു കിടക്കാടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുരിശിലേക്ക് കടന്നു വന്നത്. അപ്പൊ എനിക്ക് നടന്നില്ലല്ലോ എന്ന് വെച്ചാൽ എനിക്ക് നിരാശയെ അങ്ങനെ ഒന്നും ഉള്ള ഒരു ദൈവം എനിക്ക് തന്നില്ല എന്നുള്ള പരാതി അങ്ങനെയൊന്നും അല്ലായിരുന്നു. സ്തോത്രം. അങ്ങനെ പറഞ്ഞു. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറയാം, ഇവര് പറഞ്ഞത് അവരും അറിയുന്നില്ല, ആരും അറിയുന്നില്ല പരസ്പരം. വേറെ സിസ്റ്ററിനെ വിളിച്ചിട്ട്, സന്ധു എന്ന് പറയുന്ന സിസ്റ്ററിനെ വിളിച്ചിട്ട് പറയാം, ഞാൻ ചേച്ചി ഇങ്ങനെ നടന്നാൽ മതിയാ, ഒരു വീടൊക്കെ ഉണ്ടാക്കണ്ടേ ചേച്ചി, ഇങ്ങനെ എന്നും ഇങ്ങനെ കിട്ടുന്ന അങ്ങ് ചെലവിട്ട് ഇങ്ങനെ നടന്നാൽ മതി, ഇങ്ങനെ പോയി എങ്ങനെ ചേച്ചി, ഒരു ചേച്ചി ഇനി കരുതി കുട്ടുന്നൊക്കെ ഒന്ന് കരുത്, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നിങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അന്നേരം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ലൈസാംസ് ഇങ്ങനെ പറഞ്ഞു, പിന്നെ സിന്ധു എന്ന് പറഞ്ഞിട്ട് അവിടെ തുടങ്ങിയതാണ്. സ്തോത്രം. അവിടെ തുടങ്ങി. ഒന്നുമില്ല, എന്റെ ദേശത്ത് എനിക്ക് വസ്തു തരത്തില്ല, നിനക്കിവിടെ ഭവനം തരത്തില്ല, നിന്നെ ഇവിടെ വാഴിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത്, സ്തോത്രം. ലക്ഷങ്ങള് വ്യക്തികള് സ്തോത്രം. അത് 5 ലക്ഷം തന്നവര്, 4 ലക്ഷം തന്നവര്, 1,20,000 തന്നവര്, 50,000 തന്നവര്, 25,000 മരവും തന്നവര്. എനിക്കൊന്നും മറക്കാൻ, ഇത് പരസ്യമായിട്ട് പറയുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്ന സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ ആര് സത്യസന്ധതയോടെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ
അവന്റെ നന്മയ്ക്ക് ഒരു മുടക്കവും ദൈവം വരുത്തില്ല. ആരെങ്കിലും പതറി ആദ്യം നന്മ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്താ പറയാ പാതി വഴിയിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പാതി വഴിയിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കരുത്. അവന്റെ നന്മ അഗോചരമാണ്. സ്തോത്രം. അത് അളക്കാൻ പറ്റാത്തതാണ്. അവൻ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി കൊടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. അതിനായിട്ട് നമ്മൾ വരരുത്. നമ്മൾ അതിനായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കരുത്. അത് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടിട്ട് കൂടെ സ്നേഹമായിരിക്കരുത്. സ്തോത്രം. ഇങ്ങനെ ഒരാളോട് ഞാൻ ചോദിച്ചില്ല, ഒരു വ്യക്തിയോട് എനിക്ക് വീട് വെക്കാൻ പൈസ താന്ന് ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചില്ല. ഇങ്ങോട്ട് ഓരോ അവസരം വരുമ്പോഴും ചേച്ചി എന്താ ചേച്ചി വീട്ടിന്റെ കാര്യം, ഇന്നതുപോലെ കിടക്ക പിന്നെ സിസ്റ്ററെ എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യങ്ങൾക്ക്, ടൈൽസ് ഇടാനാണെങ്കിൽ അതിന്, വയറിങ്ങിനാണെങ്കിൽ അതിന്, സ്തോത്രം. വസ്തു മേടിച്ച് 3 ബെഡ്റൂം 2 ബാത്റൂം ഒരു ചെറ്റമാടത്തിന് വന്ന ഞാനാണ്. ഒരു 2 സെന്റ് സ്ഥലം മേടിച്ച് ഒരു ചെറ്റമാടം കുത്താൻ വന്ന എനിക്ക് ദൈവം സ്വർഗത്തിരുന്നില്ല. നെഹമ്യാവിനും നോടും ഹല്ലേലൂയ സ്തോത്രം ആലയം പണിയാൻ വന്ന എസ്രയോടും ദൈവം ദേശാധിപതിയോടും ഒക്കെ കൽപ്പിച്ചിട്ട് വന്നെന്ന് പറഞ്ഞിട്ടില്ലേ. സ്തോത്രം. നമ്മൾ ഇവരോടൊക്കെ ഒരു 10 ദിനാർ ചോദിക്കാൻ ഞാൻ ഒന്ന് മടിക്കും. കാരണം നമ്മൾ പാവങ്ങളാണ്ട് ഇവരോടൊക്കെ ചോദിക്കാൻ നമുക്ക് കടം പോലെ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും, ഉണ്ട്. നമുക്ക് അങ്ങനെ ചോദിക്കാണ്. അവിടെ നിന്നാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയത്. സ്തോത്രം. അത് എനിക്ക് തന്നതന്നെ ഞാൻ പരസ്യമായിട്ടാ പറയുന്നത്. ദൈവം ആർക്കും കടക്കാരനല്ല. അവന് വേണ്ടി നമ്മൾ വേർപെട്ട് നിന്നാൽ ഇത് ഇത്രയും ഒരു വലിയ ഞാൻ ചിന്തിക്കുന്നതിനപ്പുറം വലിയൊരു വിഴിച്ചൊരിക്ക മാളികയൊക്കെ പറഞ്ഞെന്ന് കേട്ടിട്ടില്ലേ. അതിപ്പോ ഞാൻ എസ്ത്രയുടെ പുസ്തകം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ 3-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് 11 മുതൽ 13 വരെ വാക്യത്തില് ആലയത്തിന്റെ ഇത് കേട്ട് ബഹുദൂരം അതിന്റെ ഇത് കേട്ടെന്ന് കേട്ടില്ലേ. അതേപോലെ ബഹുദൂരം കേട്ട് അവിടെ തന്നെ വീട് വന്നപ്പോ, സ്തോത്രം, അവിടെ എനിക്കൊരു വീട് കിട്ടിയപ്പോ ആ സന്തോഷവും ഇവിടെ ഇതിങ്ങനെ വന്നത് യേശുവാ ആ യേശുവിന്റെ നാമം അവിടെ ഇങ്ങനെ ഓരോരുത്തരുടെ വായിലും ഞാൻ എവിടെ യേശുവിന്റെ നാമം ഉയർത്തും, എവിടെ യേശുവിന്റെ നാമം ഉയർത്തും. ഒരു വാഹനം ഉണ്ടെങ്കിൽ അതിനകത്ത് യേശുവിന്റെ നാമം എഴുതി വെക്കും. സ്തോത്രം 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 സ്തോത്രം. വീട്ടിനകത്ത് പോണടത്തൊക്കെ നമ്മള് ഇപ്പൊ എന്റെ കമ്മൽമാല ഉപേക്ഷിച്ചവരാണ് ദൈവത്തെ കൂടുതൽ അറിയുന്നത്, അങ്ങനെയല്ല പറയുന്നത്. സ്തോത്രം. അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തന്നു. സ്തോത്രം. ഈ മേക്കാതും ഈ മൂക്കുത്തിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ ഭർത്താവ് പണിതിട്ട് തന്നെ മൂക്കുത്തിയൊക്കെ ഇട്ടുണ്ടാ ഞാൻ ഈ ചർച്ചിൽ വരുന്നത്. സ്തോത്രം. ഇതൊക്കെ താനെ അഴിഞ്ഞു പോയി. എനിക്കിത് വേണ്ടെന്ന് വെച്ചാൽ ഊരാൻ പറ്റുന്നില്ല. സ്തോത്രം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ മൂക്കുത്തിയില്ല. സ്തോത്രം. അപ്പൊ നമ്മൾ വേണ്ട നമ്മളെന്നുള്ള അശുദ്ധിയെന്ന് മറ്റുള്ളവർ കേൾക്കാം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടാന്ന് വെക്കുന്നത് അത് നമ്മളിൽ തന്നെ നമ്മൾ ദൈവം അഴിച്ചു മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതുപോലെ അഴിച്ചു മാറ്റുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. സ്തോത്ര സ്തോത്ര സ്തോത്രം. എന്റെ മരുമക്കളോട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കമ്മൽമാല ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞില്ല. സ്തോത്രം. അവര് സ്വയമായിട്ട് വചനം കേട്ട് അവർ 2 പേരും മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്ന പെങ്കൊച്ചും ആ കൊണ്ടുവന്ന പെങ്കൊച്ചും അവരൊക്കെ അനുഗ്രഹത്തോടു കൂടി ഇപ്പം ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം സ്തോത്ര സ്തോത്രം. എന്നോട് ചോദിച്ചായിരുന്നു ഇപ്പം അർച്ചനെ പോകാൻ കഴിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞിരുന്നു, നീ ഒന്നുമില്ല, വീണ്ടും ചെന്ന് ഒന്നുമില്ലാത്തടത്ത് പോയിട്ട് സ്തോത്രം വീണ്ടും ദാരിദ്ര്യത്തിലേക്കല്ലേ പിന്നെയും പോണത്, നിനക്കും കിടക്കാടമില്ല, പിന്നെ എന്തെങ്കിലും ഉള്ളൊരു വീട്ടിലേക്ക് ഒന്ന് കയറിയിരുന്നെങ്കില. അപ്പോഴും ഞാൻ ഓർക്കുന്ന എന്താന്നുണ്ട്, ഒരു ആത്മാവിന്റെ രക്ഷ. സ്തോത്രം. പണം കൊടുത്താൽ കിട്ടുന്നല്ലോ ആത്മാവിന്റെ രക്ഷ. എനിക്ക് ദൈവം തരുന്നിരിക്കുന്ന കൃപ അതായിരുന്നു. സ്തോത്രം. അതിന്റെ ഇടയിൽ എല്ലാ പ്രസവങ്ങളും വന്നു, കാര്യങ്ങളും 2 പ്രസവങ്ങള്, കാര്യങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, ഭാരങ്ങള്, 2 മറ്റേ മുസ്ലിം ആ കൊച്ചിനെയും ഇളയമോൻ കൊണ്ടുവന്ന് മൊത്തം ഉത്തരവാദിത്ത ചെലവ്, നമ്മളെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടെ കടന്നുകൊണ്ടേ ഇതെല്ലാം കടന്നുപോയി. ഇതെല്ലാം കടന്നതിനൊക്കെ ഞാൻ കഠിന അധ്വാനിയാണ്. ഇന്ന് ഞാൻ അധ്വാനിക്കുന്നുണ്ട്. സ്തോത്രം. അധ്വാനി എനിക്ക് എന്റെ നാടി നിരവിനെ ദൈവം ശക്തിപ്പെടുന്നുണ്ട്. സ്തോത്രം സ്തോത്ര 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 സ്തോത്രം. ആരെങ്കിലും അതുപോലെ എന്ത് രോഗം വന്നാലും സ്തോത്രം എന്റെ കർത്താവിനോട് ഞാൻ നിലവിളിക്കും. എനിക്ക് രോഗത്തിന്റെ പേരും അറിയണ്ട, അതിന്റെ ശക്തി എനിക്ക് അറിയണ്ട. ഞാൻ പറയും എന്റെ കർത്താവിന് ഇന്ന അടുത്ത് ഇന്ന വേദനയാ, എനിക്ക് ഇന്നതാ. സ്തോത്രം. ദൈവം ഇന്നത്തെ സൗഖ്യത്തിനും അത് സ്തോത്രം. എന്റെ മക്കൾക്ക് എന്റെ ഞാൻ പറഞ്ഞ അനീഷ് മോന് സുഖമില്ലായിരിക്കും. അവന് ഈ കരളിന്റെ വീക്കുമായിട്ട് ചികിത്സയിലാണ് ഇപ്പൊ. സ്തോത്രം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവനെ പൂർണ്ണമായി വിടിവിച്ച് അവനെ നല്ലൊരു ദൈവവേദലാക്കി. സ്തോത്രം സ്തോത്രം. ദേശത്ത് അതൊരു സാക്ഷിയാവും. സ്തോത്രം. ഇപ്പൊ അവന് അസുഖം വന്നു, ആൾക്കാർ പറയാം, പക്ഷെ അവിടെ ദൈവം അവനെ സൗഖ്യപ്പെടുത്തി അവൻ നല്ല ആരോഗ്യവാനായിട്ട് എന്റെ ദൈവത്തിന്റെ നാമത്തെ ആ ദേശത്ത് ഉയർത്തും. സ്തോത്രം സ്തോത്ര സ്തോത്രം. നീ എന്താ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചത് അത് നിനക്ക് ദൈവം തരുമെന്നാണ് അല്ലേ. ഞാൻ ആഗ്രഹിച്ചത് എന്താ, എന്റെ മക്കൾ എന്റെ ദൈവത്തിന്റെ വഴി നടക്കണം, അവന്റെ സത്യത്തിൽ നടക്കണം, അവന്റെ മാർഗത്തിൽ നടക്കണം. സ്തോത്രം. അവന്റെ ഉപദേശത്തിൽ, അവന്റെ സ്നേഹത്തിൽ നടക്കണം. സ്തോത്ര സ്തോത്ര സ്തോത്രം. അങ്ങനെ ദൈവം എനിക്ക് സ്തോത്രം ആ ഒരു ഭവനം എനിക്ക് തന്നു. എനിക്ക് ഒന്നുമില്ലായ്മയെന്ന് എല്ലാം ഉളവാക്കുന്നൊരു ദൈവം നൊടി നേരം കൊണ്ട്, ദോണ്ടി നേരം കൊണ്ട് അതും ഇതുപോലെ പോയിട്ടുള്ള എല്ലാരും വന്നു. സ്തോത്രം. എല്ലാരും വന്നിട്ട് അതിങ്ങനെ ബഹുദൂരം വണ്ടികളൊക്കെ ഇങ്ങനെ കിടന്ന് ആൾക്കാർ ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ ഇന്നതാ വീട്ടിന്റെ പേരെന്താ, രഹോബോത്ത്. സ്തോത്രം.
ആൾക്ക് ഇതെന്താ അവിടെ ദേശത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇതെങ്ങനെ എന്താ പേര്? അത് യേശുവിന്റെ ബൈബിളിലുള്ള പേരാണ്. സ്തോത്രം. അതാണ് ഞാൻ നമ്മുടെ യേശുവിന്റെ നാമത്തെ നമ്മൾ ഉയർത്തുക. വേറൊരാളെ ചെവിയിൽ കേൾക്കാറ് വാ കൊണ്ട് പറയാ, നമ്മൾ ചോദിക്കാൻ, നമ്മളെ കാണുമ്പോൾ ഒരാൾ യേശുവിനെ അറിയണം. സ്തോത്രം. നമ്മുടെ പ്രവൃത്തിയിൽ അറിയണം, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ രൂപത്തിൽ അറിയണം. സ്തോത്ര 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 സ്തോത്രം. അങ്ങനെ ദൈവം എന്നെ എത്രത്തോളം നടത്തി. സ്തോത്രം. ഇത്രത്തോളം യേശു എന്നെ നടത്തി. ഈ യേശുവിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ 5 സഹോദരങ്ങളും ഏറ്റവും നടുവിലത്തെയാണ് ഞാൻ. എനിക്ക് ഇളയത് 2 പേര്, മൂത്തത് 2 പേര്. എന്നെ ഇവിടെ കൊണ്ടുവരാൻ മുഖാന്തരമാക്കിയ ചേച്ചി യേശുവിനെ അറിഞ്ഞു. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനം വെച്ചു. എൻ്റെ ഒരു ചേച്ചിയുടെ മോളെ, എന്റെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ മോളെ ഞാൻ കുയിറ്റി കൊണ്ടുവന്നു. അവള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. സ്തോത്രം. ദൈവസഭയോട് ചേർന്ന് ആരാധിക്കുന്നു. എന്റെ ചേച്ചി മരിച്ചുപോയി കേട്ടോ. സ്തോത്രം. ആ ചേച്ചി അസുഖങ്ങളുണ്ടായിരുന്ന ചേച്ചി മരിച്ചുപോയി. അവിടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വിശ്വാസം ചോർന്നു പോയെന്നല്ല, ബലപ്പെട്ട് നിൽക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം സ്തോത്രം, മക്കളൊക്കെ എതിരായിരുന്നു. മക്കള് പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ സഹോദരങ്ങള് നടുവിലായിരുന്നു. ഞാനിപ്പോ കുവൈറ്റില് എനിക്ക് അത്രയും ആത്മബലം ഉണ്ടായിരുന്നു. അവർ അതിന്റെ നടുവിൽ ആയപ്പോഴത്തേന് അവർക്ക് അത്രയും ആത്മശക്തിയോടെ നിൽക്കാൻ അവർക്ക് പറ്റിയില്ല. അവർക്ക് രോഗങ്ങളുണ്ടായിരുന്നു, പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഇല്ലായിരുന്നവര്. അവർ മരിച്ചു. സ്തോത്രം. എന്റെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ മോള് സിന്ധു, അവള് ഇവിടെ ഞാൻ ഈ കുറ്റി കൊണ്ടുവന്നു. അവള് സ്നാനപ്പെട്ടു. അവളിപ്പോ നമ്മുടെ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. എനിക്ക് എന്റെ അനീഷും വിനീഷും അവർ 2 പേരും, ശൈലയും അർച്ചനയും അവർ 2 പേര്, എന്റെ ഇളയ മോന്റെ മൂത്ത മോൻ നഥനയില്, സ്തോത്രം, ഹന്ന, 2 കൊച്ചുങ്ങള് 10ാം ക്ലാസ് കഴിഞ്ഞ് 11ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുന്നു. അതും വലിയൊരു അത്ഭുതമാണ്. 10ാം ക്ലാസ് വരെ അവന് പഠിക്കാനൊക്കെ പുറകോട്ടായിരുന്നു. അങ്ങനെ എന്തായിത്തീരും നമ്മൾ ചിന്തിച്ചു, അവൻ എന്തായിത്തീരും നമ്മൾ ഓർത്തു. അവന് പഠിക്കാൻ അങ്ങനെ ടീച്ചർമാർ പറഞ്ഞു അവന് പഠിക്കാൻ ബുദ്ധിയുണ്ട്, അവൻ പഠിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷെ നൊടി നേരം കൊണ്ട് മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടല്ലോ. നൊടി നേരം കൊണ്ട്. സ്തോത്രം. അവന് 10ാം ക്ലാസ്സിൽ എല്ലാ A+ കൂടി അവൻ പാസ്സായി. സ്തോത്രം. A+ കൂടി അവൻ പാസ്സായി. 2 വിഷയത്തിന് മാത്രമേ ഉള്ളൂ അല്ലാതെ കിട്ടിയത്. ബാക്കി A+ കൂടി അവന് എന്തായി അവന് ഞാനിങ്ങനെ പറഞ്ഞു, അവന് ബുദ്ധിയില്ലെങ്കിൽ ദൈവം ബുദ്ധിയെ പറഞ്ഞു കൊടുക്കണം. എന്റെ കുഞ്ഞിന് ആവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കണേപ്പ. എന്റെ മക്കൾ കിട്ടിയിട്ടില്ല, എന്റെ കൊച്ചുമക്കൾക്കപ്പ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കല്ലേ അപ്പച്ച. അവർക്ക് ബുദ്ധിയില്ലായിരിക്കാം, ദൈവം അവരെ ബുദ്ധിയെ തുറന്നു കൊടുക്കണേ. നൂട്ടി നേരം കൊണ്ടെന്ന് പറഞ്ഞില്ലേ, അവന് പഠിക്കേണ്ട ബുദ്ധി അവൻ ദൈവം തുറന്നു. അവൻ ഓൺലൈനിൽ ഇരുന്ന് പഠിച്ചു. സ്തോത്രം. ഇരുന്ന് പഠിച്ചു. അവൻ ആ തക്ക സമയത്ത് ദൈവം അവന് ആ ബുദ്ധിയെ വികസിപ്പിച്ച് അവൻ എഴുതി. പിന്നെ അവന് പഠിക്കുന്ന ശ്രദ്ധ ദൈവം കൊടുത്ത് അവനത് എഴുതി. അവൻ നല്ല മാർക്കോടി ദൈവം അവനെ പാസ്സാക്കി. ഇപ്പൊ 11ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുന്നു. അപ്പൊ നദനയില് ഹന്ന, എസ്തേർ, ലുദിയ 4 കൊച്ചുമക്കളെ ഒന്നുമില്ലായ്മയെന്ന് എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമാവുന്ന ഇടത്തുനിന്ന്. സ്തോത്രം. ഇനി എനിക്ക് ഒന്നുമില്ല, എനിക്ക് സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, മക്കളില്ല, ഭർത്താവ് മരിച്ചുപോയി, എല്ലാം നഷ്ടപ്പെട്ടു, സഹോദര സ്നേഹങ്ങൾ, നാട്ടുകാർക്ക് എന്നെ അറിയില്ല. ഞാൻ വർഷങ്ങൾ ഇവിടെയല്ലേ കിടക്കുന്നത്. എനിക്ക് ആരെയും പറഞ്ഞാൽ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ബന്ധുക്കളെ എല്ലാവരും എന്നെ മറന്നില്ല. എല്ലാവരും മറന്നില്ല. ഇത്രയും വർഷം ഇവിടെ കിടക്കും. വല്ലപ്പോഴും 5 വർഷം കൂടെ ഒരിക്കൽ പോയിട്ട് 1 മാസം 2 മാസം വന്നിട്ട് വരുമ്പോൾ നമ്മൾ ആരറിയാനാണ്. സ്തോത്രം. നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് കൊണ്ട് മക്കളും നമ്മളെ അറിയണമെന്നില്ല, മക്കളും നമ്മളെ സ്നേഹിക്കണമെന്നില്ല. ആ പൈസയും കഴിയും. എന്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, അമ്മ എത്ര പൈസ ഉണ്ടെങ്കിലും അമ്മയുടെ സ്നേഹം അടുത്ത് അറിഞ്ഞില്ലെങ്കിൽ അതൊരു ശൂന്യത തന്നെയാണ് അമ്മ എന്ന് പറഞ്ഞു. സ്തോത്രം. പറയാറുണ്ട്. അപ്പൊ എന്റെ സഹോദരങ്ങളാണ് അവരെ വളർത്തിയിട്ടുള്ളത്. അവർക്ക് കൊടുക്കേണ്ട മാത്രം സ്നേഹം കൊടുത്തിട്ടുള്ളത് ഒക്കെ അപ്പൊ അവർക്ക് അവരോടാണ് കൂടുതൽ അടുപ്പം. അപ്പൊ ഇതൊക്കെ ഓർത്ത് എന്റെ ഉള്ളൊന്നും നീറും. ദൈവമേ, ഞാൻ എന്തിനപ്പാ ഇവിടെ വന്നത്? വീട്ടിൽ എന്തിനാ ഞാൻ കല്ലും മണ്ണ് ചോന്നില്ലേ നാട്ടിൽ വരെ വളർത്തിയത്? ഞാൻ എന്റെ ഇളയ മോനെ പ്രസവിച്ചിടുന്നത് ഞാൻ 6 മാസത്തിന് തലയിൽ കല്ല് വെച്ചതാണ്. റോഡ് പണിക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അല്ലേപ്പാ ഞാൻ വളർത്തിയത്. എനിക്കിപ്പോ ഞാൻ മലപ്പുറം അല്ലല്ലോ ദേശത്ത് കടന്നു വന്നത്. സ്തോത്രം. അത് നമ്മ നഷ്ടപ്പെട്ട എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹമാണ്. സ്തോത്രം. എന്റെ മക്കളൊന്ന് സാക്ഷ്യം പറയും, അമ്മയില്ലായിരുന്നെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എന്ന് പറയും. അതെങ്ങനെ പറയാനുണ്ട്? ദൈവമാക്കിയത്. എന്റെ മരുമക്കൾക്ക് എന്നോട് സ്നേഹമാണ്. സ്തോത്രം. മരുമക്കൾക്ക് എന്നോട് സ്നേഹമാണ്. സ്തോത്രം. അത് ദൈവം തന്നിരിക്കുന്നവര്. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന ഈ സാക്ഷ്യം എല്ലാരും പറയുന്ന പോലെ ഒന്നും എനിക്ക് അടുത്തും ചുറ്റോടും പറഞ്ഞിട്ടില്ല. എല്ലാവരും എഴുതി വെച്ച് എന്റെ പോയിന്റ് ഒക്കെ നോക്കി പറയും. പക്ഷെ ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നവരെ യേശുവിനെ ക്രിസ്തുവിന് അതിന്റെ സത്യസന്ധതയോട് സേവിച്ചാൽ, സ്തോത്രം, അവൻ നന്മയല്ലാണ്ട് തിന്മയൊന്നും നമുക്ക് ചെയ്യില്ല. അവൻ നന്മയുടെ വാതിലാണ്. അപ്പൊ ശത്രു എത്ര നമ്മളെ ഭയപ്പെടുത്തിയാലും എന്റെ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ഉണ്ടാകും. അതിന്റെ ജീവിതത്തില് ഇന്നോളം ഞാൻ അനുഭവിച്ചതാ. ഇന്നോളം. സ്തോത്രം. എനിക്ക് അനുഗ്രഹപ്പെട്ട സഭ ദൈവം തന്നു. സ്തോത്രം. ഞാൻ ഒരു സഭയിലും വേറെ പോയിട്ട് ഇപ്പൊ അങ്ങനെ ഇറങ്ങി എനിക്ക് എന്റെ സഭയെ കിട്ടാതെ എനിക്കൊന്നുമില്ല. എനിക്കല്ല പലരും ചിലരൊക്കെ പറയുന്നത് ഒരു സഭകാരൻ വേറെ സഭയിൽ പോയി അവിടെ ആരാധന പറ്റിയില്ല, അവിടെ വചനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടും. നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. യേശുവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, 2 or 3 പേര് യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവിടെ യേശു ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. സ്തോത്രം. നമ്മൾ മനുഷ്യരുടെ സഹായത്തിനോ മനുഷ്യരുടെ ആദായം അല്ലെങ്കിൽ സ്നേഹത്തിനോ അല്ലെങ്കിൽ എനിക്ക് മനുഷ്യരുടെ സ്നേഹം കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്, ഇങ്ങനെ ക്രിസ്തീയ സഭ ഇങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. സ്തോത്രം. ഞാൻ ചെന്ന് എങ്ങോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിനെ വേണമെന്ന്. സ്തോത്രം. യേശു എനിക്ക് വേണ്ടി എല്ലാം കരുതി വെച്ചിരുന്നു, എല്ലാം കരുതി വെച്ചിരുന്നു എനിക്ക്. ഞാൻ ആദ്യമായി ഇങ്ങനെ ആകുലപ്പെട്ട് ഞാൻ ആ പള്ളിയില് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ പള്ളിയിൽ ചെന്നിട്ട് സ്തോത്രം ആ വാതൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ യേശുവിന്റെ സ്വന്തം അല്ലാത്തതുകൊണ്ടാണല്ലോ എനിക്ക് ആ ഇത് തരാഞ്ഞത്. സ്തോത്രം. ആ എന്താ പറയാ, സ്തോത്രം, കുർബാന തരാഞ്ഞത്. അപ്പൊ ഞാൻ ദൈവം എന്നെ സ്വന്തമാക്കി. സ്തോത്രം. അവനെ സ്വന്തമാക്കി, അവനെ ശുദ്ധീകരിച്ചു, അവന്റെ ഉള്ളിലൊരു പുതിയ ഹൃദയം തന്നു. എന്നിട്ട് ഞാൻ ഓരോ വചനം കേൾക്കുമ്പോഴും ഞാൻ ഇതിനെ ഏറ്റു പറയും. ഞാൻ ചെയ്ത പാവങ്ങൾ തിരുത്താൻ പറ്റുന്ന ഞാൻ തിരുത്തും. ഞാൻ കുറ്റി വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അന്ന് പാപചിന്തയൊന്നും ഇല്ലല്ലോ. കുറ്റി വിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കാർഗോ ആയിക്കൂല നാട്ടില്. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കാർഗോ നാട്ടി കഴിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ചില നല്ല ഗ്ലാസ്സുകൾ, ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള ചില പൂ പോലുള്ള നമ്മളിങ്ങനെ കാണാൻ ഭംഗിക്കൊക്കെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉള്ളതൊക്കെ ഈ ലഗേജ് ഇടുമ്പോൾ എന്റെ കൂട്ടത്തിൽ എടുത്തിട്ടിട്ട് നാട്ടിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പിള്ളേർ ഇത് കാണാനുള്ള ഭംഗിയുള്ളത് ഇവരെല്ലാം പറക്കി ഒരു കാർട്ടൂണത്താക്കി ഇങ്ങനെ വെച്ച് എന്തെങ്കിലും ഒരു വീട് തരുമ്പോൾ ഈ വീട്ടിനകത്ത് ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് നല്ല ബൈബിൾ ക്ലാസ്, രാജ് പാസ്റ്റർ, ശമുവേൽ പാസ്റ്റർ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാ വ്യാഴാഴ്ച. അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അത് ഏറ്റെടുക്കുന്നവർക്ക് അനുഗ്രഹം. ഞാനത് ഇങ്ങനെ ചെന്നിരുന്ന ബൈബിൾ ഇങ്ങനെ പറയുമ്പോൾ പാസ്റ്ററിന്റെ നന്മയും തിരുമേനെ തിരിച്ചിങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ, മറ്റുള്ള മോഷ്ടിച്ചുകൂടെ, മോഷണ വസ്ത്രം നമ്മൾ ശരീരം ഭവനത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് പാവമായി തീരും, അത് നമ്മൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നമ്മൾ പറഞ്ഞുകൊണ്ടുന്ന വാക്കുകൾ, നമ്മൾ മറ്റുള്ളവരെ ചീത്ത പറയുന്ന വാക്കുണ്ടോ അല്ലെങ്കിൽ കുശുമ്പുണ്ടോ കുന്നായ്മയുണ്ടോ, ഇതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റണം, മറ്റുള്ളവരെ നമ്മൾ വേണ്ടാത്ത വാക്കുകൾ പറയരുത്, ഇതൊക്കെ പറയുന്ന എല്ലാം ഞാനിങ്ങനെ സ്തോത്രം ഏറ്റെടുത്ത് അതിന് വചനത്തിൽ നമ്മൾ എങ്ങനെ വായിക്കാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒരിക്കലും ഒരു ദിവസം വചനം കേട്ടപ്പോൾ ഇതിന്റെ മനസ്സിനകത്ത് കുത്തുകൊണ്ടു, ഇതെന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, ഇതെന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. സ്തോത്രം. അപ്പൊ ആ 2 സെന്റില് ആ കോളനിയുടെ അവിടെ ആ വീട്ടിനകത്ത് ഇവര് ഉള്ളപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ സഹോദരങ്ങളെ വീട്ടിൽ പോകുമ്പോഴേക്കും ഇത് കെട്ടി ചോന്നുകൊണ്ട് പോകും. സ്തോത്രം. പോകുമ്പോഴൊക്കെ ഇത് എന്തിനാണ് എന്തെങ്കിലും ഒരു വീട് തരുമ്പോ ഇത് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി, കാണാൻ ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ പുതപ്പുകൾ ഇങ്ങനെ അവർ വേണ്ടാതെ വെച്ചിരിക്കുന്ന ബ്ലാങ്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എടുത്തിട്ടയക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞു, മക്കളെ നിങ്ങൾ ആ കെട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലോ കട്ടിനടിയില്, അത് അമ്മച്ചി പൈസ കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ, അമ്മ പൈസ കൊടുത്ത് മേടിച്ചതല്ല, അത് അമ്മച്ചി അവിടെ നിന്ന് അവർ കാണാതെ എടുത്ത സാധനം, അത് നമുക്ക് വേണ്ട കേട്ടാ, അത് ആർക്കറിയാം. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്റെ ഇരിപ്പുണ്ട്, ഞാനത് വീട്ടുകാർ അറിഞ്ഞെടുത്തതല്ല, ഞാൻ അവർ അറിയാതെ എടുത്ത സാധനങ്ങളാണ് അത് ഞാൻ എന്ത് ചെയ്യട്ടെ പാസ്റ്റർ, എനിക്കത് മനഃഭാരമായിട്ട് തോന്നുന്നു പറഞ്ഞു. അപ്പൊ പാസ്റ്ററിനോട് പറഞ്ഞ്, ശാന്ത ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ചെയ്തതല്ലേ, ഇനി അല്ല അതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് നശിപ്പിച്ചേരേണ്ട, ആർക്കെങ്കിലും കൊടുത്തേരെ, ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ, ശാന്തയ്ക്ക് വേണ്ടെങ്കിൽ ഇത് വെച്ചേക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനസ്സിനകത്ത് കുറ്റബോധം വരുന്നെങ്കിൽ ഇത് വെച്ചേക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കൾ അയ്യോ അത് കൊള്ളാലോ അമ്മ, ഇത്രയും നാൾ അമ്മ ഞങ്ങളെ കൊതിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് ഇപ്പൊ അത് സ്വന്തമല്ല, പിന്നെ ആ പാരിപ്പള്ളിയിൽ ആ വീട് സ്വന്തമല്ല നമ്മ അമ്മ പറയുമോ, അതും ഞാൻ മൊട്ടിച്ചാണെന്നാണ് പറയുമോ എന്നോട് ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞു, അത് നമ്മ കഷ്ടപ്പെട്ടതാ, എല്ലാം മുറി പണിയെടുത്ത മുതലാത്, ഇത് ഞാൻ അവർ കളവെടുത്ത സാധനങ്ങളാ, ഇത് നിങ്ങൾക്കെടുത്ത് ആർക്കെല്ലാം കൊടുക്കുകയെന്ന് അവരെടുത്ത് സഹോദരങ്ങൾക്ക് എന്നും തോന്നും എല്ലായിടത്തും കൊടുത്തു. അത് അനുസരിക്കാനുള്ള ഒരു കൃപ എന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തു. സ്തോത്രം. പറയുന്നത് ചെറുപ്പക്കാർ പിള്ളേരാണ്, അവരുടെ കൂട്ടുകാരന്മാരുണ്ട്, അവരെ വിട്ട് എന്റെ യേശുവിനെ അവര് തള്ളി പറഞ്ഞിട്ടില്ല. സ്തോത്രം. എന്റെ യേശു അവരൊരു ദൈവമാണെന്ന് പറയാൻ അവർക്ക് ദൈവം അതിനുള്ള കൃപ കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് ഓരോ ആപഘട്ടങ്ങൾ വരുമ്പോഴും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ദൈവം ഓർക്കാട്ട് ഇറങ്ങി വരും. സ്തോത്രം. പല ചിന്തകളും കുറവുകളും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. എല്ലാം നല്ല കറക്റ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ യേശു എന്ന രക്ഷകന് സ്തോത്രം അവര് ഹല്ലേലൂയ അവർ മുറുകെ പിടിച്ചു. സ്തോത്രം. ഇനി അവരുടെ ചില ബലഹീനതകളും കുറവുകളൊക്കെ ഉണ്ട്, അതൊക്കെ ദൈവം അവര് ഓരോ ദിവസം അവര് പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ രക്ഷകനായ അവരുടെ ഹൃദയത്തിൽ അവര് ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു മാർഗം അവര് ഫോളോ ചെയ്ത് പോകുന്നു. ഇത് അവര് വ്യക്തിപരമായിട്ട് ഇതെന്റെ ദൈവം എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ സമയം വരും, എല്ലാത്തിനും കാലം ഉണ്ടെന്ന് യോജനം പറയുന്നില്ലേ, എല്ലാറ്റിനും. ഇപ്പൊ ഞാൻ പിന്നെ ഒന്നുകൂടി ദൈവം നോക്കും. ആദ്യമേ ഇവരങ്ങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ എന്റെ വിശ്വാസവും എന്റെ തീഷ്ണതയും എത്രയുണ്ടെന്ന് ദൈവം നോക്കും. സ്തോത്രം. അവര് നീ നിന്റെ മക്കളോട് നീ അറിഞ്ഞ സത്യം അറിയിക്കുക. സ്തോത്രം. ഞാൻ അറിയിക്കുന്നതിൽ ഞാൻ എത്ര അതിന് വില കൊടുക്കുന്നുണ്ടോ നോക്കും ദൈവം. ഞാൻ അവരെ ഓരോ എവിടെയെങ്കിലും ഭാഷ പറഞ്ഞില്ല, എവിടെയെങ്കിലും ആരാധനാലയം ഇല്ലെന്ന്, എനിക്ക് ഈ ഇതിനു വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നതിന് യാതൊരു മടിയില്ല. അവർക്ക് ഇവിടുന്ന് പൈസ അയച്ചിട്ട് മക്കളെ അവിടെ കിളിമാനൂരുണ്ട്, ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, അഞ്ചലുണ്ട്, അഞ്ചലൊക്കെ അതൊക്കെ പിന്നെയും വലിയ ദൈവദാനങ്ങൾ പിന്നെയും പറയാം. അഞ്ചലുണ്ട്, ഇന്റെ അടുത്തുണ്ട് മക്കളെ, ആയൂരുണ്ട്, അവിടെയുണ്ട്, എനിക്ക് സ്തോത്രം യേശുവിന്റെ രക്തത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടും അവരെ വണ്ടിയും പിടിച്ച് ഇവര് കുടുംബമായിട്ട്
പോവും, ഒറ്റയ്ക്ക് അങ്ങനെ പറയുന്നിടത്ത് ഈ കുഞ്ഞുങ്ങൾ പോകും കേട്ടോ, സ്തോത്രം, അവര് പോകും. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഇവര് യേശുവിനെ അറിയണം, ഇവര് യേശുവിനെ അറിയണം, ഇവര് യേശുവിനെ അറിയണം. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ ആരാധനാലയം ഇല്ലായിരുന്ന ഒരു സമയത്ത്, സ്തോത്രം, അഞ്ചല് ജോൺ താരു അങ്ങനെ പേര്, പുള്ളിയുടെ നമുക്ക് അറിയില്ലല്ലോ ആദ്യമൊന്നും. അപ്പൊ അവിടെ ഉള്ളായിരുന്നു ആരാധന. അപ്പൊ ഞാൻ എന്റെ ഇളയമോൻ മറ്റേ മുസ്ലിം കുഞ്ഞെന്ന് പറഞ്ഞില്ലേ, അവള് ഞാൻ പറഞ്ഞു, മക്കളെ എവിടെയെങ്കിലും നിങ്ങൾ ആരാധനയ്ക്ക് ഇപ്പൊ അവിടെ ആരാധന രാജഭാഷ ഇവിടുന്ന് വല്ലപ്പോഴും ചെന്ന് പറയുന്നല്ല, അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ, വചനമൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഈ ബൂത്തിൽ അന്ന് ഈ ഫോണില്ല, ഇതുപോലെ നെറ്റ് ഫോണില്ല, ഞാൻ ഈ ബൂത്തിൽ പോയിരുന്നിട്ട് വചനം വായിക്കും. അയ്യോ അതൊക്കെ ഭയങ്കര രസമാട്ടാ. ബൂത്തിൽ പോയിരുന്നിട്ട് ഈ ബൈബിളും കൊണ്ടുപോകും, ബൈബിൾ കൊണ്ടുപോയിട്ട് ബൂത്തിൽ പോയിരുന്നിട്ട് ബൈബിൾ വായിച്ച് കേൾപ്പിക്കും. സ്തോത്രം. അപ്പൊ ബൂത്തി അപ്പുറത്തെ കൗണ്ടറിൽ ഇരിക്കുന്നവരും കേൾക്കും ഈ ബൈബിൾ വായന. സ്തോത്രം. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. എവരെ മക്കളെ ഇങ്ങനെ വചനം ഇങ്ങനെ വായിക്കണം കേട്ടോ, ഇത് ഇത്ര വായിക്കണം, നിങ്ങൾ ഉപവാസം എടുക്കണം കേട്ടോ, അതിങ്ങനെ, എന്നിട്ട് അമ്മ ഇങ്ങനെയാണ് വചനം എടുത്തിട്ട് പാഠം മൊത്തം ബൈബിൾ എടുക്കുമോനെ ബൈബിൾ എടുക്കും, മക്കളത് വായിക്കുമോനെ വായിക്കും, ഞാൻ ഉടനെ വായിക്കും, ഇന്ന അധ്യായം വായിക്കും മക്കൾ, ഇന്ന അധ്യായം വായിക്കും. സ്തോത്രം. ഇങ്ങനെ ബൂത്തിൽ പോയിരുന്നിട്ട് വചനം വായിപ്പിക്കും. സ്തോത്രം. അങ്ങനെ വായിപ്പിച്ചും അനുസരിപ്പിച്ചും ദൈവം ഇത്രത്തോളം എത്തിച്ചു. സ്തോത്ര, 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 സ്തോത്ര. അങ്ങനെ ആ ജോൺ താലൂക്കിന്റെ ചർച്ചിൽ ഇവരെ ഞാൻ പറഞ്ഞു വിടുമായിരുന്നു. കിടക്കുന്ന പച്ചിൽ ദൂരം ഉണ്ടല്ലോ. അപ്പൊ അവനൊന്നും ബൈക്കില്ല, കൂട്ടുകാരൻ്റെ ഒരു ബൈക്കും എടുത്തുകൊണ്ട് ഒരു ന്യൂ ഇയർ പ്രയറിന് വേണ്ടിയിട്ട് അവിടുന്ന് പോയി. അവനുകൊണ്ട് അന്ന് ഒരു കുഞ്ഞെ ഉള്ളായിരുന്നു. ബൈക്കിൽ പോയി, ഒരു കൂട്ടുകാരന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്ന് ആരാധന കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ പിന്നെ എത്ര ശ്രമിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ ഒന്ന് രാത്രി അവരവിടെ കിടന്നു. അപ്പം പാസ്റ്ററൊക്കെ അങ്ങ് പോയി, അവരവിടെ കിടന്നു. പിന്നെ അപ്പൊ ഈ വണ്ടി സ്റ്റാർട്ട് ആവാത്ത കാര്യം പുനലൂര് ഉള്ള ഒരു ഫാമിലി ഒരു മോനും ഉണ്ട്. അപ്പൊ എന്റെ മോൻ അവരൊന്നും അറിയില്ല, പരിചയമോ അങ്ങനെ പരിചയപ്പെടുക സഹകരണം ഒന്നുമില്ല. അപ്പൊ ഇവരിങ്ങനെ അറിഞ്ഞു ഇങ്ങനെ വണ്ടി പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല, അവരവിടെ കിടക്കായിരുന്നു ഇറങ്ങി. പിറ്റേ ആഴ്ച ചെന്നപ്പോഴത്തേന് ഈ കൊച്ചു 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന കൊച്ചാണ്. ഇവന്റെ അടുത്തായിരുന്നു ആരാധിക്കുന്ന, എന്റെ മോന്റെ അടുത്തായിരുന്നു ആരാധിക്കുന്ന. അപ്പൊ അച്ചായ ദൈവാത്മാവ് എന്നോട് പറയുന്നു, പിന്നെ അച്ചായനൊരു വണ്ടി മേടിച്ചു തരണമെന്ന്. സ്തോത്രം. ദൈവത്തിന്റെ ദാനം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു പേരും അറിയില്ല, ഒരു നാളറിയില്ല, ഇവനെ അറിയില്ല, അവന്റെ പേരറിയില്ല. അച്ചായ ഒരാഴ്ച അങ്ങനെ പറഞ്ഞു, പിറ്റേ ആഴ്ചയും പറഞ്ഞു. അച്ചായ വീണ്ടും എന്നോട് ദൈവാത്മാവ് പറയുന്നു, അച്ചായനൊരു വണ്ടി മേടിച്ചു തരണമെന്ന്. ഇവൻ വീണ്ടും ചിരിച്ചു കളഞ്ഞു. 3ാമത്തെ ആഴ്ച, സ്തോത്രം, ഈ സാക്ഷി അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഓർമ്മ വരും. സ്തോത്രം. ഈ സാക്ഷി എവിടെയെങ്കിലും അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മ വരും. സ്തോത്രം. 3ാമത്തെ ആഴ്ച അപ്പനും അമ്മയും കൂടെ മോനെ ആയിട്ട് അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, എന്റെ മോൻ 2 ആഴ്ച കൊണ്ട് മോനോടൊരു കാര്യം പറയുന്നു പറഞ്ഞ് അവനും വന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവാത്മാവ് അവനോട് പറഞ്ഞെന്ന് പറഞ്ഞു, ഒരു വണ്ടി മേടിച്ചു തരണമെന്ന്. പിന്നെ മോനെ, അത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതാ. സ്തോത്രം. മോനത് സന്തോഷത്തോടെ സ്വീകരിക്കണം. മുമ്പാ അവന്റെ പൊല്ലൂർ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് 69,000 രൂപ കൊടുത്തിട്ട്, 69,000 രൂപ. എത്ര വർഷമായിപ്പോ എന്റെ മോനിപ്പോ 16 വയസ്സായി. ആർക്ക്? 17. അവൻ അന്ന് കൈക്കുഞ്ഞങ്ങട്ടേന്ന്. സ്തോത്രം. സ്തോത്രം. 69,000 രൂപ കൊടുത്തിട്ട് ഒരു ബൈക്ക് മേടിച്ച് അവന്റെ സ്വന്തം പേർക്ക് കൊടുത്തു. സ്തോത്രം. ദൈവം അവൻ സ്വർഗത്തിൽ നിന്ന് കൽപ്പിക്കും, അവൻ ഹൃദയങ്ങളോട് കൽപ്പിക്കും. പക്ഷെ അതിനായിട്ട് നീ ദൈവത്തിനെ വരരുത്. സ്തോത്രം. നന്മയ്ക്കായിട്ട് വരരുത്. സ്തോത്രം. ദൈവം നന്മ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മക്കളോട് എപ്പോഴും പറയാം, മക്കളെ നിങ്ങൾ കറക്റ്റായിട്ട് നടക്കുക, അവനെ സ്നേഹിച്ച് നടക്കുക. അവനെ നിങ്ങള് ഇപ്പൊ എന്താ ഒരു എന്റെ വിശ്വാസം ആയിരിക്കത്തില്ല അവരുടെ വിശ്വാസം, എന്റെ ആ ഒരു വേർപാടായിരിക്കത്തില്ല അവരുടെ ഒരു ഇത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതുപോലെ ആയി വരണം മക്കളെ. നിങ്ങൾ അതുപോലെ ആയി വരുമ്പോൾ നിങ്ങളെ ദൈവം ആ ദേശത്ത് നിങ്ങളെ ദൈവം മാനിക്കും. സ്തോത്ര, 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 സ്തോത്രം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ വീട് വെക്കുന്ന സമയത്ത് തന്നെ പാരിപ്പള്ളിയിലെ വീട് ഞാൻ പറയില്ല 2 സെന്റ് ഉണ്ടായിരുന്നത്, അത് തക്ക സമയത്ത് അത് വിൽക്കാൻ, അപ്പൊ ഇത്രയും വർഷം അത് വിൽക്കാൻ പറ്റിയിട്ടില്ല. ആ തക്ക സമയത്ത് അതിനെ വിറ്റ് അവനൊരു 6 സെന്റ് സ്ഥലം മേടിക്കാൻ, ഈ മേടിച്ച വീടിന്റെ അടുത്തോ ആ പരിസരത്ത് തന്നെ ഇളയ മോന് 6 സെന്റ്, എനിക്ക് ഈ ദേശത്ത് നിനക്ക് വസ്തു തരത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ വാടിക്കത്തില്ല, ഇവിടെ യേശുവിനെ വേണ്ട, നിന്നെ ഞാൻ നശിപ്പിക്കും, നിന്റെ കൊച്ചുമക്കളെ ഞാൻ നശിപ്പിക്കും, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് പ്രയാസം വന്ന് എന്റെ മക്കൾ 2 മരണം ഞാൻ കണ്ടു. എന്റെ 2 മക്കൾ മരിക്കുന്നതായിട്ട് ഞാൻ പിശാച് കാണിച്ചു. സ്തോത്രം. പിശാചാണോ ദൈവമാണോ എനിക്കറിയില്ല, ഞാൻ കണ്ടു. 2 ജയിലിൽ കൊണ്ടുപോയിട്ട് ഞാൻ കണ്ടു, എന്നെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു. ആ വഴിയിലെല്ലാം പോയി. എന്റെ 2 മക്കളും കൂടെ പിന്നെ അടൂരങ്ങോട്ട് ജോലിയും കഴിഞ്ഞിട്ട് രാത്രിയിൽ ഒരു ബൈക്കിനകത്ത് ഇങ്ങനെ ആയൂര് ജംഗ്ഷൻ കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മദ്യപിച്ചിട്ട് ഒരു പ്രായം ചെന്ന മനുഷ്യൻ വണ്ടിക്ക് കുറുക്ക് വീണിട്ട് ഈ വണ്ടി അവന്റെ ദേഹത്ത് കയറി ആ മനുഷ്യൻ മരിച്ചുപോയി. എന്റെ കുഞ്ഞുങ്ങൾ 2 ജയിലിൽ പോണ്ടായിരുന്നു. സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾ 2. അപ്പൊ പിന്നെ സ്ഥലത്ത് ആൾക്കാർ കണ്ടോണ്ട് നിന്നത് കൊണ്ട് ഇവർക്ക് രക്ഷയായി. ഇവര് വണ്ടി നിർത്തി ഈ മനുഷ്യനെ എടുത്ത് നെഞ്ചിട്ട് ചേർത്ത് നിലവിളിക്കുക. അവര് റോഡിന്റെ നടുക്കൊന്ന് കയറി, പുള്ളി അവിടെ ഒരു ഷാപ്പുണ്ട്,
ആയൂര്. ആ ഷാപ്പിൽ നിന്ന് ഇയാൾ മദ്യം കഴിച്ചിട്ട് ഇയാളിങ്ങനെ വേച്ചു പറ്റി ഇവരിങ്ങനെ സ്പീഡിൽ വരുമല്ലേ, റോഡിന്റെ നടുക്ക് പിടിച്ച് നിർത്താനും പറ്റിയില്ല. സ്തോത്രം. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പവും പറ്റില്ല. വണ്ടി മറിഞ്ഞ് ഇദ്ദേഹത്തോട് ഇയാൾ ഇടിച്ച് പുള്ളി മരിച്ചു പോയി കേട്ടാ. പുള്ളി മരിച്ച് എന്റെ ഇളയ മോന്റെ കുറെ നാള് കുഞ്ഞിന് ഭയങ്കര പ്രയാസമായിരുന്നു. അവന്റെ കണ്ണു മുന്നിൽ അവന്റെ കൈ കിടന്നാ മരിക്കുന്നത്. ഇങ്ങനെ കയ്യിലെടുത്ത് ആ ചോരയെ കുളിച്ച് കിടക്കുമ്പോ ഇവര് ഓടാനോ ഒന്നും നിന്നില്ല. അവിടെ ആൾക്കാരെല്ലാം കണ്ടോണ്ടിരുന്ന് അതങ്ങനെ. അപ്പൊ ഈ ശത്രു എന്നെ കാണിച്ചതെല്ലാം എന്റെ ജീവിതത്തിൽ കടന്നുപോയി. സ്തോത്രം. ഇതൊക്കെയും എന്നിട്ട് എന്നെ കാണിക്കുന്നുണ്ട്. എന്നെ ഒരു മരുഭൂമി കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് എന്റെ സഹോദരങ്ങളുണ്ട്, ഈ പറയുന്ന എന്റെ മക്കളെ ഞാൻ ആ കൂട്ടത്തിൽ കാണുന്നു. നീ യേശുവിനെ ഈ യേശുവിനെ വിട്ടിട്ട് നീ വന്നാൽ ഞങ്ങൾ നിന്നെ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നീ പൊക്കോണം. അപ്പൊ ഞാൻ നോക്കുമ്പോ അവിടെ ഇരുട്ടല്ലാതെ ഒന്നുമില്ല. ഒരു മരുഭൂമി, വിജനമായ ഒരു മരുഭൂമി, കണ്ണില് ഒരു വെട്ടം പോലും അടിക്കാത്ത ഇരുട്ട്. സ്തോത്രം. എന്റെ സഹോദരങ്ങൾ ബേക്കിൽ നിന്നുകൊണ്ട് പറയാം, നീ യേശുവിനെ കളഞ്ഞിട്ട് വാ, നീ ഞങ്ങൾ സ്വീകരിക്കാന്നാണ്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, എല്ലാരും പൊക്കോ, ഞാൻ യേശുവിനെ വിടത്തില്ല. സ്തോത്രം. സ്തോത്രം. എന്നെ ഈ കൂരിരുട്ടിലും താങ്ങാൻ ഒരു കരം എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള ദർശനങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ആ ഒരു ധൈര്യത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട് സകല നന്മയ്ക്കായിട്ട് കൂടി ശത്രു നമ്മളെ ഭയപ്പെടുത്തും. അവനെ കൊല്ലുമെന്ന് പറയും, മുട്ടിക്കുമെന്ന് പറയും, അവൻ നശിപ്പിക്കുമെന്ന് പറയും, രോഗങ്ങൾ കൊണ്ടിടും, നമ്മുടെ ഇല്ലായ്മ കൊണ്ട് നമ്മളെ അധ്വാനപ്പെടുത്തി അവൻ നശിപ്പിക്കും. അവൻ എന്തെല്ലാം കുടുംബത്തിൽ കലഹങ്ങൾ കൊണ്ടിടും. ഇന്ന് സ്നേഹത്തോടിരിക്കുന്ന മക്കളായാലും മരുമക്കളായാലും ചിലപ്പോൾ പിന്നത്തെ 2 ദിവസം കഴിയും ഭിന്നത വരും. അവിടെ നമ്മൾ തളരുന്നൊരവസ്ഥ വരും. ഇതെന്താ ഇങ്ങനെയെന്ന്. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി സകലത ചെയ്യും. സ്തോത്രം. ഇതൊന്നും കണ്ട് നമ്മൾ തളർന്നു പോകാതെ ക്രിസ്തീയ ജീവിതത്തില് കഷ്ടങ്ങളുണ്ട്. നമ്മൾ അനേക കഷ്ടങ്ങളിൽ കൂടി വേണം നമ്മൾ അങ്ങ് സ്വർഗരാജ്യത്തിൽ എത്താൻ. നമുക്ക് ഈ ലോകത്ത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഈ ലോകം നിങ്ങൾക്ക് പട്ടുമത്തെ അല്ല, ഇവിടെ കഷ്ടങ്ങളുണ്ട്. സ്തോത്രം. ഈ കഷ്ടങ്ങളൊക്കെ ദൈവം എന്നെ കാണിച്ചു. എന്നിട്ടാണ് ഞാൻ എന്നോട് പറയും, ധൈര്യമായിട്ടൊന്നുമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. 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 എന്നെ ഹിന്ദു മതവിശ്വാസത്തിൽ നിന്ന് എന്നെ അമ്പലക്കൂട്ടിൽ തന്നെ കൊണ്ടുവന്ന് ക്രിസ്തു എന്ന ഈ രക്ഷകളെ എനിക്ക് സ്വീകരിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. എന്റെ ദേശത്ത് എന്റെ ദൈവമാണെന്ന് കൈയൂർത്തി പറയാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. സ്തോത്ര. സ്തോത്ര. സ്തോത്രം. എന്റെ ഈ മക്കള് അറിഞ്ഞ സത്യം എന്റെ സഹോദരങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് അമ്മയുണ്ട്. സ്തോത്രം. എന്റെ അമ്മ ജീവിച്ചിരിക്കുന്നു. എന്റെ അമ്മയെ ദൈവത്തെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രമൊക്കെ പറയും, യേശുവിനെ വിളിക്കും. പക്ഷെ പറയും എനിക്ക് എല്ലാം വേണമെന്ന് പറയും. മക്കളെ എനിക്ക് യേശുവും വേണം, മറ്റതും വേണമെന്ന് പറയും. സ്തോത്രം. പൂർണ്ണമായിട്ട് യേശുവിനെ അറിയാൻ അവന്റെ സഹോദരർക്കും ദൈവം അതിന് ഭാഗ്യം കൊടുക്കട്ടെ. ഈ രക്ഷ എന്താണെന്ന് അവരറിയട്ടെ. അവരറിയാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കട്ടെ. സ്തോത്രം. എന്റെ ഈ സാക്ഷ്യം അനേകർക്കൊരു സാക്ഷിയായി തീരാൻ, ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താൻ അവർക്കൊരു പ്രചോദനമായി മാറട്ടെ. ദൈവത്തിന് നമ്മത്ത് കൊടുക്കട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. താങ്ക് യു ആൻറ്റി. പറഞ്ഞ ജീവിതാനുഭവങ്ങളെല്ലാം കർത്താവിനെ വിശ്വസ്തയോടുകൂടെ പിൻപറ്റിയാൽ കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തും. നമ്മൾ ആരും കർത്താവിനെ പിൻപറ്റിയത് ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയല്ല. ജീവിതത്തിൽ സമാധാനമില്ലാതെ നമ്മൾ പാട്ട് പാടത്തില്ലേ, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞപ്പോൾ യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സത്യത്തിൽ ആ സമയങ്ങളിലൊക്കെ ചേച്ചി ആ ഒരു ബാസിയായിലൊക്കെ ഇങ്ങനെ ഒരു ഭ്രാന്തിയെപ്പോലും നടന്നെന്നാണ് പറഞ്ഞത്. മാനസികമായിട്ട് തളർന്ന് നടന്ന സമയങ്ങൾ, സമാധാനമില്ലാതെ അലഞ്ഞ സമയങ്ങളിൽ യേശു അരികിൽ വന്നു, സമാധാനദായകൻ അരികിൽ വന്നു. നമ്മൾ സമാധാനത്തിനാണ് പോയത്. പക്ഷേ പറഞ്ഞതുപോലെ ആലയത്തിലെ നന്മ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ദൈവ വൈതലിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൻ നിൽക്കുന്ന ആലയത്തിൻ്റെ അകത്തു നിന്നാണ്. അവൻ നിൽക്കുന്ന പലർക്കും ഈ ആലയത്തിൻ്റെ ബന്ധവും അതിൻ്റെ അനുഗ്രഹം എന്താണെന്ന് അറിയത്തില്ല ചേച്ചി. ഈ കാലത്തിലൊക്കെ ഞാനത് ഓപ്പണായിട്ട് പറയുക. ഇന്ന് രാവിലെ ഞാൻ എടുത്ത വചനം, ഞങ്ങളുടെ ചർച്ചിലെടുത്ത വചനം, ഈ റെക്കോർഡിങ് നടക്കുമ്പോൾ ഉള്ള ദിവസം എടുത്ത വചനം, പിന്നെ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന പ്രായലേഖനത്തിൽ പറയുന്ന വാക്യമാണ്. ഇന്ന് പലർക്കും ഇത് അറിയത്തില്ല കേട്ടോ. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഏത് ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞു, അത് ഞാൻ പാസ്റ്ററെ ഓൺലൈനാണ്, ഓരോ ആഴ്ച ഓരോ ചർച്ചിൽ അറ്റൻഡ് ചെയ്യും, ചിലപ്പം പാസ്റ്റർ ചർച്ചും അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റുകയില്ല, എൻ്റെ ചർച്ചിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ വിശ്വാസിയാകത്തില്ല. അവിടെ ബന്ധങ്ങൾ വേണം, ശുശ്രൂഷകന്മാരുമായിട്ട് ബന്ധം വേണം, ദൈവമക്കളുമായിട്ട് ബന്ധങ്ങൾ വേണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ വേണം. എല്ലാ അനുഗ്രഹങ്ങളും ആലയത്തിനകത്തുനിന്നാണ്. ഞാൻ ഈ ശുശ്രൂഷിക്കാൻ സഭകൾ സന്ദർശിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശുശ്രൂഷിക്കുന്നത് ആ ചർച്ചിൻ്റെ വളർച്ചയും പുരോഗതിയും അനുഗ്രഹത്തിനും വേണ്ടിയാണ്. എന്നാൽ മറ്റ് പല ഗസ്റ്റ് പാസ്റ്റർമാരും ചെയ്യുന്നത് ആ ചർച്ചിലുള്ള വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെ അനുഗ്രഹം, ബ്ലെസ്സിങ്, വാഗ്ദത്തം, ദൂതൊക്കെ പറയും. അത് ആളുകൾക്ക് സന്തോഷമാണ്, ഇഷ്ടമാണ്. കാരണം വന്ന പാസ്റ്റർ വ്യക്തിപരമായിട്ട് ഒത്തിരി പേരോട് സംസാരിച്ച് ഈ പാസ്റ്റർക്ക് ഭയങ്കര കൃപയാന്ന് പറയും.
പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളൊരു നിയോഗം, വ്യക്തിപരമായ ദൂതുകൾ പറയുന്നതിലപ്പുറമായിട്ട് ആ ചർച്ചിനെ പണിയാനുള്ള ദൂത് പറയണം, ആ ചർച്ചിനെ വളർത്താൻ, ആ ചർച്ചിനെ സ്ട്രോങ് ആക്കാനുള്ള ദൂത് പറയണം. എൻ്റെ മെസ്സേജ് എപ്പോഴും ആ ഒരു ലോക്കൽ ചർച്ചിനോടായിരിക്കും. കാരണം എൻ്റെ വിശ്വാസം എന്താണെന്നറിയാം, ലോക്കൽ ചർച്ച് ബലപ്പെട്ടാൽ, സ്ട്രോങ് ആയാൽ അതിനകത്തുള്ള എല്ലാ വിശ്വാസിയുടെയും വിടുതൽ നടക്കും. അപ്പോൾ സഭയ്ക്കകത്തു നിന്ന, ചർച്ചിൽ നിന്ന നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്ങും അത് ദൈവമക്കൾ തിരിച്ചറിയണം. വളരെ വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ നിന്ന് ചില സാക്ഷ്യങ്ങൾ വന്നിരുന്നു. അതിന് ശേഷം ശ്യാമലു പാസ്റ്റർ തന്നെ എനിക്കൊരു മെസ്സേജ് ഇട്ടു. എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇങ്ങനെ ഒരു ശാന്തമ സിസ്റ്ററുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണെന്ന് പാസ്റ്റർ പറഞ്ഞു. പാസ്റ്ററെ കൂടാതെ എനിക്ക് തോന്നുന്നു രജനി സിസ്റ്ററും, അല്ലേ, രജനി സിസ്റ്ററും ഈ ഒരു സാക്ഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ 2 പേര് ഒരേ ആളിനെ റെഫർ ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി വേഗത്തിൽ ഈ സാക്ഷ്യം കൊണ്ടുവരണം. വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവിതാനുഭവം നമ്മൾ കേട്ടത്. 30 വർഷങ്ങൾക്ക് പറയട്ടെ. പക്ഷേ ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോ ഒരാരാധന മുടക്കാൻ ദൈവം അനുവദിച്ചില്ല. എനിക്ക് ജോലി അതേപോലെ എനിക്ക് ക്രമപ്പെടുത്തി തന്നു. ഞാൻ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു എയർപോർട്ട് ജോലി ചെയ്യുന്ന ഒരു കൊച്ചിന്റെ വീട്ടിലെ സ്തോത്ര റീബ എന്ന് പറയും, അവരുടെ വീട്ടില് എനിക്ക് 7.5 വർഷം, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എങ്ങനെ കേട്ടാ 7.5 വർഷം 8 വർഷം, കുവൈറ്റ് വീട്ടിൽ 7.5 വർഷം, ആ വീട്ടിൽ 7.5 വർഷം ഒറ്റ ഡ്യൂട്ടി, രാവിലെ പോ ഉച്ചയ്ക്ക് വരിക, എനിക്ക് വെള്ളിയാഴ്ച ഓഫ്. എനിക്ക് ഞാൻ എന്റെ ഗൃഹത്തിൽ ആഗ്രഹം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത്. ഒരാഴ്ച എനിക്കൊരു അസുഖം വന്നിട്ട് പോലും എനിക്ക് മുടങ്ങിയിട്ടില്ല. സ്തോത്രം. അത് എനിക്ക് ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ ഒന്ന് സങ്കടം. അതുപോലെ ഒരു കോട്ടേജ് മീറ്റിങ്ങും അന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും മീറ്റിങ്ങാണ്. അത് ഈ പാർട്ട് ടൈം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഫുൾ ടൈം ജോലി കഴിഞ്ഞിട്ട് ഒരു വീട്ടിലെ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ഉച്ചവരെ ചെയ്തിട്ട് അത് കഴിഞ്ഞ് 2 മണിക്കൂർ 3 മണിക്കൂർ വേറെ വീടുകളിൽ പോയിട്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഈ 6:30 മണിയാകുമ്പോൾ ഇവിടെ വണ്ടി വരും. സാൽമയിലും മകപ്പിലൊക്കെ ആയിരിക്കും പ്രയർ വെക്കുന്നത്. അപ്പൊ ഇവിടെ അബ്ബാസിൽ നിന്നായിരിക്കും വണ്ടി ഇവിടുന്ന് എടുക്കുന്നത്. 6:30 മണിക്ക് വണ്ടി പോകും. അപ്പൊ എനിക്ക് ചെന്നിട്ട് ആ വീട്ടിലെ ജോലി തീർത്തിട്ട് വേണം എനിക്ക് ഈ വണ്ടിയിൽ പോവാൻ. അപ്പൊ എന്റെ കയ്യിൽ മീൻ വെട്ടുന്ന അഴുക്ക് കാണും, ഇറച്ചി വെട്ടുന്ന സ്മെല്ല് കാണും, ഉടുപ്പ് ഒരു ബാഗിനകത്ത് ചർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ബാഗിനകത്ത് അത് കുത്തി കയറ്റി ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കും നമ്മൾ ഇട്ടുകൊണ്ട് ഡ്രസ്സ്. അപ്പൊ ഈ എനിക്ക് ആ സമയമാകുമ്പോ വെപ്രോളം പൊട്ട ജോലി എടുക്കും. അപ്പൊ അവര് പറയും, ഇതെന്ത് യന്ത്രമാണോ? പിന്നെ ശാന്തി ചേച്ചി ഈ പ്രയറുള്ള ദിവസം ജോലി ചെയ്യുമ്പോഴത്തേന് അതെല്ലാം നല്ല നീറ്റുമാണ്, സ്തോത്രം, അത് നല്ല ടേസ്റ്റുമാണെന്ന് പറയും കേട്ടോ. സ്തോത്രം. പ്രയറുള്ള ദിവസം അപ്പൊ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, ദൂതന്മാരുടെ സഹായം അനുഭവിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പ്രയറിന് വേണമെങ്കിൽ അവർക്കൊരു കുറവല്ല അവിടെ വരുന്നത്. അവരത് സന്തോഷത്തോടെ അവരെന്നെ ആ വീട്ടിൽ നിന്ന് പ്രയറിന് വിടുന്നത്. ഇപ്പൊ ഈ സാക്ഷി ഇപ്പൊ ദൈവത്തിന്റെ കൃപയാൽ പുറത്തു വന്ന് ഇവരെല്ലാം അത് കേൾക്കുമല്ലോ. സ്തോത്രം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീട് ഒരു മർത്തോമക്കാരുടെ വീട്ടിലാണ്. 8 വർഷമായി ഇപ്പൊ അവിടെ കയറിയിട്ട്, 8 വർഷമായി. എന്റെ സ്വന്തം മക്കളെ പോലെ, സ്വന്തം ഗണേഷ് റോസി സ്വന്തം മക്കളെ പോലെ. സ്തോത്രം. അവര് എനിക്ക് എന്റെ മക്കൾ തരുന്ന, എന്റെ മക്കൾ എന്റെ അടുത്തില്ലല്ലോ, അവര് തരുന്ന എല്ലാ സന്തോഷവും സ്നേഹവും എനിക്ക് അവർ തരുന്നുണ്ട്. അത് നല്ല നമ്മളെ കാട്ടി ആത്മീയത ഉള്ളവരോ. ഒരു മർത്തോമയാണെങ്കിലും അവര് ആത്മീയതയ്ക്ക് വലിയ തൂക്കം കൊടുക്കുന്നവരാ. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുന്നവരാണ്. ഞാൻ ചെന്നപ്പോ മൂത്ത കുഞ്ഞിന് 1 വയസ്സായതേ ഉള്ളൂ. നോക്കിപ്പം 8 വയസ്സ് 9 വയസ്സാവാൻ പോണ്. ഇളയ ഒരു കുഞ്ഞും കൂടെ ആയിട്ടുണ്ട്. തലീതയും 2 പേര്. സ്തോത്രം. ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോഴത്തേനും ആവേശമാണ്. അമ്മച്ചിയുടെ ഫോട്ടോ എടുക്കണോ, അമ്മച്ചി എപ്പോഴാ സാക്ഷ്യം പറയുന്നത്, എനിക്ക് ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എനിക്കൊരു ആത്മീയ വർധനയ്ക്ക് നമ്മൾ എവിടെ ചെന്ന് കയറുന്നു അവിടെ ദൈവത്തെ ഉയർത്താൻ എനിക്ക് ഒരു സ്ഥലത്ത് പോലും നീ നാമം പറഞ്ഞ് ഇവിടെ വരലും എന്ന് പറയേണ്ട ആക്കിയില്ല. അവിടെ എല്ലാം എനിക്ക് അനുകൂലം. ഈ 7.5 വർഷം ഞാൻ നിന്ന് ഏർപ്പെട്ട് ജോലി ചെയ്യുന്ന റിബയുടെ വീട്ടില് ആ കൊച്ചു എനിക്ക് എന്തോ ഒരു ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എനിക്ക് അനുകൂലമായിരുന്നു അറിയാമോ. സ്തോത്രം. അവിടെ അതുപോലായിരുന്നു. എനിക്ക് ആ സോജനൊക്കെ എനിക്ക് എന്നോട് അത്ര ഒരു അമ്മയെ പോലുള്ളൊരു കൊണ്ടായി കൊടുക്കുന്ന ഫുഡ്, അവര് സ്വന്തം അമ്മ കൊടുക്കുന്നതൊക്കെ ഉള്ളൊരു ഫീലിംഗ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോണ്ടല്ലോ ആ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നതാണ്. സ്തോത്രം. എനിക്ക് ക്വാളിറ്റി ഉണ്ടായിട്ടില്ല, എനിക്ക് കറക്റ്റായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അതിന്റെ അളവോ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല, ആ ദൈവത്തിന്റെ ആ ഒരു എന്താ പറയാ ആ സ്നേഹം അതൊക്കെയായിട്ട് വരുന്നതാ. സ്തോത്രം. 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 ഇതൊക്കെ അനുഭവിച്ചില്ല. ഒരു ആരാധന ഞാൻ മുടക്കിയിട്ടില്ല. സ്തോത്രം. സ്തോത്രം. ഒരു അസാധാരണ സാക്ഷ്യമാണ് ചേച്ചി. കാരണം സാധാരണക്കാരുടെ അസാധാരണ സാക്ഷ്യം എന്ന് പറയാം. ഈ ദിവസങ്ങളിൽ നമുക്ക് വന്ന ചില സാക്ഷ്യങ്ങൾ അങ്ങനെയാണ്. വളരെ സാധാരണക്കാരായ ആളുകളെ കർത്താവ് എങ്ങനെ സ്പർശിക്കുന്നു. കുറേ സാക്ഷ്യങ്ങൾ ആസാദിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയുള്ളത് നമ്മൾ കേട്ടു. നമുക്ക് കഴിഞ്ഞ വീക്കിൽ പ്രിയപ്പെട്ട വിജി സിസ്റ്റർ വന്ന് സാക്ഷ്യം പറഞ്ഞു.
പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ തെങ്ങ് കയറ്റ തൊഴിലാളി. ദൈവത്തിന് സ്തോത്രം. ഒരു അസാധാരണമാകുന്ന ജീവിതാനുഭവം. ചേച്ചിയുടെ അനുഭവം കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം നാട്ടിൽ അവരെ കടയ്ക്കൽ തന്നെയാണ് അല്ലേ? കടയ്ക്കൽ തന്നെയാണ്. അപ്പം അവരെ ഏത് ചർച്ചിലാണ് അവിടെ കൂട്ടായ്മയൊക്കെ ആചരിക്കുന്നത്? അവിടെ നമ്മുടെ ഈ മാനുവലിന്റെ ചർച്ച ബ്രാഞ്ച് ഉണ്ട്. അതാ തന്നെയാണ്. ചേച്ചി പറഞ്ഞു എനിക്ക് അവിടെ ഒരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞത്. ഈ സഭയുടെ വീട്ടിലുള്ളത് തന്നെ. ദൈവത്തിന് കുവൈറ്റ് സഭയുടെ. എനിക്ക് എവിടെ നിന്ന് കിട്ടിയതേ ഉള്ളൂ മൊത്തവും എല്ലാം. എനിക്ക് അവിടെ നിന്ന് എനിക്ക് എവിടെ നിന്ന് മാറാം. അങ്ങനെ ഇന്ന ദൈവം ദൈവം ഓരോരുത്തർ കൊണ്ടുവന്നാക്കും. നമ്മൾ അവിടെ വിശ്വസ്തയോടെ നിൽക്കുക. സ്തോത്രം. നമ്മൾ അവിടെ വിശ്വസ്തയോടെ നിൽക്കുക. ഒരു ഭവനമായാലും ഒരു ജോലി വീടായാലും ഒരു സഭയായാലും വിശ്വസ്തന ദൈവം നോക്കുന്നു. സ്തോത്രം. വിശ്വസ്തന ദൈവം നോക്കുന്നു. സ്തോത്രം. നമ്മൾ വിശ്വസ്തരായിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചി. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ചേച്ചി തന്നെ ചുരുക്കവാചകങ്ങളിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഇതിനാദ്യമേ നല്ല സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ശുഭജ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹിന്ദു ആചാരപ്രകാരം ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ കർത്താവേ, ക്രിസ്തു എന്ന രക്ഷകൻ എനിക്ക് അറിയാൻ ദൈവം ഭാഗ്യം തന്നു. പിന്നെ മരുഭൂമി കൊണ്ട് കൃത്യമായി നീ എന്നോട് സംസാരിക്കുന്ന നിങ്ങളുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നപ്പ നീ കൊണ്ടുവന്ന കർത്താവ് എന്നോട് കൃത്യമായി സംസാരിച്ചു. കർത്താവെ, എന്നെ എത്രത്തോളം എന്നെ നിർത്തി. കർത്താവെ, സ്തോത്രം. കർത്താവെ, എടിന്റെ ഈ സാക്ഷ്യം കർത്താവെ അനേകർക്കപ്പ സ്തോത്രം ഇതൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. ആരെങ്കിലും കർത്താവെ സ്തോത്രം എന്തെങ്കിലും പ്രയാസം മൂലോ കർത്താവെ സ്തോത്രം ദൈവസേനയിലെ കർത്താവ് പിന്മാറിയിരിപ്പുണ്ടേ കർത്താവെ, ദൈവത്തെ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ മഹിമയോട് വിശ്വസ്തയോട് കർത്താവെ സേവിക്കുവാൻ കർത്താവെ ദൈവം തന്നെ ആശ്രയമായിട്ട് യേശു എന്ന രക്ഷകനെ കർത്താവെ സ്തോത്രം അതിനെ മുറുകെ പിടിക്കാൻ തക്കോണം കർത്താവ് ഓരോരുത്തരും ഹൃദയത്തോടും ദൈവം ഇടപെടണമേ. ആരെങ്കിലും ക്ഷീണിച്ചോ മടുത്തോ കർത്താവ് പിന്മാറിയോ ഇരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ സ്തോത്രം. ദൈവം നല്ല ദൈവം. ഹല്ലേലൂയ. അവൻ ജീവിതത്തിന്റെ അവസാനം വരെ അവൻ സൂക്ഷിക്കുന്ന ദൈവം, അവൻ കരുതുന്ന ദൈവം, അവൻ ഓർക്കുന്ന ദൈവം, ഓർപ്പിക്കുന്ന ദൈവം, അവൻ കൽപ്പിക്കുന്ന ദൈവമാണല്ലോ കർത്താവ്. ഇത് ഓർത്ത് കർത്താവെ സ്തോത്രം. എന്റെ ഈ സാക്ഷ്യം കർത്താവെ അനേകരെ ബലപ്പെടുത്താൻ തക്കോണം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഹല്ലേലൂയ സാധിച്ചാളിനെ കർത്താവെ അപ്പൊ ഹല്ലേലൂയ സ്തോത്രം. പാസ്റ്റർ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവെ ഈ ലോകം അറിയാൻ തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ അപ്പ അവരെ ഇനി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു സാക്ഷ്യം പറഞ്ഞൊരു സാക്ഷ്യത്തെ ഉളവാക്കാൻ തക്കവണ്ണം എന്റെ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ജീവനുള്ള ദേശത്ത് എന്റെ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാൻ തക്കവണ്ണം കർത്താവ് ഒരിക്കൽ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പാത്രക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായി സ്തോത്രം. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ ധ്യാനം ആമേൻ. പിതാവേ സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ശാന്തി ആൻറ്റിയുടെ മേൽ, തൻ്റെ കുഞ്ഞുങ്ങൾ, കുടുംബം, തൻ്റെ പ്രിയമുള്ളവർ എല്ലാവരുടെ മേലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ആൻറ്റി. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ശാന്ത ചേച്ചിയോട് എല്ലാം നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. തന്നോട് പറ്റിയിരിക്കുന്നവരെ ഉയർത്തുകയും നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവ് പ്രിയ ചേച്ചിയെ ഇത്രത്തോളം അനുഗ്രഹിച്ച് കുടുംബമായിട്ട് നടത്തുന്ന വിധങ്ങൾക്കായത് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.